Yes, hello, Magle, hello. Yes. Hello, Magle, hello. കേൾക്കുന്നുണ്ടോ സാറെ കാണുന്നുണ്ടോ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഹലോ. One second. Yes, hello, മക്കളെ, hello. Yes, okay. എല്ലാവരും വരട്ടെ, വേഗം മക്കളെ ഏതാ? യെസ്, എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേ മക്കളെ, നമ്മുടെ ഫ്രണ്ട്സിനെ എല്ലാവരും ഒന്ന് വിളിച്ചിട്ട് വന്നേ, വേഗം. യെസ്. ദേ മക്കളൊക്കെ ഉണ്ട്. യെസ്, പറന്ന് വന്നേ, വേഗം വന്നേ. യെസ് മക്കളെ, സാർ ചെറിയൊരു ഓട്ടത്തിലായിരുന്നു. 1 second. Yes. Okay, മക്കളെ, okay. Set. One second. Ready. മക്കളെ എല്ലാവരും റെഡിയല്ലേ? യെസ്, ഇതാ നമ്മളെ ലാസ്റ്റ് ടൈം. യെസ്, ബിസിനസിന്റെ ലാസ്റ്റ് പ്രിപ്പറേഷൻ ആണ്. സെറ്റ്. യെസ് മക്കളെ, ഇതാ എല്ലാ ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേ. സാർ കുളിച്ചിട്ടില്ല ഇപ്പൊ. അത് ശരി, സാർ എന്തോ ഓട്ടോടിയിട്ട് അവിടെ എത്തിയെന്ന് വല്ല നിശ്ചയമുണ്ടോ നിങ്ങൾക്ക്? അപ്പൊ നിങ്ങൾ ഇവിടെ ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ കുളിക്കാൻ പോവാ? കുളിയൊക്കെ പിന്നെ. ഓക്കെ. സെറ്റ്. അപ്പൊ മക്കളെ എല്ലാം റെഡിയല്ലേ? അയ്യോ, സാർ ഒന്നും പഠിച്ചില്ല. ബെസ്റ്റ്. അത് ശരി, കുഴപ്പമില്ല. ഒന്നും പഠിച്ചില്ലേലും കുഴപ്പമില്ല. യെസ്, നമ്മള് ഇന്ന് പറയാൻ പോകുന്ന പോർഷൻസ്, ഇന്നത്തെ നമ്മളെ ലൈവ് ഒക്കെ പെട്ടെന്ന് കഴിയും. ഓക്കെ, അപ്പൊ മക്കൾ എന്ത് ചെയ്യാ? നമ്മൾ ലൈവ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ ഇവിടെ ഇപ്പൊ പറയാൻ പോകുന്ന ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നന്നായിട്ടൊന്ന് നോക്കുക. ഓക്കെ, നമ്മൾ പറയുന്ന ഈ പോർഷൻസ് ഒക്കെ നന്നായിട്ടൊന്ന് പഠിക്കുക. സെറ്റാണോ? യെസ്, സെറ്റാണോ? ഈ ലൈവ് കണ്ടാൽ പാസ്സാവും, ഷുവർ പാസ്സാവും. ഐ മീൻ നല്ല മാർക്ക് കിട്ടും, അല്ലെങ്കിൽ എന്താണ് യെസ് ഫുൾ മാർക്ക് കിട്ടും എന്നൊന്നും സാർ പറയുന്നില്ല. പക്ഷേ പാസ്സാവാനുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഇതാ. ഒന്നും പഠിക്കാത്ത കുട്ടികൾക്ക് പാസ്സാവാനുള്ളത് ഇതിൽ നിന്ന് കിട്ടും. നന്നായിട്ട് പഠിച്ച കുട്ടികൾക്കാണെങ്കിൽ ഓക്കെ, ഈ ലൈവ് മതി, നിങ്ങൾക്ക് നല്ല മാർക്ക്, ഐ മീൻ ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. വലിയ ഉപകാരം. അവിടെയോ കിട്ടിയ? ഓക്കെ. യെസ് മൊഞ്ചൻ. എനിക്ക് വയ്യ. 1 second ഒറ്റ മിനിറ്റ് സാർ, കുറച്ചുകൂടെ മുഞ്ചാട്ടെ. ഓടി മുടിയോ നേരക്കുന്നില്ല. മുടി നേരെ നിന്നില്ലേ മക്കളെ, തീർന്ന്. കോൺഫിഡൻസ് പോകും. മുടി നേരെ നിന്നില്ലേ, കോൺഫിഡൻസ് പോയി. ഈ ഗേൾസിന് ലിപ്സ്റ്റിക് കിട്ടില്ല എങ്കിൽ കോൺഫിഡൻസ് പോകുന്നു കിട്ടില്ല. അതുപോലെയാണ് സാറിന് മുടി നേരെ നിന്നില്ലെങ്കിൽ കോൺഫിഡൻസ് കിട്ടില്ല. സീനാണ്. റെഡി. കോൺഫിഡൻസ് വന്നു. സെറ്റ്. യെസ്. വേഗം സ്റ്റാർട്ട് ചെയ്യാം. സാർ ഇതിങ്ങനെ ഒരു ഇൻട്രൊഡക്ഷൻ എടുത്തെന്തിനാണെന്നറിയോ? അയ്യോ, ആവായിട്ടാടാ. ഓടി കുറച്ച് ടെക്നിക്കൽ ഇഷ്യൂ ഉണ്ടായിരുന്നു. അപ്പൊ മരണോട്ട് അങ്ങോട്ടും ഇതാക്കണ്ടോ. ഈ പെണ്ണ് ഇപ്പാ കിട്ടിയത്. മിസ് ഓടിക്കൊണ്ടെത്താം. ഓക്കെ, ആ സെറ്റ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. യെസ്, അപ്പൊ രേണു മിസ് വരും. രേണു മിസ്സിന്റെയാണ് ഫസ്റ്റ് ചാപ്റ്റർ. മക്കൾക്ക് എല്ലാവർക്കും അറിയാം. സാർ കാറല്ലേ പോണായിരുന്നു. രേണു മിസ്സിന്റെയാണ് ഫസ്റ്റ് ചാപ്റ്റർ. മക്കൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ രേണു മിസ്സിന് കുറച്ച് വർക്കും കൂടി ഉണ്ട്. മിസ്സിന് മറ്റൊരു ലൈവ് ഉണ്ട്. അപ്പൊ മിസ് വരുന്നത് വരെ നമുക്ക് എന്താക്കാം? നമുക്ക് 2nd ചാപ്റ്റർ, 4th ചാപ്റ്റർ, 6th ചാപ്റ്റർ. ഓക്കെ, യെസ്, പ്ലാനിംഗ് ഉണ്ട്, സ്റ്റാഫിംഗ് ഉണ്ട്, അതുപോലെ തന്നെ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് ഉണ്ട്. അതിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. യെസ്, അതിന് മുൻപ് മക്കളെ ഒരു കാര്യം, ഒരു ഇമ്പോർട്ടന്റ് കാര്യം. യെസ്, എന്തായിരുന്നു സാർ പറയാൻ വന്നേ? യെസ്. ഓക്കെ. സാർ ഇന്നത്തെ ലൈവ് കണ്ട എബോവ് 50 കിട്ടും. കിട്ടും, ഷുവർ. എബോവ് 50 കിട്ടും. പക്ഷെ പഠിക്കണം, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ പഠിക്കണം. ഓക്കെ അല്ലേ മക്കളെ? നോക്കിയേ, യെസ്, ക്രിസ്മസ് എക്സാം, ഇത്ര എക്സാം കഴിഞ്ഞല്ലോ അല്ലെ? നിങ്ങൾക്ക് ഇനി എക്കണോമിക്സ് കൂടിയല്ലേ ഉള്ളൂ. റെഡി? അപ്പൊ ഇത്രയും ദിവസത്തെ എക്സാമിന്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് നിങ്ങളൊന്ന് റിവ്യൂ ചെയ്തേ. എങ്ങനെയുണ്ട് നമ്മുടെ +2 ക്രിസ്മസ് എക്സാം? അല്ലെങ്കിൽ എങ്ങനെയുണ്ട് നമ്മുടെ ക്രിസ്മസ് എക്സാം, +2 എക്സാം എങ്ങനെയുണ്ട്? ഒന്ന് പറഞ്ഞേ. കളവനായത് പോണാണെന്ന്. യെസ്, ഇവനെയൊക്കെ കേറി വരുമ്പോ തന്നെ തൊലച്ച് കോൺഫിഡൻസ് കളയാനായിട്ട് ഇവനൊക്കെ പോടാറുണ്ട്. കൊള്ളാം. എങ്ങനെയുണ്ട്? കൊള്ളാം, അടിപൊളിയാണ്, സെറ്റാണ്. ഓക്കെ, കുഴപ്പമില്ല. ഓക്കെ, സെറ്റ്. റെഡി. അപ്പൊ ഇതേപോലെ +2 അക്കൗണ്ടൻസി ഈസിയാ. സെറ്റ്. റെഡി. അപ്പൊ ഇതേപോലെ മുന്നോട്ട് പോണ്ടേ.
ഓക്കെ, മുന്നോട്ട് പോകണ്ട ഇതേപോലെ സെറ്റ് ആയിട്ട്. പക്ഷെ മക്കളൊരു കാര്യം ഓർത്തുള്ള, പബ്ലിക് എക്സാം ഇതിലും കുറച്ചുകൂടെ ടഫ് ആവും. ഓക്കെ, കുറച്ചുകൂടെ ടഫ് ആവും. റെഡി അല്ലേ? കുറച്ചുകൂടെ ടഫ് ആവും. അതൊന്നും നിങ്ങൾ ഓർത്ത് വെക്കണം ആദ്യം തന്നെ. ഓക്കെ, സെറ്റ്. അപ്പോൾ അടിപൊളിയായിട്ട് നമുക്ക് ഇനിയുള്ള ടൈം പഠിക്കണം. ഇനി നമ്മളെ മുന്നിൽ വളരെ കുറച്ച് സമയമുള്ളൂ. നിങ്ങൾ +2കാരാണ്. നിങ്ങൾക്ക് എന്താണ് ഒരുപാട് വർക്ക് ഇനി വരാൻ പോവാണ്. മോഡൽ എക്സാം ഉണ്ട്, അതിന് മുൻപ് നമ്മളെ പ്രാക്ടിക്കൽ ഉണ്ട്, അത് ഉണ്ട്, ഇതുണ്ട് എന്നൊക്കെ പറഞ്ഞ് അലമ്പാണ്, വൈവ ഉണ്ട്. ഓക്കെ, അപ്പോൾ പഠിക്കാനുള്ള ഇനിയുള്ള ഓരോ ടൈമും നിങ്ങൾ പഠിക്കാൻ വേണ്ടി നല്ലപോലെ യൂസ് ചെയ്തോളാം. ഓക്കെ, നന്നായിട്ട് ടൈമൊക്കെ നോക്കി സെറ്റ് ചെയ്തിരുന്ന് പഠിച്ചോളാം. ലാസ്റ്റ് ടൈമിലേക്ക് ഒന്നും ആരും വെക്കണ്ട. ക്രിസ്മസ് എക്സാം കഴിഞ്ഞ് ഇനിയിപ്പോ പബ്ലിക് എക്സാം ടൈം ഉണ്ടല്ലോ, കുറച്ച് കഴിഞ്ഞ് പഠിക്കാലോ എന്നൊന്നും വിചാരിച്ചാലും നടക്കാൻ നിൽക്കണ്ട. കേട്ടിക്കല്ലോ? ഹൈപ്പ് കയറി ഇപ്പൊ അങ്ങോട്ട്. ഹൈപ്പൊക്കെ കയറും. സെറ്റ്. അപ്പോ ക്രിസ്മസ് എക്സാം കഴിഞ്ഞ് തൊട്ടടുത്ത് തന്നെ പഠിച്ചു തുടങ്ങിക്കോളാം. പബ്ലിക് എക്സാമിന് വേണ്ടി ആദ്യം മുതൽ റിവൈസ് ചെയ്തോളാം. ഓക്കെ, അങ്ങനെ നന്നായിട്ട് അടിപൊളിയായിട്ട് റിവൈസ് ഒക്കെ ചെയ്യണം എന്ന് മക്കൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ മക്കളെ, നമുക്ക് ക്രാഷ് ബാച്ച് നമ്മൾ തൊട്ടടുത്ത വീക്ക് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നമ്മളെ ക്രാഷ് ബാച്ചിലൊക്കെ ജോയിൻ ചെയ്യാം. അടിപൊളിയായിട്ട് പഠിക്കാം. എല്ലാം സെറ്റ് ആയിട്ട് നമുക്ക് ഷോർട്ട് നോട്ടായിട്ടും റിവിഷൻ ആയിട്ടും BYQ ആയിട്ടും വർക്ക് ഷീറ്റ് ഒക്കെ ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ നന്നായിട്ട് പഠിക്കണം, നല്ല മാർക്ക് വാങ്ങണം എന്നാഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ബാച്ചിലൊക്കെ ജോയിൻ ചെയ്ത് പഠിച്ചു തുടങ്ങാം. ബാച്ചിലൊക്കെ ജോയിൻ ചെയ്താൽ നിങ്ങളത് പ്രോപ്പറായിട്ട് ആ ടൈം യൂസ് ചെയ്യും. ഓക്കെ, അതുകൊണ്ടാണ്. അപ്പോൾ അതൊക്കെ യൂസ് ചെയ്ത് പഠിക്കുക. ലാസ്റ്റ് ടൈം അല്ലേ, ഈ ലാസ്റ്റ് ടൈം നമ്മൾ നന്നായിട്ടൊന്ന് പ്രിപ്പയർ ചെയ്തില്ലേ പിന്നെ എപ്പോഴാ, അതൊന്ന് ആലോചിക്കാം. ഓക്കെ അല്ലേ? സെറ്റ്. അപ്പൊ നമുക്ക് തുടങ്ങാം. റെഡി മക്കളെ? 400 ആളുകൾ അവിടെ ഉള്ളത്. വാട്ട് ഈസ് ദിസ്? എന്താ ഇത്? 1000 എബോ ആളുകൾ വേണ്ട സ്ഥലത്ത് 400 കുട്ടികളോ? വാട്ട് ഈസ് ദിസ്? അക്കൗണ്ടൻസിക്ക് കൂടെ എത്ര കുട്ടികളായിരുന്നു? നിങ്ങൾക്ക് എന്താ ബിസിനസ് വേണ്ട? ശരി മക്കളെ, ബിസിനസ്സിനെ നിങ്ങൾ സീരിയസ് ആയിട്ട് കാണുന്നില്ലെങ്കിൽ നല്ല രീതിക്ക് നിങ്ങൾക്ക് പണി കിട്ടുക. ബിസിനസ് നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല, നല്ല രീതിക്ക് ഈ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒരുപാട് നിങ്ങൾക്ക് ചോദിച്ചിരിക്കും. സോ അതുകൊണ്ടാണ് നന്നായിട്ട് ഇരുന്ന് പഠിക്കുക തന്നെ വേണം. ഓക്കെ, ഫുൾ ചാപ്റ്റർ ഉണ്ട്. ഓക്കെ, സെറ്റ്. റെഡി. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാം. സെറ്റ് അല്ലേ? റെഡി. അങ്ങനെയെങ്കിൽ ഇതാ 7 മിസ് വരുന്നവരെ നമുക്ക് എന്താ രണ്ടാമത്തെ ചാപ്റ്റർ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, രണ്ടാമത്തെ ചാപ്റ്റർ. ഒന്നാമത്തെ സാധാരണ നമ്മൾ തുടങ്ങാറ്, പക്ഷെ ഇവിടെ നമുക്ക് എന്താക്കാം? രണ്ടാമത്തെ തുടങ്ങാം. ഓക്കെ അല്ലേ? സാർ ഞാൻ എല്ലാം റിവിഷൻ ആക്കി, ബട്ട് എല്ലാം മറക്കുന്നു. അത് സ്വാഭാവികമാണ്. നമ്മൾ റിവൈസ് ചെയ്ത് വേണം സെറ്റാക്കാൻ. അതങ്ങനെയാണ്. റെഡി. ലൈവ് പെട്ടെന്ന് കഴിയും. നിങ്ങൾക്ക് ഈ ലൈവ് കഴിഞ്ഞ് പഠിക്കാനുള്ള സമയം ഉണ്ടാവും. ഓക്കെ, അത് ഉറപ്പാണേ. ശ്രദ്ധിച്ചോ. ഒന്നാമത്തെ. അപ്പൊ രണ്ടാമത്തെ ചാപ്റ്റർ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റിലെ കുറച്ച് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. മക്കളെ, ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിപ്പീറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് ഈ കഴിഞ്ഞ ഒരു 5-6 വർഷത്തെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ റിപ്പീറ്റ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അതായത് ആ ഏരിയ പഠിച്ചിട്ട് പോകണം. ആ ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻ വന്നിരിക്കും. ഓക്കെ, അപ്പൊ ശ്രദ്ധിച്ചോ. നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഐഡന്റിഫൈ ദ മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് which state that a manager should replace the I with we in all his conservation with workers to foster team spirit. അപ്പോൾ ഇതിൽ ഏതാണ് I with we എന്നുള്ള ഒരു ടേം ഒരു മാനേജർ യൂസ് ചെയ്യുന്നത്? ഒന്ന് പറഞ്ഞേ. ഇതിന്റെ ആൻസർ ഒന്ന് പറഞ്ഞേ. I with we ഏതാണ്? I with we അതെ, നമ്മൾ അല്ലെ? ഏതാണ്? സ്പിരിറ്റ് ഡീകോപ്സ് ആണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലെ? എന്താണ്? എല്ലാവരും കൂടിച്ചേർന്ന് അല്ലെ? എന്താണ്? യൂണിയൻ ഈസ് സ്ട്രെങ്ത്. ഓർമ്മയുണ്ടല്ലോ? ഒന്ന് നോക്കി വെച്ചോളാം. ഇതുപോലത്തെ കുറെ ക്വസ്റ്റ്യൻസ് വരും. Then find the odd one related to the feature of management principles. ഓക്കെ, അപ്പൊ മാനേജ്മെന്റ് നോട്ട്. ഏതിന്റെ നോട്ടാടാ? മക്കളെ, ഒരു കാര്യം നമ്മുടെ കമ്മ്യൂണിറ്റിക്കൊക്കെ ഒരു സീൻ ഉണ്ട്. കമ്മ്യൂണിറ്റി ഒക്കെ ബാൻ ആയിട്ടുണ്ട്. സോ അതുകൊണ്ടാണ് പല കുട്ടികൾക്കും നല്ല കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാൻ പറ്റാഞ്ഞത്. സോ ശ്രദ്ധിച്ചോ. അതുകൊണ്ട് നിങ്ങളെ നോട്ട്സും കാര്യങ്ങളൊക്കെ സെയിം ലിങ്ക് ആയിട്ട് തന്നെ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നിങ്ങളെ നോട്ടാണ് ലിങ്ക് ആയിട്ട് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ലൈവ് കഴിയുമ്പോൾ ആ ലിങ്കിൽ കയറി നോക്കിയാൽ മതി. നമ്മൾ അതിലേക്ക് ഷെയർ ചെയ്യും. നമ്മളിവിടുന്ന് സെൻഡ് ചെയ്തതാ. ലൈവ് കഴിഞ്ഞ ഒരു 1/2 മണിക്കൂറിനുള്ളിൽ നിങ്ങൾക്ക് ലിങ്കിൽ നോട്ട് കിട്ടും. കമ്മ്യൂണിറ്റിയിൽ ആർക്കും ജോയിൻ ചെയ്യാൻ പറ്റണമെന്നില്ല. കമ്മ്യൂണിറ്റി ബാൻഡ് ആണ്, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പം നമ്മുടെ ഡിസ്ക്രിപ്ഷനിലുള്ള ആ ഒരു ലിങ്കിൽ കയറിയാൽ മതി. ഓക്കെ, സെറ്റ്. റെഡി അല്ലേ? ഓക്കെ മക്കളെതാ
Find the odd one relating to features of management principles. Okay, management principles. താഴെ തന്നിരിക്കുന്നവയിൽ മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസിന്റെ ഫീച്ചേഴ്സ് താഴെ തന്നിരിക്കുന്നവയിൽ ഓഡ് വൺ ഏതാണ് ഒന്ന് പറഞ്ഞേ. ഓഡ് വൺ ഏതാണ് ഒന്ന് പറഞ്ഞേ. ഓഡ് വൺ ഏതാണ്? ഓഡ് വൺ ഏതാണ്? യൂണിവേഴ്സൽ ഉണ്ട്, ഫ്ലെക്സിബിൾ ഉണ്ട്, ബിഹേവിയർ ഉണ്ട്, റിജിഡിറ്റി ഉണ്ട്. ഏതാണ്? യെസ്, ഏതാണ്? ബിയോ? ആര് പറഞ്ഞ ബി? റിജിഡിറ്റി ആണ്. മാനേജ്മെന്റ് പ്രിൻസിപ്പിളിന്റെ ഫീച്ചേഴ്സ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അത് യൂണിവേഴ്സൽ ആണ്, അത് ബിഹേവിയർ ആണ്, അത് ഫ്ലെക്സിബിൾ ആണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എപ്പോഴാണ് നമ്മൾ അത് റിജിഡ് ആണെന്ന് പറഞ്ഞിട്ടുള്ളത്? റിജിഡ് അല്ല. യെസ്, ഡി ആണ് ആൻസർ അല്ലെ? ഓഡ് വൺ ഏതാ? ഡി ആണ്. പഠിച്ചു വെക്കുക, മറക്കരുത്. ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അങ്ങനെയെങ്കിൽ വിച്ച് among the following is the nature of principles of management? Principles of management. Okay, following is the nature. All principles of management. Nature. The universal applicability, general guidelines, cause and effect relationship. All of this. On answer പറഞ്ഞേ. ഏതാ? ഇതിന്റെ ആൻസർ ഏതാ? യെസ്. വരട്ടെ. ഏതാണ്? All of these ആണ്. ഇതെല്ലാം എന്താണ്? യെസ്, നമ്മുടെ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് നാച്ചുറൽ ആണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ മക്കളെ. യെസ്, ഈ ഒരു ചെറിയ പ്രോബ്ലത്തിലൂടെ നിങ്ങൾ എന്ത് പഠിച്ചോളാ? പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് നാച്ചുറൽ. 3 പോയിന്റ്സ് നിങ്ങൾക്ക് കിട്ടിയില്ലേ? കണക്ട് ചെയ്ത് പഠിച്ചോളാം. ഓക്കെ. All of this. അങ്ങനെയെങ്കിൽ ഐഡന്റിഫൈ ദ മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് ഇൻ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റിലുള്ള മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് ഏത് എന്നൊന്ന് ഐഡന്റിഫൈ ചെയ്യണേ. സാർ വായിക്കാം. ഒന്നാമത്തത്, മാനേജ്മെന്റ് should promote a team spirit among employees. Yes, employees ഒരു ടീം സ്പിരിറ്റ് പ്രൊമോട്ട് ചെയ്യുന്നു. ഇത് ഏത് മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസാ? പറഞ്ഞേ. ഏതാണ് ഇത്? ഏത് മാനേജ്മെന്റ് പ്രിൻസിപ്പിളാ? The management should promote a team spirit. അല്ല, ടീം സ്പിരിറ്റ് ഉണ്ടാക്കുന്നു. ഇത് ഏത് മാനേജ്മെന്റ് പ്രിൻസിപ്പിളാ? ഒന്ന് പറ. എന്താരും ഒന്നും ഉണ്ടാത്തേ? വൈ എന്താ സ്റ്റെക്ക്? ഏതാ? അതെ, എസ്പിരിറ്റ് ഡി കോപ്സ് ആണ്. കറക്റ്റ്. യെസ്, ഒന്നാമത്തേതാ എസ്പിരിറ്റ് ആണ്. ഓക്കെ, എസ്പിരിറ്റ് ഡി കോപ്സ് ആണ് ഒന്നാമത്തത്. സെറ്റ്. അങ്ങനെയെങ്കിൽ ബി ഏതാ? There should be a place for everything in the organization. അല്ലെ, എല്ലാത്തിനും അതിൻ്റെതായ സ്ഥാനമുണ്ട് ദാസ. ഏതാണിത്? യെസ്, പറഞ്ഞു മക്കള് പറഞ്ഞു. ഏതാ? ഓർഡർ. യെസ്, കറക്റ്റ്. യെസ്, കിട്ടണേ. ഇതുപോലെ കിട്ടണം മക്കളെ. ബിസിനസ്സിൽ യെസ് നിങ്ങൾക്ക് 1 വേർഡ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും ആദ്യം. അറിയാലോ. നല്ല രീതിക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുമോ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ അതൊന്നും ആരും തെറ്റിക്കാൻ പാടില്ല. ഒരിക്കലും 1 വേർഡ് നിങ്ങൾ തെറ്റിക്കാൻ പാടില്ല. 1 വേർഡ് നിങ്ങൾ സ്കിപ്പ് ചെയ്യാൻ പാടില്ല. 1 വേർഡ് നിങ്ങൾ യെസ് പഠിക്കാതെ എന്താണ് എഴുതാതെ ഒഴിവാക്കരുത്. ഓക്കെ, 1 വേർഡ് നല്ല രീതിക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റും. നിങ്ങൾ ശ്രദ്ധിക്കാത്ത ഒരു പോയിന്റ് ആണ്. ഓക്കെ, റെഡി. അങ്ങനെയെങ്കിൽ ഐഡന്റിഫൈ ദ ടെക്നിക് ഓഫ് സയന്റിഫിക് മാനേജ്മെന്റ് ഡിസ്ക്രൈബ്ഡ് ഇൻ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, അപ്പൊ ഈ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞിട്ടുള്ള സയന്റിഫിക് മാനേജ്മെന്റിന്റെ ടെക്നിക്കുകൾ ഏത് എന്ന് ഐഡന്റിഫൈ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പൊ the study which determine the standard time taken to perform a well defined job. Okay, അപ്പൊ പറഞ്ഞ ഇത് ഏത് ടെക്നിക്കാ? എന്താ? ഒരു ജോബിന് വേണ്ട സ്റ്റാൻഡേർഡ് ടൈം നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന ആ ഒരു ടെക്നിക്ക് മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസിലെ ഏത് ടെക്നിക്കാ? അതെ, ടൈം സ്റ്റഡി ആണ്. സെറ്റ്. യെസ്, ടൈം സ്റ്റഡി ആണ്. ഓക്കെ, പൊളി. അങ്ങനെയെങ്കിൽ the study seeks to determine the amount of frequency of rest interval. ഓക്കെ, റെസ്റ്റ് ഇന്റർവെൽ നോക്കുന്ന നമ്മളെ സ്റ്റഡി ഏതാ മക്കളെ? ഏതാ പറഞ്ഞേ? യെസ്, മുന്നേ ആരോ പറഞ്ഞിട്ടുണ്ട്, സാർ കണ്ടിട്ടുണ്ട്. ഓക്കെ, യെസ്, ഏതാ? ഫാറ്റിക് സ്റ്റഡി ആണ്. യെസ്, പോയിന്റ്. ഫാറ്റിക് സ്റ്റഡി ആണ്. ഓക്കെ, സെറ്റ്. യെസ്, പഠിച്ചല്ലോ മക്കൾ സെറ്റ്. മക്കൾ ഏതോ കിട്ടണേ. ഇമ്പോർട്ടന്റ് ആണ്. അങ്ങനെയെങ്കിൽ എക്സ്പ്ലെയിൻ ബ്രീഫ്ലി ദ ഫോളോയിങ് ടേംസ്. ഓക്കെ, ഇതുപോലെ 2 ടേം തരും. ഓക്കെ, എന്നിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയും. ഓക്കെ, മോഷൻ സ്റ്റഡി എന്ത്, ഫാറ്റിക് സ്റ്റഡി എന്ത് അറിയാലോ? എക്സ്പ്ലെയിൻ ചെയ്യൂലേ? മോഷൻ സ്റ്റഡി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ എന്തിനെ കുറിച്ചുള്ള പഠിക്കുകയാണ്? മൂവ്മെന്റിനാ അല്ലെ? നമ്മുടെ ഫേമിലെ നമ്മുടെ ഓർഗനൈസേഷനിലുള്ള എന്തിനൊക്കെ ഹ്യൂമൻ റിസോഴ്സസിന്റെ മെറ്റീരിയൽസിന്റെ എല്ലാം മൂവ്മെന്റ്സിനെ കുറിച്ച് പഠിക്കുന്നതിനെ നമ്മൾ എന്ത് പറയാ? യെസ്, മൂവ്മെന്റ്സ് കൃത്യമായിട്ട് നമ്മൾ റെഫർ ചെയ്യുന്നതിനെ നമ്മൾ എന്ത് പറയാ? മോഷൻ സ്റ്റഡി എന്ന് പറയുക. ഓക്കെ, ഫാറ്റിക് സ്റ്റഡി നമ്മൾ ഇപ്പൊ പറഞ്ഞല്ലോ അല്ലെ? കറക്റ്റ് റെസ്റ്റ് ഇന്റർവെൽസ് അല്ലെ? ഇന്റർവെൽസ് നമ്മൾ യെസ് എത്ര വേണം എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായിട്ട് പഠിക്കുന്നു. അതാണ് ഏത്? യെസ് നോ
അതെ നമ്പർ ഓഫ് ഇന്റർവെൽ നീഡഡ് അതാണ് ഇത് ഫാറ്റിക് സ്റ്റഡി കൊണ്ട് നമ്മൾ പറയുന്നത്. സെറ്റ് അല്ലേ ഓക്കെ അല്ലേ? അങ്ങനെയെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചോ. എക്സ്പ്ലെയിൻ ദ പ്രിൻസിപ്പിൾസ് ഓഫ് സ്കേലാർ ചെയിൻ ആൻഡ് ഗാങ് പ്ലാൻ യൂസിങ് ദ ഡയഗ്രാം. കണ്ടല്ലോ ഡയഗ്രാം വെച്ചുകൊണ്ട് നോക്കിയേ. കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ ആണ് 24-25 ക്വസ്റ്റ്യൻ ആണ്. കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ ആണ്. സെറ്റ് ഓർത്ത് വെച്ചോ. ഓക്കെ അറിയാലോ? സ്കേലാർ ചെയിൻ പഠിക്കൂലേ? സ്കേലാർ ചെയിൻ അറിയാലോ അല്ലെ? ഡയഗ്രാം അറിയാലോ? ഗാങ് പ്ലാൻ അറിയാലോ? ദാ നോക്കി വെച്ചോ. സ്കേലാർ ചെയിൻ എന്ന് പറഞ്ഞാൽ എന്താ? സ്കേലാർ ചെയിൻ റെഫർ ടു ദ ചെയിൻ ഫോർ superiors ranking from the ultimate authority to the lowest level in the concern. It states superior subordinate relationship throughout the concern and is necessary to ensure unity of command and effective communication. അല്ലെ unity of commandന് വേണ്ടി effective communicationന് വേണ്ടി നമ്മുടെ ഫേമിൽ അല്ലെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ള എന്താണ് ആ ഒരു പാത്താണ് അല്ലെ? അതായത് അതോറിറ്റി മുതൽ ആ ഒരു ലോവർ ലെവൽ വരെയുള്ള ആ ഒരു പാത്താണ് എന്തെന്ന് നമ്മുടെ സ്കേലാർ ചെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ അല്ലേ? അപ്പൊ ഇതാണ് എന്തെന്ന് നമ്മുടെ സ്കേലാർ ചെയിനിന്റെ ആ ഡയഗ്രാം. ഓർമ്മയുണ്ടല്ലോ മക്കളെ? ഇത് മറന്നു പാടില്ലേ? ഇത് കൃത്യമായിട്ട് ഓർത്ത് വെച്ചോളൂ. ഓക്കെ അപ്പോ നമ്മൾ എന്താണ് ഇവിടെ എന്താ പറയുന്നത്? സ്കേലാർ ചെയിൻ എന്താണ് പറയുന്നത്? ഫയോളിന്റെ പ്രിൻസിപ്പിൾ അല്ലേ? ഫയോൾ എന്താ പറയുന്നത്? നോട്ട് ഇൻ ഫേവർ ഓഫ് എ വെരി റിജിഡ് സ്കേലാർ ചെയിൻ ഹി ഹാഡ് സജസ്റ്റ് ഷോർട്ട് സർക്യൂട്ടിംഗ് സെറ്റപ്പ് കൂടെ എന്ത് വേണമെന്നാ പറഞ്ഞിട്ടുള്ളത്? ഈ ഒരു സ്കേലാർ ചെയിൻ ഉണ്ടായിരിക്കണം അല്ലെ? നമ്മുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സിറ്റുവേഷനിലൊക്കെ നമുക്ക് എന്താ പെട്ടെന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ആ ഒരു ഷോർട്ട് സർക്യൂട്ട് സെറ്റപ്പ് കൂടെ നമുക്ക് ഇവിടെ വേണം. ഒരു സ്കേലാർ ചെയിൻ ഉൾപ്പെടുത്തിയിരിക്കണം. അതിനെയാണ് നമ്മൾ എന്ത് പറയുക? ഗാങ് പ്ലാൻ എന്ന് പറയുക. അറിയാലോ? പഠിച്ചു വെച്ചോളാ, ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ സെറ്റ് റെഡി ഓക്കെ റെഡി. അങ്ങനെയെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയോ. അണ്ടർ ദീസ് ടെക്നിക് ഓഫ് സയന്റിഫിക് മാനേജ്മെന്റ് വൺ വർക്കർ ഈസ് സൂപ്പർവൈസ്ഡ് ബൈ 8 സ്പെഷ്യലിസ്റ്റ് ഫോർമാൻ. ഓക്കെ അപ്പൊ ഐഡന്റിഫൈ ആൻഡ് എക്സ്പ്ലെയിൻ ദ ടെക്നിക് ആൻഡ് ഷോ ദിസ് ടെക്നിക് ഇൻ എ ഡയഗ്രാം. മക്കളെ ഇമ്പോർട്ടന്റ് ആണ്. ഏതാണ് ഈ ടെക്നിക് ഒന്ന് പറഞ്ഞേ. ഏതാണ് ഈ ടെക്നിക്? ടെക്നിക് ഓഫ് സയന്റിഫിക് മാനേജ് വൺ വർക്കർ ഈസ് സൂപ്പർവൈസ്ഡ് ബൈ അല്ലെ? ഒരു വർക്കർ എന്താണ് സൂപ്പർവൈസ് ചെയ്യുന്നത്? 8 ഫോർമാൻമാർ അല്ലെ? സ്പെഷ്യലൈസ്ഡ് ഫോർമാൻമാരാണ്. അതെ ഏതാണ് ഈ ടെക്നിക്ക്? ഫങ്ഷണൽ ഫോർമാൻ ആണ്. ഓക്കെ എക്സ്പ്ലെയിൻ ചെയ്യുക, ഐഡന്റിഫൈ ചെയ്യുക, എക്സ്പ്ലെയിൻ ചെയ്യുക എന്ന് പറഞ്ഞിട്ട് then show this technique in a diagram. ഡയഗ്രത്തിലൂടെ വരച്ച് കാണിക്കുക. നോക്കിയേ റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ ഒരുപാട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ട്. പഠിച്ചിട്ട് പോയിക്കോളുക ഫങ്ഷണൽ ഫോർമാൻഷിപ്പ്. ഓക്കെ അപ്പോ നോക്കിക്കോ നമ്മൾ എന്തൊക്കെ പറഞ്ഞു? നമ്മുടെ സയന്റിഫിക് മാനേജ്മെന്റിലല്ല ഒരുപാട് ടെക്നിക്സ് പറഞ്ഞു. ഓക്കെ ഫയോളിന്റെ ടെക്നിക്ക് പറയുന്നുണ്ട്. അപ്പോ ഇത്രേ ഉള്ളൂ. സെക്കൻഡ് ചാപ്റ്ററിൽ നിന്നും നിങ്ങൾ എന്ത് പഠിക്കാണ്ട് പോണ്ട. നോക്കിക്കോ ടൈലറുടെയും ഫയോളിന്റെയും പ്രിൻസിപ്പിൾസ്, അതുപോലെ തന്നെ ടൈലറിന്റെ ടെക്നിക്കുകളും പ്രിൻസിപ്പിൾസും. ഇത് മൂന്നും പഠിക്കാതെ നിങ്ങൾ നാളെ എക്സാമിന് പോവേണ്ട. 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ, 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ, 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ, 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ, 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ, 8 മാർക്കിന്റെ ക്വസ്റ്റ്യൻ. ഇതിലെല്ലാം ആരെ ഉൾപ്പെടുത്താം? ഈ ടീംസിനെ ഉൾപ്പെടുത്താം. സെറ്റ് അല്ലേ? റെഡി അല്ലേ? ഓക്കെ അങ്ങനെയെങ്കിൽ ഫങ്ഷണൽ ഫോർമാൻഷിപ്പ് എന്ന് പറഞ്ഞാൽ എന്താ അറിയാലോ അല്ലെ? നമ്മൾ സൂപ്പർവിഷൻ അല്ലെ? ഈ സൂപ്പർവിഷൻ എന്ന് പറയുന്ന ആ ഒരു വർക്കിന്റെ ക്വാളിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി സൂപ്പർവിഷൻ എന്ന് പറയുന്ന ആ ഒരു വർക്കിനെ എന്ത് ചെയ്യുന്നു? നമ്മുടെ പ്രൊഡക്ഷൻ, പ്ലാനിങ് എന്നിങ്ങനെ 2 സെക്ഷൻ ആയിട്ട് നമ്മൾ മാറ്റുകയും അവിടെയൊക്കെ എന്താ 4 ഫോർമാൻമാരെ സെപ്പറേറ്റ്, സ്പെഷ്യൽ ആയിട്ടുള്ള ഫോർമാൻമാരെ സെപ്പറേറ്റ് സെറ്റ് ചെയ്യുകയും ചെയ്യുന്നു. അതാണ് ഫങ്ഷണൽ ഫോർമാൻഷിപ്പ് അല്ലെ? ടു ഇംപ്രൂവ് ദ ക്വാളിറ്റി ഓഫ് supervision and control of work, Taylor suggests the technique of functional foremanship. Under this scheme, task of supervision is divided into several specialized functions and each function is entrusted to a specialized foreman.
ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? അത് എന്തോർത്ത് വെക്കുക, എന്തോർത്തിരിക്കുക? ഇതാ നോക്കിക്കോ, ഇതാ നമ്മുടെ ഈ ഒരു ഡയഗ്രാം അങ്ങോട്ട് പഠിച്ചു വെച്ചോളാം. സെറ്റ് അല്ലേ? നോക്കിയേ, ഫങ്ഷണൽ ഫോർമാൻഷിപ്പിനെ സാറ് പറഞ്ഞതാ പ്ലാനിങ് ഇൻ ചാർജിലും അതുപോലെ തന്നെ പ്രൊഡക്ഷനിലും നമ്മൾ ഇതാ 8 ഫോർമാൻമാരാക്കി തിരിച്ചിട്ടുണ്ട്. ഓരോന്നും പഠിച്ചു വെച്ചിരിക്കണം, ഓരോന്നും പഠിച്ചു വെച്ചിരിക്കണം. അപ്പൊ അതിതാ ഇൻസ്ട്രക്ഷൻ കാർഡ് ക്ലർക്ക് ഉണ്ട്, റൂട്ട് ക്ലർക്ക് ഉണ്ട്, ഡിസിപ്ലിനേറിയൻ ഉണ്ട്, ടൈം ആൻഡ് കോസ്റ്റ് ക്ലർക്ക് ഉണ്ട്. എവിടാ? പ്ലാനിങ്ങിൽ. ഓരോന്നിന്റെ അണ്ടറിൽ പഠിച്ചേക്കണേ. പ്ലാനിങ്ങിൽ വരുന്ന 4 ആൾക്കാർ, പ്രൊഡക്ഷനിൽ വരുന്നത് ഓക്കെ ഗ്യാങ് ബോസ്, റിപ്പയർ ബോസ്, ഇൻസ്പെക്ടർ, സ്പീഡ് ബോസ്. സെറ്റ് അല്ലേ? സെറ്റ് അല്ലേ? സെറ്റ് അല്ലേ മക്കളെ? വൺ സെക്കൻഡ്. റെഡിയല്ലേ? ഇത് പഠിക്കാതെ പോണ്ടേ, ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അങ്ങനെ ഇത് ഓരോന്നും പഠിച്ചു വെച്ചോ. സെറ്റ്? യെസ്. അപ്പൊ നോക്കിക്കോ, ആദ്യത്തെ നമുക്ക് പ്ലാനിങ് സെഷന്റെ ഈ 4 ആൾക്കാർ എന്താന്ന് പഠിച്ചു വെച്ചിരിക്കണം. നോക്കിക്കോ, ഇതും ഇമ്പോർട്ടന്റ് ആണ്. ഒന്നാമത് റൂട്ട് ക്ലർക്ക്. എന്താ റൂട്ട് ക്ലർക്ക്? ലേ ഡൗൺ ദ സീക്വൻസ് ഓഫ് ദ ഓപ്പറേഷൻ, അല്ലെ? നമ്മുടെ ഓപ്പറേഷൻ സീക്വൻസുകൾ, അല്ലെ? എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്, നമ്മുടെ ഓപ്പറേഷൻ എന്തൊക്കെയാണ് എന്ന് സെറ്റ് ചെയ്യുന്ന ആളാ, നമ്മളെ റൂട്ട് സെറ്റ് ചെയ്യുന്ന ആളാ റൂട്ട് ക്ലർക്ക്. ഓക്കെ, അങ്ങനെയെങ്കിലോ ഇൻസ്ട്രക്ഷൻ ക്ലർക്ക് എന്ന് പറഞ്ഞാൽ എന്താ? ഇൻസ്ട്രക്ഷൻ ആണ്, അല്ലെ? പ്രിപ്പയർ ഡീറ്റെയിൽഡ് ഇൻസ്ട്രക്ഷൻ റിഗാർഡിംഗ് ഡിഫറെന്റ് ആസ്പെക്ട്സ് ഓഫ് വർക്ക് സച്ച് ആസ് മെഷീൻസ്, ടൂൾസ് യൂസ്ഡ്, ടെക്നിക് എക്സെട്ര. ഉണ്ടല്ലോ, ടൂൾസ്, മെഷീൻസ്, ടെക്നിക്, ഇതിന്റെ ഒക്കെ ഇൻസ്ട്രക്ഷൻ നമുക്ക് കൃത്യമായിട്ട് ഇൻസ്ട്രക്ഷൻ തരുന്ന ആള്. ഓക്കെ, അങ്ങനെയെങ്കിലോ ടൈം ആൻഡ് കോസ്റ്റ് ക്ലർക്ക് ഉണ്ട്. ആ പേര് തന്നെ ഉണ്ടല്ലോ. സെൻസ് ഓൾ ഇൻഫർമേഷൻ റിലേറ്റിംഗ് ടു ദ പേ ഓഫ് ദ വർക്കേഴ്സ് ആൻഡ് ടു സെക്യൂർ പ്രോപ്പർ റിട്ടേൺ ഓഫ് വർക്ക് ഫ്രം ദം, അല്ലെ? അവരുടെ കോസ്റ്റുകൾ, അതുപോലെ തന്നെ ടൈം, ഓരോ ജോബിനും ഓരോരുത്തർ എടുക്കുന്ന ടൈം, കാര്യങ്ങൾ എല്ലാം നോക്കി അവരുടെ പേയ്മെന്റും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യുന്ന ആളുകൾ. ദെൻ ഡിസിപ്ലിനേറിയൻ, അല്ലെ? റൂളുകളും കാര്യങ്ങളും. ഡീൽ വിത്ത് കേസസ് ഓഫ് ബ്രീച്ച് ഓഫ് ഡിസിപ്ലിൻ ആൻഡ് ആബ്സെന്റീസം. അപ്പൊ ഡിസിപ്ലിനെയും ആബ്സെന്റീസവും നോക്കുന്ന ആള് ഡിസിപ്ലിനേറിയൻ. പഠിച്ചു വെച്ചോളാം. ഇത് 4 എന്താണ്? പ്ലാനിങ്ങിന്റെ അണ്ടറിൽ വരുന്ന ഫോർമാൻമാരാണ്. പ്ലാനിങ്. ഓക്കെ അല്ലേ? അങ്ങനെയെങ്കിൽ നമുക്ക് എന്ത് പഠിക്കാം? പ്രൊഡക്ഷന്റെ അണ്ടറിൽ വരുന്ന നോക്കിക്കോ. പ്രൊഡക്ഷന്റെ അണ്ടറിൽ വരുന്ന 4 ഫോർമാൻമാർ പഠിച്ചു വെച്ചേ. ഒന്നാമതാ ഗ്യാങ് ബോസ്. എന്താണ്? അസംബിൾ ആൻഡ് സെറ്റപ്പ് ടൂൾ ആൻഡ് മെഷീൻ ആൻഡ് ടീച്ച് ദ വർക്കേഴ്സ് ടു മേക്ക് ഓൾ ദെയർ വർക്ക് മോഷൻ ഇൻ ദ ബെസ്റ്റ് വേ. നമുക്കറിയാലോ, നമുക്ക് വേണ്ട മെഷീൻസ്, അല്ലെ? നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ എല്ലാത്തിനെയും, നമ്മുടെ മൂവ്മെന്റ് കാര്യങ്ങൾ എല്ലാത്തിനെയും നോക്കുന്ന, അസംബിൾ ചെയ്യുന്ന ആൾ. Then prepare ഉണ്ട്. Okay, ensure that each worker keep his good order, അല്ലെ? എല്ലാം ഓർഡറിലാണോ എന്നൊക്കെ ചെക്ക് ചെയ്യുന്ന ആള്. Then speed boss ഉണ്ട്. Ensure that machines run at their best speed and job completion on time. ആണല്ലോ, മെഷീൻസും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുന്ന ആള്. കൃത്യമായിട്ട് ടൈമിങ്ങിന് തന്നെയാണോ നടക്കുന്നത് എന്നൊക്കെ നോക്കുന്ന ആള്. Then ഇൻസ്പെക്ടർ, അല്ലെ? ഇൻസ്പെക്ഷൻ, നമ്മുടെ വർക്ക്, നമ്മുടെ ഗുഡ്സിന്റെ പ്രൊഡക്ഷന്റെ ക്വാളിറ്റി എന്നൊക്കെ ചെക്ക് ചെയ്യുന്ന ആള്. ആര്? ഇൻസ്പെക്ടർ. സെറ്റ് അല്ലേ മക്കളെ? ഇമ്പോർട്ടന്റ് ആണ്. പഠിച്ചു വെച്ചോളാ. ഓക്കെ, പഠിച്ചു വെക്കുക. വൺ സെക്കൻഡ് മക്കളെ, വൺ സെക്കൻഡ്. ഓക്കെ, പഠിച്ചു വെക്കുക. ഇമ്പോർട്ടന്റ്. റെഡി അല്ലേ? ഇത് ഓക്കെ അല്ലേ? ടൈലർ വേഴ്സ് ഫയോള് ചോദിക്കാൻ സാധ്യത ഇല്ല. പക്ഷെ എന്താ, രണ്ടും പഠിച്ചു വെക്കണം നിങ്ങൾ. രണ്ടും കൂടെ എന്താ ഡിഫൈൻ ചെയ്ത് എഴുതു, അല്ലെങ്കിൽ എന്താണ് ഡിഫറെന്റ് ആക്കി എഴുതു, അങ്ങനെയൊന്നും ചോദിക്കൂല. ഓക്കെ, അപ്പൊ പഠിച്ചു വെച്ചോളാ. ഈ കാര്യം പഠിച്ചു വെച്ചോളാ. അങ്ങനെയെങ്കിൽ മക്കളെ ഇതൊന്ന് മാച്ച് ചെയ്തേ. നോക്കിയേ, ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ അതിലേതാ? നമ്മൾ ഏതുമായിട്ട് മാച്ച് ചെയ്യും? നമ്മൾ ഏതുമായിട്ട് മാച്ച് ചെയ്യും? ഒന്ന് പറഞ്ഞേ. നമ്മൾ ഏതുമായിട്ട് മാച്ച് ചെയ്യും? ഡിസിപ്ലിൻ ഇതിലേതാണ്? റിസീവിങ് ഓർഡർ ഫ്രം ദ സുപ്പീരിയർ ആണോ? വൺ ഹെഡ് വൺ പ്ലാൻ ആണോ? ഒബീഡിയൻസ് ആണോ? സ്പെഷ്യലൈസേഷൻ ആണോ? ഗ്യാങ് പ്ലാൻ ആണോ? ഡിസിപ്ലിൻ
ഒന്ന് കറക്റ്റ്. ഒന്ന് ഏതാ? സോറി, അതെ കറക്റ്റ് സാർ, 4ലേക്ക് ആയിപ്പോയി. 3 ഏതാ? ഒബീഡിയൻസ് ആണ്. കറക്റ്റ്. സെറ്റ്. റെഡി? അങ്ങനെയെങ്കിൽ ഡിവിഷൻ ഓഫ് വർക്ക് ഇതിലേതാ? ഡിവിഷൻ ഓഫ് വർക്ക് ഏതാ? ഡിവിഷൻ ഓഫ് വർക്ക് വരിക ഒന്ന് പറഞ്ഞേ. ഡിവിഷൻ ഓഫ് വർക്ക് ഏതാ വരിക? ഡിവിഷൻ ഓഫ് വർക്ക് ഏതാ വരിക? ഡിവിഷൻ ഓഫ് വർക്ക് ഏതാ? ഡിവിഷൻ ഓഫ് വർക്ക് ഏതാ വരിക? യെസ്, നമുക്കറിയാം സ്പെഷ്യലൈസേഷൻ 4 സെറ്റ്. അങ്ങനെയെങ്കിൽ യൂണിറ്റി ഓഫ് ഡയറക്ഷൻ ഏതാ വരിക? യെസ്, ആരോ പറഞ്ഞു, സാറ് കണ്ടു യൂണിറ്റി ഓഫ് ഡയറക്ഷൻ. സി എങ്ങോട്ട് ചെയ്യണമെന്നുള്ള പറഞ്ഞു. യെസ്, അറിയാലോ. യെസ്, എന്താ ഡിവിഷൻ ഓഫ് വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സോറി, ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? യെസ്, 1 ഹെഡ് ആൻഡ് 1 പ്ലാൻ ആണ്. ഓക്കെ, അങ്ങനെയെങ്കിൽ സ്കേലാർ ചെയിൻ നമ്മൾ അങ്ങോട്ട് മാറ്റും. സിമ്പിൾ, അറിയാലോ. അവിടെ ആളുണ്ട്, ഗ്യാങ് പ്ലാൻ ഉണ്ട്. ദെൻ യൂണിറ്റി ഓഫ് കമാൻഡ് അല്ലെ, എവിടേക്ക് പോകും? യെസ്, റിസീവിംഗ് ഓർഡർ ഫ്രോം 1 സുപ്പീരിയറിലേക്ക് പോകും. റെഡിയല്ലേ? ഓക്കെ അല്ലേ? മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ചോദിക്കുക, ഇമ്പോർട്ടന്റ് ആണ്. അങ്ങനെയെങ്കിൽ ഹു ഈസ് നോ ആസ് ഫാദർ ഓഫ് സയന്റിഫിക് മാനേജ്മെന്റ്? ഓക്കെ, പറഞ്ഞേ, ആരാണ് മക്കളെ നമ്മുടെ സയന്റിഫിക് മാനേജ്മെന്റ് ഫാദർ? ഗിവ് ദ മീനിങ് ഓഫ് സയന്റിഫിക് മാനേജ്മെന്റ്. നെയിം എനി 2 ടെക്നിക് ഓഫ് സയന്റിഫിക് മാനേജ്മെന്റ്. യെസ്, സാർ പറഞ്ഞല്ലോ ടെക്നിക് പഠിച്ചിട്ട് പോയിക്കോളൂ കേട്ടോ. യെസ്, നമ്മുടെ സയന്റിഫിക് മാനേജ്മെന്റ് ടെക്നിക്ക് പഠിച്ചിരിക്കണം, പ്രിൻസിപ്പിൾസ് പഠിച്ചിരിക്കണം, ഫയോളിന്റെ പ്രിൻസിപ്പിൾസും പഠിച്ചിരിക്കണം. അത് പഠിക്കാതെ നിങ്ങൾ പോവേണ്ട. നോക്കിക്കേ, റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, യെസ്, ടൈലർ ആണ്. അപ്പൊ മീനിങ് എന്താ? സയന്റിഫിക് മാനേജ്മെന്റ് റെഫേഴ്സ് ടു ആപ്ലിക്കേഷൻ ഓഫ് സയന്റിഫിക് മെത്തേഡ് ടു ദ മാനേജ്മെന്റ് പ്രാക്ടീസ് അല്ലെ. ഇറ്റ് ഇൻവോൾവ് ദ റീപ്ലേസ്മെന്റ് ഓഫ് റൂൾ ഓഫ് തമ്പ് ഓർ ട്രയൽ ആൻഡ് എറർ മെത്തേഡ് ബൈ സയന്റിഫിക് ആൻഡ് സിസ്റ്റമാറ്റിക് അപ്രോച്ച് ഇൻ ഡിസിഷൻ മേക്കിംഗ്. നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലെ, നമ്മൾ പണ്ട് മുതലേ ട്രഡീഷണലി നമ്മൾ ഫോളോ ചെയ്ത് വരുന്ന നമ്മുടെ മെത്തേഡുകളും റൂളുകളൊക്കെ മാറ്റുക. എന്നിട്ടോ യെസ്, എന്താ പുതിയ സയന്റിഫിക് ആയിട്ടുള്ള യെസ് മെത്തേഡുകളും അപ്രോച്ചുകളൊക്കെ നമ്മൾ എന്താക്കുക, നമ്മുടെ മാനേജ്മെന്റിൽ ഉൾപ്പെടുത്തുക. അതാണ് എന്തെന്ന് മാനേജ്മെന്റ് പ്രിൻസിപ്പിൾ, അതായത് സയന്റിഫിക് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? ദ സയന്റിഫിക് മാനേജ്മെന്റ് മീൻസ് നോയിങ് എക്സാക്ട്ലി വാട്ട് യു വാണ്ട് അല്ലെ, നമുക്ക് എന്താണ് കറക്റ്റ് ആയിട്ട് വേണ്ടത്. ഓക്കെ, ടു ഡു എന്താ മെൻ ടു ഡു ആൻഡ് seeing that they do it in the best and cheapest way. ഒരു വ്യക്തി നമുക്ക് വേണ്ടി എന്താണ് അല്ലെങ്കിൽ നമുക്ക് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മൾ നോക്കുകയും അത് കൃത്യമായി ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുകയും ചെയ്യുക. അതാണ് ഇത്. സെറ്റ് അല്ലേ? ഓക്കെ അല്ലേ? പഠിച്ചു വെച്ചൂടാ, ഇമ്പോർട്ടൻറ്റ്. ഓക്കെ. അങ്ങനെയെങ്കിൽ ടെക്നിക് ഓഫ് സയന്റിഫിക് മാനേജ്മെന്റ് ആണ് അടുത്ത ഐറ്റം. പഠിച്ചു വെക്കണേ. ടെക്നിക് ഓഫ് സയന്റിഫിക് മാനേജ്മെന്റ് അറിയാലോ, ഒരു 7 എണ്ണം പഠിച്ചു വെക്കുക. ഒരു 4 പ്രിൻസിപ്പിൾസും 7 ടെക്നിക്കുമാണ് സയന്റിഫിക് മാനേജ്മെന്റ് ഉള്ളത്. ഓക്കെ അല്ലേ? അത് മറന്നു പോകാൻ പാടില്ല. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാൻ പാടില്ല. അപ്പൊ എന്താ? ഫങ്ഷണൽ ഫോർമാൻഷിപ്പ് ഒന്നാമത്തത്. ഇതെന്താ? സ്റ്റാൻഡർഡൈസേഷൻ ആൻഡ് സിംപ്ലിഫിക്കേഷൻ ഓഫ് വർക്ക് സെക്കൻഡ്. മെത്തേഡ് സ്റ്റഡി, മോഷൻ സ്റ്റഡി, ടൈം സ്റ്റഡി, ഫാറ്റിക് സ്റ്റഡി. ലാസ്റ്റ് ഡിഫറൻഷ്യൽ പീസ് വൈസ് സിസ്റ്റം. ഈ 7 എണ്ണമാണ് ഇവിടെ. യെസ്, നമുക്ക് എന്ത് പഠിക്കേണ്ടത്? ടെക്നിക്കായിട്ട് പഠിക്കേണ്ടത്. ഓർത്ത് വെക്കണം. അറിയാലോ? സെറ്റ് അല്ലേ? അറിയാലോ? ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ സെറ്റ്. അങ്ങനെയെങ്കിൽ ഇത് ഓരോന്നും ഫങ്ഷണൽ ഫോർമാൻഷിപ്പ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ. ഓക്കെ, നമ്മൾ നേരത്തെ ഫങ്ഷണൽ ഫോർമാൻഷിപ്പ് സെപ്പറേറ്റ് നമ്മൾ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അങ്ങനെയെങ്കിലോ സ്റ്റാൻഡർഡൈസേഷൻ ആൻഡ് സിംപ്ലിഫിക്കേഷൻ. എന്താണ് സ്റ്റാൻഡർഡൈസേഷൻ? നമ്മുടെ വർക്ക് സ്റ്റാൻഡേർഡ് ആയിട്ട് കീപ്പ് ചെയ്യുക. അറിയാലോ? പഠിച്ചിട്ടുണ്ടല്ലോ. ഓക്കെ, സിംപ്ലിഫിക്കേഷൻ എന്താ? അനാവശ്യമായിട്ടുള്ള വർക്കുകളൊക്കെ മാക്സിമം നമ്മൾ എന്താക്കുക? ഒഴിവാക്കുക. സാർ ഇത് ഫങ്ഷൻസ് ആണോന്നോ? ഫങ്ഷൻസ് അല്ല, സയന്റിഫിക് മാനേജ്മെന്റിന്റെ ടെക്നിക്കാണ്. ഓക്കെ സ്റ്റാൻഡർഡൈസേഷൻ ആൻഡ് സിംപ്ലിഫിക്കേഷൻ. മെത്തേഡ് സ്റ്റഡി, ബെസ്റ്റ് മെത്തേഡ്. ഒരു ജോബ് ചെയ്യേണ്ട ബെസ്റ്റ് മെത്തേഡ് നമ്മൾ കണ്ടുപിടിക്കുന്നു, മെത്തേഡ് സ്റ്റഡി. ഓക്കെ, പിന്നെയോ മോഷൻ സ്റ്റഡി. നമ്മൾ നേരത്തെ പറഞ്ഞു മൂവ്മെന്റ്സിനെ കുറിച്ചുള്ള സ്റ്റഡിയാണ് അല്ലെ. ആളുകളുടെ നമ്മുടെ റോ മെറ്റീരിയൽസിന്റെ എല്ലാ മൂവ്മെന്റ്സ് ആണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, പിന്നെയോ ടൈം സ്റ്റഡി. ഒരു ജോബ് ചെയ്ത് തീർക്കാനുള്ള ടൈമിനെ കുറിച്ച് അല്ലെ, നമ്മുടെ ആക്ച്വൽ ടൈം നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുക. ഓക്കെ, അങ്ങനെയെങ്കിൽ ഫാറ്റിക് സ്റ്റഡി അറിയാലോ. ഓരോ എംപ്ലോയീസിനും എത്ര ടൈം ഇന്റർവെല്ല് വേണം എന്ന് നമ്മൾ പഠിച്ചു വെക്കണം, നോക്കി വെക്കുന്നതാണ് ഇത് ഫാറ്റിക് സ്റ്റഡി.
Then last, differential piece rate system. ഓരോരുത്തർക്കും എത്ര എമൗണ്ട് നമ്മൾ സാലറി ആയിട്ട് കൊടുക്കണം. റെഡി അല്ലേ? സെറ്റ് അല്ലേ? ഓർത്ത് വെച്ചോളാം. ഓക്കെ ദെൻ അപ്പോൾ ആ കാര്യങ്ങൾ പഠിച്ചു വെക്കുക. സയന്റിഫിക് മാനേജ്മെന്റ് ടെക്നിക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് റൈറ്റ് ഷോർട്ട് നോട്ട് ഓൺ ദ പ്രിൻസിപ്പിൾസ് ഓഫ് സയന്റിഫിക് മാനേജ്മെന്റ്. അറിയാലോ, സയന്റിഫിക് മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസിനെ കുറിച്ച് ഷോർട്ട് നോട്ട് ചെയ്ത് കണ്ടല്ലോ. 8 മാർക്കിന് 2 തവണ, അതുപോലെ തന്നെ 5 മാർക്കിനൊക്കെ 2 തവണ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അറിയാലോ, പ്രിൻസിപ്പിൾസ് അറിയാലോ, 4 എണ്ണമാണ് സയന്റിഫിക് മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് ആയിട്ട് വരുന്നത്. സയന്റിഫിക് മെത്തേഡ്, നോട്ട് റൂൾ ഓഫ് തമ്പ്. Harmony, not discord. Cooperation, not individualism. Then the development of each and every person to his or her greatest efficiency and prosperity. Simple. പഠിച്ചോളാം. ഓക്കെ, അപ്പോ പ്രിൻസിപ്പിൾസ് ഓർത്ത് വെക്കുക. ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ്. റെഡിയല്ലേ? ഓക്കെ, സെറ്റ്. അങ്ങനെയെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. നോക്കിക്കോ, അടുത്ത ക്വസ്റ്റ്യൻ ഇതുവരെ നമ്മൾ പറയാത്ത ക്വസ്റ്റ്യൻ. അത് ഏതായിരിക്കും അറിയാലോ? ഫയോൾ. എക്സ്പ്ലെയിൻ എനി 4 പ്രിൻസിപ്പിൾസ് ഓഫ്. നോക്കിക്കോ, പല ക്വസ്റ്റ്യൻസും ആണ്, പല എന്താണ് ഇയറിലെ ക്വസ്റ്റ്യൻ ആണ്. എക്സ്പ്ലെയിൻ എനി 4 പ്രിൻസിപ്പിൾസ് ഓഫ് ജനറൽ മാനേജ്മെന്റ്. യെസ്, ജനറൽ മാനേജ്മെന്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫയോളിന്റെ പ്രിൻസിപ്പിൾ ആണ് യെസ് നമ്മൾ എഴുതേണ്ടത്. ഓക്കെ, അപ്പൊ കൺഫ്യൂഷൻ വേണ്ട. ജനറൽ മാനേജ്മെന്റിന്റെ പ്രിൻസിപ്പിൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫയോളിന്റെ പ്രിൻസിപ്പിൾ ആണ് മക്കൾ എഴുതേണ്ടത്. 14 പ്രിൻസിപ്പിൾസ്. അപ്പൊ ഇനി ഏതെങ്കിലും 4 പ്രിൻസിപ്പിൾസ് എഴുതു എന്നാ ചോദിച്ചിട്ടുള്ളത്. 2021 റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. അടുത്തത് briefly explain any 8 principles of management given by Henry Fayol. ഉണ്ടല്ലോ, ഹെൻറി ഫയോളിന്റെ ഏതെങ്കിലും 8 എണ്ണം എഴുതുക. 2022 ക്വസ്റ്റ്യൻ ഒക്കെ ചോദിച്ചിട്ടുണ്ട് 8 മാർക്കിന്. Then they briefly describe the following principles of management suggested by Henry Fayol. നോക്കിയതാ, യൂണിറ്റി ഓഫ് കമാൻഡ്, ഇക്വിറ്റി, ഓർഡർ, ഡിസിപ്ലിൻ, അതുപോലെ തന്നെ ഡിവിഷൻ ഓഫ് വർക്ക്. കണ്ടല്ലോ. യെസ്, എല്ലാ വർഷവും ചോദിക്കുന്നതാണ്. സോ മിസ്സാക്കണ്ട, പഠിച്ചു വെച്ചോളാ. 14 എണ്ണവും എന്താണ് എന്നുള്ളത് പഠിക്കാതെ നാളെ ആരും എക്സാമിന് പോവേണ്ട. ഇത് എസ് ആയിട്ട് ചോദിച്ചിട്ടില്ലെങ്കിലും എന്തായാലും ചോദിക്കും. 2 മാർക്ക് 3 മാർക്ക് ഒക്കെ ചോദിക്കും. ഇമ്പോർട്ടൻ്റ് ആണ്. ക്വസ്റ്റ്യൻ മാത്രം പഠിച്ചാൽ പോരാ, ആ ക്വസ്റ്റ്യനിന്റെ ആൻസർ എന്തെന്ന് കൂടെ കൃത്യമായി പഠിച്ചു വെക്കണം, എന്നാ മാർക്ക് കിട്ടും. ഓക്കെ, അപ്പൊ അറിയാലോ 14 ഡിവിഷൻ ഓഫ് വർക്ക്, അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി, ഡിസിപ്ലിൻ, യൂണിറ്റി ഓഫ് കമാൻഡ് ആൻഡ് ഡയറക്ഷൻ, subordination of individual interest to general interest, remuneration, centralization and decentralization. പിന്നെ എന്താ, സ്കേലാർ ചെയിൻ ഉണ്ട്, ഓർഡർ, ഇക്വിറ്റി, സ്റ്റെബിലിറ്റി ഓഫ് ടെന്യൂർ ഓഫ് പേഴ്സൺ, ഇനീഷ്യേറ്റീവ് ആൻഡ് സ്പിരിറ്റ് ഡീകോപ്സ്. 14 എണ്ണവും എന്താണെന്ന് അറിയാതെ ആരും നാളെ പോവാൻ നിൽക്കണ്ട. എസ് ആയിട്ട് ചോദിച്ചിട്ടില്ലെങ്കിലും മക്കളെ നിങ്ങൾക്ക് 2 മാർക്ക് 3 മാർക്ക് 4 മാർക്ക് ക്വസ്റ്റ്യനിലൊക്കെ ഉണ്ടാവും. അപ്പൊ ഇത് പഠിക്കാതെ പോവേണ്ട. സെറ്റ് അല്ലേ? ഓക്കെ അല്ലേ? റെഡി അല്ലേ? ഓക്കെ, സെറ്റ്. അപ്പൊ ഇതിൽ നിന്നും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് നിങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചിരിക്കേണ്ട പോർഷൻസ് ഏതൊക്കെയാണ് എന്നുള്ളത്. അപ്പൊ നോക്കിക്കോ, ഒരു ലാസ്റ്റ് ടൈം റിവിഷൻ ഒക്കെ വേണ്ടിയിട്ട് മക്കൾ നോക്കി വെച്ചോളാ. നമ്മളെ ടൈലർ. ഓക്കെ, ടൈലറുടെ പ്രിൻസിപ്പിൾ നോക്കുക, ടെക്നിക്ക് നോക്കുക. ഓക്കെ, പഠിച്ചോളുക. പോയിന്റ് ഓർത്ത് വെച്ച് പോയാൽ മതി. ദെൻ ഫയോളിന്റെ പ്രിൻസിപ്പിൾ പഠിച്ചോളുക. ഓക്കെ, ഇത് പഠിക്കാതെ ആരും പോവേണ്ട. പിന്നെ ജസ്റ്റ് എന്താണ് മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് മീനിങ്, അതുപോലെ തന്നെ നമ്മൾ ഫസ്റ്റ് ചെയ്തു എന്തെന്ന് നമ്മുടെ കുറച്ച് ക്വസ്റ്റ്യൻസ്, അതായത് നമ്മൾ 1 വേർഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ. മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസിന്റെ ഫീച്ചേഴ്സ്, ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ ഉൾപ്പെടുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊന്നും മറക്കണ്ട. ഫീച്ചേഴ്സ് അതുപോലെ തന്നെ ക്യാരക്ടറിസ്റ്റിക്സ് ഒന്നും ആരും വിട്ടു പോണ്ട. പെട്ടെന്ന് തീർക്കണേ, ലൈവ് പെട്ടെന്ന് തീർക്കും. കഴിഞ്ഞു ഫസ്റ്റ് ചാപ്റ്റർ, നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ കഴിഞ്ഞു. സെക്കൻഡ് ചാപ്റ്റർ അപ്പൊ ഇത്രയും കാര്യങ്ങൾ മക്കളൊന്ന് ഓടിച്ച് നോക്കി പോയിക്കോളുക. ലാസ്റ്റ് ടൈം പ്രിപ്പറേഷൻ ആയിട്ട് ഈ കാര്യങ്ങളൊന്ന് ഓടിച്ച് നോക്കി പോയിക്കോളുക. ഓക്കെ, സെറ്റ്, റെഡി. ഓക്കെ, അങ്ങനെയെങ്കിൽ
അങ്ങനെയെങ്കിൽ നമുക്ക് നാലാമത്തെ ചാപ്റ്റർ ഉണ്ടല്ലോ പ്ലാനിങ്. നാലാമത്തെ ചാപ്റ്റർ ഉണ്ടല്ലോ പ്ലാനിങ് പ്ലാനിങ് പ്ലാനിങ്. ആ പ്ലാനിങ്ങിലേക്ക് പോവാം, പ്ലാനിങ്ങിലേക്ക് പോവാം, ആ പ്ലാനിങ്ങിലേക്ക് പോവാം. പ്ലാനിങ് ശ്രദ്ധിച്ചേ. പ്ലാനിങ്ങിൽ മക്കളെ നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ ആയിട്ടുള്ള പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റും പ്ലാനിങ്ങിലൊക്കെ ആകെ വിരളിൽ എണ്ണാവുന്ന കാര്യങ്ങളെ നമുക്ക് പഠിക്കാനുള്ളൂ. ഓക്കെ, ആകെ വിരളിൽ എണ്ണാവുന്ന കാര്യങ്ങൾ കൃത്യമായിട്ടുണ്ട്. പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് നമ്മൾ എന്തൊക്കെയാണ് പഠിക്കുന്നത്? എന്താണ് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ്, അതിന്റെ ഫീച്ചേഴ്സും ക്യാരക്ടറിസ്റ്റിക്സും നമ്മളൊന്നും പറയുന്നു. പിന്നെ നേരെ പോകുന്ന സയന്റിഫിക് മാനേജ്മെന്റ് അതിന്റെ ടെക്നിക്കിലേക്കും അതിന്റെ പ്രിൻസിപ്പിളിലേക്കാണ്. അത് കഴിഞ്ഞാൽ നേരെ ഫയോളിന്റെ 14 പ്രിൻസിപ്പിളിലേക്ക് പോകുന്നു, കഴിഞ്ഞു. അതേപോലെ തന്നെയാണ് നമ്മളെ പ്ലാനിങ് എന്ന് പറയുന്ന ചാപ്റ്ററും. എന്താണ് പ്ലാനിങ്, പ്ലാനിങ്ങിന്റെ ഫീച്ചേഴ്സ്, ലിമിറ്റേഷൻസ്, ഇമ്പോർട്ടൻസ് പറയുന്നു. അതിനുശേഷം നമ്മൾ എന്താ പ്ലാനിങ്ങിന്റെ പ്രോസസ്സ് പറയുന്നു, പ്ലാനിങ്ങിന്റെ ടൈപ്പ് പറയുന്നു. കഴിഞ്ഞു അത്രേ ഉള്ളൂ. സോ അത് നിങ്ങൾക്ക് നല്ല വൃത്തിക്ക് പഠിച്ചു വെക്കാം. മറ്റ് ചാപ്റ്ററുകൾ പോലെ ഒരുപാട് സബ് കണ്ടന്റുകളും അല്ലാണ്ട് ഒരുപാട് ഇങ്ങനെ ഡൈവേർട്ട് ചെയ്ത് പോകുന്ന കണ്ടന്റ് ഒന്നും ഈ 2 ചാപ്റ്ററുകളിലും ഇല്ല. സിമ്പിൾ ആണ് മക്കൾക്ക് പഠിക്കാൻ. ഓക്കെ, സാറ് തന്നിട്ടുള്ള എന്താണ് ഷോർട്ട് നോട്ട് ഒക്കെ യൂസ് ചെയ്താൽ നിങ്ങൾക്ക് അത്രയ്ക്ക് എളുപ്പത്തിൽ പഠിക്കാൻ പറ്റും. ഓക്കെ, നോട്ട് ഇട്. ഏത് നോട്ടാ വേണ്ടത്? ഈ നോട്ടാണോ? ഈ നോട്ട് നമുക്ക് ഇപ്പൊ ലൈവ് കഴിഞ്ഞിട്ടല്ലേ ഇടാൻ പറ്റുള്ളൂ. യെസ്, ഇടാം. സെറ്റ്. ഇന്നലത്തെ നോട്ടാണെങ്കിൽ മക്കളെ ഇന്നലത്തെ ലൈവിന്റെ അടിയിൽ ലിങ്ക് കയറി നോക്കിയാൽ മതി, അവിടെ ഉണ്ടാവും. അവിടെയാണ് ലൈവ് എന്നാ നോട്ടുള്ളത്. നിങ്ങൾ കമ്മ്യൂണിറ്റിയിൽ കയറേണ്ട, കമ്മ്യൂണിറ്റി ബാൻ ആയിപ്പോയി. അതുകൊണ്ടാണ് ഇന്നലെ ആർക്കും ജോയിൻ ചെയ്യാൻ പറ്റാത്തത്. അതെ, കൺട്രോളിങ്ങും ഷോർട്ടാണ്. യെസ്റ്റർഡേ നോട്ടടാ ഇന്നലത്തെ ലൈവിന്റെ ലിങ്ക് ആയിട്ടുണ്ട്. ലിങ്ക് ആയിട്ട് നമ്മൾ അതിന്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, റെഡി? അങ്ങനെ ഇതാ എ പ്ലാൻ ഡെവലപ്ഡ് ഫോർ വൺ ടൈം ഇവന്റ് ഈസ് കോൾഡ്. ഇതിന്റെ ആൻസർ ഒന്ന് പറഞ്ഞേ. അറിയാലോ, സാർ നെയിം എന്താണോ? യദു എന്നാണ് സാറിന്റെ പേര്. ഓക്കെ, സെറ്റ് അല്ലേ മക്കളെ? എന്തായത് മക്കളെ? കുറെ ആൾക്കാരെയും വരാണ്ടല്ലോ മക്കളെ. എല്ലാ ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേ. +2 പഠിക്കുന്നത് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേ. വേഗം ഒന്ന് പെട്ടെന്ന് ഷെയർ ചെയ്ത് കൊടുത്തേ. യെസ്, പെട്ടെന്ന് എല്ലാവരും ഒന്ന് വിളിച്ചിട്ട് വന്നേ. എന്താ നമുക്ക് പഠിക്കണ്ടേ? കൊമേഴ്സുകാർ ഇങ്ങനെ പിന്നിലായാലും എങ്ങനെയാ ശരിയാവുക? നന്നായിട്ട് പഠിക്കണ്ടേ, നല്ല മാർക്ക് വാങ്ങണ്ടേ? കൊമേഴ്സിലെ ഒരു ഫീച്ചർ, ഒരു ഫ്യൂച്ചർ അത് നിങ്ങൾക്ക് വേണം. അത് നിങ്ങൾ ആ +1 +2 കൊമേഴ്സിനെ നന്നായിട്ട് സീരിയസ് ആയിട്ട് കാണുക, പഠിക്കുക. ഓക്കെ, കൊമേഴ്സിൽ PG കഴിഞ്ഞിട്ടുള്ള ആളാ സാറ്. +1 +2 നന്നായിട്ട് പഠിക്കാത്തതിന്റെ ഒരുപാട് പ്രശ്നങ്ങൾ ഫേസ് ചെയ്ത് പഠിച്ചിട്ടുണ്ട് സാറിന്. ആ ഒരു എക്സ്പീരിയൻസ് എന്നാ സാറ് പറയുന്നത്. ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? ഈ ഒരു +1 +2 ഐ മീൻ നമ്മൾ കൊമേഴ്സ് എടുത്ത കുട്ടികൾ ഓക്കെ തീരും സീരിയസ് അല്ലാതെ കാണരുത്. റിക്വസ്റ്റ് ആണ്. ഓക്കെ, യെസ്. അപ്പൊ ശ്രദ്ധിച്ചോ, എന്താ ഇതിന്റെ ആൻസർ ഒന്ന് പറഞ്ഞേ. സോറി ഇതിന്റെ ആൻസർ ഒന്ന് പറഞ്ഞേ മക്കളെ. പ്ലാൻ ഡെവലപ്ഡ് ഫോർ എ വൺ ടൈം ഇവന്റ്. വൺ ടൈം ഇവന്റിന് വേണ്ടി നമ്മൾ സെറ്റ് ചെയ്യുന്ന പ്ലാനിനെ നമ്മൾ പറയുന്ന പേര് എന്താണ്? ഒന്ന് പറഞ്ഞേ. പ്ലാൻ എ ആ ബെസ്റ്റ്. എന്താണ് ആ പ്ലാൻ? അതെ, ഏതാ? സിംഗിൾ യൂസ് പ്ലാൻ ആണ്. കറക്റ്റ്, സിംഗിൾ യൂസ് പ്ലാൻ ആണ്. വൺ ടൈം. ഓക്കെ, വൺ ടൈം എന്ന് പറഞ്ഞാൽ സിംഗിൾ യൂസ് പ്ലാൻ ആണ്. പഠിച്ചു വെച്ചോളാ. ഇമ്പോർട്ടന്റ് ആണ്. ആ പ്ലാൻ ബി എന്നൊക്കെ എഴുതി വെച്ചോളണ്ടി നാളെ. ഓക്കെ, പ്ലാൻ ബി എന്നൊക്കെ നാളെ പോയിട്ട് എഴുതി വെക്കണം, നോട്ടിൽ എഴുതി വെക്കണം, ആൻസർ ഷീറ്റിൽ എഴുതി വെക്കണം. യെസ്, അടിപൊളിയാവും. ഓക്കെ, സെറ്റ്, റെഡി? അങ്ങനെയെങ്കിൽ ഐഡന്റിഫൈ ദ ടൈപ്പ് ഓഫ് പ്ലാൻ which specify the step to be carried out in different business activity in a sequential order. പറഞ്ഞേ ഏതാണ്? ഐഡന്റിഫൈ ഏത് പ്ലാൻ ആണ് നമ്മളൊരു സ്പെസിഫിക് അല്ലെങ്കിൽ സ്റ്റെപ്സിന് അല്ലെങ്കിൽ എന്താ ഒരു സീക്വൻഷ്യൽ ഓർഡറിനെ സ്പെസിഫൈ ചെയ്യുന്ന ആ പ്ലാൻ. അത് ഏത് ടൈപ്പ് പ്ലാൻ ആണ്? ഏതാണ് ആ പ്ലാന്? യെസ്, പ്രോഗ്രാം ഉണ്ട്, പ്രൊസീജിയർ ഉണ്ട്, മെത്തേഡ് ഉണ്ട്, സ്ട്രാറ്റജി ഉണ്ട്. ഏതാണ്? യെസ് മക്കളെ, ബി ആണ്. ആരോ സി പറഞ്ഞു. പ്രൊസീജിയർ ആണ്. സി അല്ല, മെത്തേഡ് അല്ല, പ്രൊസീജിയറിലാണ് എന്തെന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ സ്പെസിഫൈ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അങ്ങനെയെങ്കിൽ ശ്രദ്ധിച്ചോ. ഐഡന്റിഫൈ ദ ടൈപ്പ് ഓഫ് പ്ലാൻ ഇൻ വിച്ച് ദ മൂവ്മെന്റ് ഓഫ് കോമ്പറ്റീറ്റേഴ്സ് ഇസ് കൺസിഡേർഡ്. ആണല്ലോ, കോമ്പറ്റീറ്റേഴ്സിന്റെ മൂവ്മെന്റ് കൺസിഡർ ചെയ്യുന്ന നമ്മുടെ പ്ലാൻ അതേതാ? നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ മിലിറ്ററി ടേമിൽ നിന്നെല്ലാം വന്നിട്ടുള്ള ആ ഒരു പ്ലാൻ ഏതാണ്?
ഏതാണ്? ഓ പെട്ടെന്നുണ്ട്, നോട്ടൊക്കെ പെട്ടെന്നുണ്ട്. ഓക്കെ, ഏതാണ്? യെസ്, ബി പറയുന്നത് പോളിസി ഉണ്ട്, സ്ട്രാറ്റജി ഉണ്ട്, മെത്തേഡ് ഉണ്ട്, റൂൾ ഉണ്ട്. യെസ്, ഏതാണ്? ബി ആണ്, സ്ട്രാറ്റജി ആണ്. യെസ്, പക്ക സെറ്റ്. ഓർത്തേക്കണേ, ഇമ്പോർട്ടന്റ്. പൊളി പൊളി പൊളി. അങ്ങനെയെങ്കിലോ ദ അസംപ്ഷൻ ഓൺ ദ ഫ്യൂച്ചർ upon which plan are based are called. ഓക്കെ, അപ്പൊ പറഞ്ഞേ ഫ്യൂച്ചർ. ഓക്കെ, അസംപ്ഷൻ ഓൺ ദ ഫ്യൂച്ചർ, ഈ ഒറ്റ ടേം എന്ന് കിട്ടും അല്ലെ. അസംപ്ഷൻ ഓൺ ദ ഫ്യൂച്ചർ പ്ലാൻ ആർ ബേസ്ഡ് ഓൺ ഡാഷ് അല്ലെ. എന്താണ് ഇതിനെ പറയാം? യെസ്, ഫ്യൂച്ചറിനെ കുറിച്ചുള്ള അസംപ്ഷനെ യെസ് നമ്മൾ പറയുന്ന പേരാണ് ഏത്? നമ്മുടെ പ്ലാനിംഗ് പ്രോസസ്സിലെ രണ്ടാമത്തെ ഐറ്റം ഏത്? പ്ലാനിംഗ് യെസ് പ്രിമൈസസ്. കിട്ടണം കിട്ടണം, ഇതേപോലെ കിട്ടണം. യെസ്, പൊളി 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 പൊളി. അങ്ങനെയെങ്കിൽ നോ സ്മോക്കിംഗ് ഇൻസൈഡ് ദ പ്രിമൈസസ് ബിലോങ്ങിങ് ടു ഡാഷ് ടൈപ്പ് ഓഫ് റൂൾ. ഒന്ന് പറഞ്ഞേ സാർ, ഇന്നലെയും കൂടെ പറഞ്ഞിട്ടുണ്ട് അല്ലെ. എന്താണ് നോ സ്മോക്കിംഗ്? ഇതെന്താണ് നോ സ്മോക്കിംഗ് എന്ന് പറയുന്നത്? ഏത് ടൈപ്പ്? ഏത് ടൈപ്പാ? യെസ്, റൂളാണ്. അയ്യോ, അറിയുമല്ലേ ഉള്ളേ, റൂളാണ്. സെറ്റ്. യെസ്, ഓർമ്മണ്ടാവണേ. അങ്ങനെയെങ്കിൽ ഡാഷ് ഈസ് എ സിംഗിൾ യൂസ് പ്ലാൻ. അതൊന്ന് പറഞ്ഞേ. ഇതിലേതാ മക്കളെ സിംഗിൾ യൂസ് പ്ലാൻ? ഒന്ന് പറഞ്ഞേ, ഇതിലേതാ സിംഗിൾ യൂസ് പ്ലാൻ? പോളിസി ആണോ, ബഡ്ജറ്റ് ആണോ, പ്രൊസീജിയർ ആണോ, സ്ട്രാറ്റജി ആണോ? സിംഗിൾ യൂസ് പ്ലാൻ ഒന്ന് പറ. ഇതിൽ ഏതാണ് സിംഗിൾ യൂസ് പ്ലാൻ? ഏതാ സിംഗിൾ യൂസ് പ്ലാൻ? സിംഗിൾ യൂസ് പ്ലാൻ. ഏതാ കറക്റ്റ്? ബഡ്ജറ്റ് ആണ്. ഏതാണ്? ബഡ്ജറ്റ് ആണ്. കറക്റ്റ്, ബഡ്ജറ്റ് ആണ് സിംഗിൾ യൂസ് പ്ലാൻ. ഓർത്ത് വെച്ചോളാം. ആ ലിസ്റ്റ് സാർ തരാം. ഓക്കെ, സാർ തരാം. വൺ സെക്കൻഡ്. അത് നമുക്ക് പറയാം കേട്ടോ. 1 സെക്കൻഡ്, സാർ അത് കൃത്യമായിട്ട് പറഞ്ഞുതരാം. യെസ്, നിങ്ങൾ പഠിച്ചു വെക്കേണ്ട കാര്യം. ഓക്കെ, അടുത്തതാ റൈറ്റ് എ നോട്ട് ഓൺ പ്ലാനിംഗ് പ്രിമൈസസ്. അറിയാലോ, പ്ലാനിംഗ് പ്രിമൈസസിനെ കുറിച്ച് ഒരു നോട്ട് ചെയ്താൽ 2 മാർക്കിനും 3 മാർക്കിനും ഒക്കെ ചിലപ്പോൾ അതുപോലെ ചോദിക്കും. റെഡി? അപ്പൊ അറിയാലോ, പ്ലാനിംഗ് പ്രിമൈസസ് നമ്മൾ ഇപ്പൊ പറഞ്ഞു. എന്താണ്? പ്ലാനിംഗ് ഈസ് കൺസേൺഡ് വിത്ത് ദ ഫ്യൂച്ചർ ഈസ് future is uncertain and every planner is using conjecture about what might happen in future. അല്ലെ, എന്താണ് ഭാവിയിൽ സംഭവിക്കുക എന്നുള്ളത് നമ്മളൊന്ന് നോക്കും അല്ലെ. therefore the managers is required to make certain assumption about the future. so എന്താണ് നമ്മുടെ ഭാവിയിലേക്ക് എന്ത് സംഭവിക്കും എന്നതിനെ കുറിച്ചുള്ള ഒരു അസംപ്ഷൻ നമുക്ക് വേണം. these assumption are called premises. ഓർത്ത് വെക്കണേ. ഓക്കെ, ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അങ്ങനെയെങ്കിൽ ലിസ്റ്റ് ഔട്ട് എനി 2 ലിമിറ്റേഷൻ ഓഫ് പ്ലാനിംഗ്. പ്ലാനിങ്ങിന്റെ ലിമിറ്റേഷൻസ് എഴുതുക. ഓക്കെ, ഔട്ട്ലൈൻ എനി 5 ലിമിറ്റേഷൻ ഓഫ് പ്ലാനിംഗ് ഇൻ ഡീലിംഗ്. എക്സ്പ്ലെയിൻ എനി 5 ലിമിറ്റേഷൻ ഓഫ് പ്ലാനിംഗ്. ആണല്ലോ, ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഒരുപാട് തവണ ക്വസ്റ്റ്യൻ ആണ്. പ്ലാനിങ്ങിന്റെ ലിമിറ്റേഷൻസ് എഴുതുക. റിപ്പീറ്റ് ആയിട്ട് വന്നിട്ട് 24 ചോദിച്ചിട്ടുണ്ട്, 20 ചോദിച്ചിട്ടുണ്ട്. റിപ്പീറ്റ് ആയി ചോദിക്കുന്നതാണ്. 4 പോയിന്റേ ഉള്ളൂ പ്ലാനിംഗ്. ഓർത്ത് വെച്ചോളാം. റിജിഡ് ആണ്, വളരെ ഹ്യൂജ് കോസ്റ്റ് ആണ്, ടൈം കൺസ്യൂമിംഗ് പ്രോസസ് ആണ്, ദെൻ ഡസ് നോട്ട് ഗ്യാരണ്ടി സക്സസ് ആണ്. ഓർത്ത് വെക്കൂലേ? റിജിഡിറ്റി, ടൈം കൺസ്യൂമിംഗ്, ഹൈ കോസ്റ്റ് ആൻഡ് നോട്ട് ഗ്യാരണ്ടി നോട്ട് ഗ്യാരണ്ടി സക്സസ്. പെട്ടെന്ന് കഴിയും, പേടിക്കേണ്ട. പെട്ടെന്ന് കഴിയും. ഇതൊക്കെയല്ലേ സെറ്റ് അല്ലേ? റെഡി അല്ലേ? പ്ലാനിങ്ങിന്റെ ലിമിറ്റേഷൻ പഠിച്ചിട്ട് പോയിക്കോളാം. ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചിട്ട് പോയിക്കോളാം. ഓക്കെ, അങ്ങനെയെങ്കിൽ ഡിസ്ക്രൈബ് ദ വേരിയസ് സ്റ്റെപ്പ് ഇൻ ദ പ്രോസസ് ഓഫ് പ്ലാനിങ്. അടുത്തത് പ്ലാനിങ്ങിന്റെ വേരിയസ് പ്രോസസ്. അറിയാലോ, സിമ്പിൾ അല്ലേ? നോക്കിയേ, 2021, 22 ഒക്കെ ചോദിച്ചിട്ടുണ്ട്. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. അതെ, വരട്ടെ. യെസ്, ഏതൊക്കെയാണ് പ്ലാനിങ്ങിന്റെ ഏതൊക്കെയാ പ്ലാനിങ്ങിന്റെ പ്രോസസ്സുകൾ? സിമ്പിൾ ആണ്. ആദ്യം നമ്മൾ എന്താ, ഒരു ഒബ്ജക്റ്റീവ് അങ്ങോട്ട് സെറ്റ് ചെയ്യുന്നു. പിന്നെയോ ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്താൽ നമ്മൾ ഇപ്പൊ പറഞ്ഞു എന്താ? യെസ്, നമ്മൾ പ്രിമൈസസ് അല്ലെ, അസംപ്ഷൻ ഉണ്ടാക്കും ഫ്യൂച്ചറിനെ കുറിച്ച്. അങ്ങനെ ഒരു അസംപ്ഷൻ ഉണ്ടാക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ആൾട്ടർനേറ്റീവ് കോഴ്സ് ഓഫ് ആക്ഷൻ കിട്ടും അല്ലെ. നമുക്ക് നമ്മുടെ ഒബ്ജക്റ്റീവ് എത്താനുള്ള ഒരുപാട് ആക്ഷൻസ് അല്ലെ, നമ്മൾ പോകേണ്ട ഒരുപാട് മെത്തേഡുകൾ അല്ലെങ്കിൽ റൂട്ടുകൾ നമ്മളെ മുന്നിലേക്ക് ഉണ്ടാവും അല്ലെ. അത് നമുക്ക് എന്താക്കാം? ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. സോ അങ്ങനെ ഒരുപാട് റൂട്ടുകൾ നമ്മുടെ മുന്നിലേക്ക് ഉണ്ടായാൽ നമുക്ക് എന്താ ചെയ്യാൻ പറ്റും? യെസ്, ഇവാലുവേറ്റ് ചെയ്യണം അല്ലെ. ആ ഓരോ റൂട്ടിനെ നമ്മൾ എന്ത് ചെയ്യണം? ഇവാലുവേറ്റ് ചെയ്യണം. ഓക്കെ, എന്തിനാ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നത്? അതിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള, നമുക്ക് ഏറ്റവും സ്യൂട്ട് ആയിട്ടുള്ള ബെസ്റ്റ് മെത്തേഡ് ഏത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടല്ലേ. യെസ്, അങ്ങനെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നതിലൂടെ നമുക്ക് ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് ഏത് എന്ന് മനസ്സിലാവും. അത് നമ്മൾ എന്ത് ചെയ്യുന്നു? അങ്ങോട്ട് സെലക്ട് ചെയ്യുന്നു. സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? യെസ്, ആ ഒരു പ്ലാൻ അങ്ങോട്ട് ഇംപ്ലിമെന്റ് ചെയ്യണം.
ഇംപ്ലിമെന്റ് ചെയ്യുക മീൻസ് നടപ്പിലാക്കുക അല്ലെ. അത് നടപ്പിലാക്കിയാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? യെസ്, അത് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം അല്ലെ, ഒന്ന് ഫോളോ അപ്പ് ചെയ്യുക. ഐ മീൻ എന്താണ്, ഒന്ന് റിവ്യൂ ചെയ്ത് നോക്കുക. നമ്മൾ അതിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാണ്ടോ അല്ലെ, എക്സ്ട്രാ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്യാണ്ടോ, അങ്ങനെ നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നു. ഫോളോ അപ്പ് ദ ആക്ഷൻ. സെറ്റ് അല്ലേ? റെഡി അല്ലേ? റെഡി അല്ലേ? അപ്പൊ പഠിച്ചു വെച്ചോളുക, നമ്മുടെ പ്ലാനിങ്ങിന്റെ പ്രോസസ്സുകൾ പഠിച്ചു വെച്ചോളുക, പഠിച്ചു വെച്ചോളുക, പഠിച്ചു വെച്ചോളുക. ഓഹോയ്, റെഡി 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 ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ മക്കളെ? റെഡി അല്ലേ? സീൻ ക്ലാസ് ആണ്, ക്ലാസ് ഒക്കെ സീനാണ്, അതൊക്കെ ഓക്കെ. നിങ്ങൾ പഠിക്കണം ഈ കാര്യങ്ങൾ. ഓക്കെ, നമ്മൾ എങ്ങനെ വേണമെങ്കിലും ക്ലാസ് എടുക്കും, എന്ത് കളി കളിച്ചിട്ട് നമ്മൾ ക്ലാസ് എടുക്കും. ക്ലാസ് ഒക്കെ അടിപൊളിയായിരിക്കും. പക്ഷെ നിങ്ങളത് പഠിക്കാതിരുന്നിട്ട് നിങ്ങൾ എന്താണ് യെസ് വെറുതെ കഥയൊക്കെ പറഞ്ഞിരിക്കുകയൊക്കെ ചെയ്താൽ തീർന്നില്ലേ? ഓക്കെ, അത് നിങ്ങൾ ചെയ്യാതിരിക്കുക, അടിപൊളിയായിട്ട് പഠിക്കുക. ഓക്കെ അല്ലേ? റെഡി അല്ലേ? യെസ്, റെഡി അല്ലേ? യെസ് 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 യെസ്. അങ്ങനെയെങ്കിൽ ഇതാ നോക്കിക്കോ. അടുത്ത ക്വസ്റ്റ്യൻ. ദിസ് മാനേജ്മെന്റ് ഫംഗ്ഷൻ സീക്സ് ടു ബ്രിഡ്ജ് ദ ഗ്യാപ്പ് ബിറ്റ്വീൻ വേർ വി ആർ ആൻഡ് വേർ വി വാണ്ട് ടു ഗോ. അറിയാലോ, ആ ടേമിൽ നിന്ന് തന്നെ നമുക്ക് എന്ത് കിട്ടുന്നു? സാറിന്റെ പേരോ? സാറിന്റെ പേര് യദു എന്നാണ്. യദു എന്നാണ്. യദു എന്നാണ്. ഓക്കെ, സെറ്റ്. പിള്ളേർ കുറവാണല്ലോ, എന്ത് ചെയ്യാനാ? സാറിന്റെ ചാനലൊക്കെ എല്ലാവരെയും വിളിക്കാറുണ്ട്. യെസ്, ദാ ഞങ്ങൾ എല്ലാവരോടും പറയാറുണ്ട് ലൈവിൽ ജോയിൻ ചെയ്യണം, പഠിക്കണം എന്നൊക്കെ. ആരും വരാറില്ല, എന്താക്കാൻ? യെസ്, അപ്പൊ ദാ ബ്രിഡ്ജ് ദ ഗ്യാപ്പ് ബിറ്റ്വീൻ വേർ വി ആർ ആൻഡ് വേർ വി വാണ്ട് ടു ഗോ എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കതിന് എന്ത് കിട്ടുന്നു? ഓ, ഇതിന് നോട്ട് കിട്ടും, നോട്ട് കിട്ടും. എന്ത് കിട്ടും? യെസ്, ഏതാണ് ഈ മാനേജ്മെന്റ് ഫംഗ്ഷൻ എന്ന് കിട്ടും. അതേതാണ്? പ്ലാനിങ് ആണ്. ഓക്കെ, അപ്പൊ ഈ പോയിന്റ് മറന്നു പോകാൻ പാടില്ല. ഓക്കെ, ഐഡന്റിഫൈ ദ മാനേജ്മെന്റ് ഫംഗ്ഷൻ, അത് നമ്മൾ ചെയ്തു. ഓക്കെ, ദെൻ എക്സ്പ്ലെയിൻ എനി ഫോർ ഇമ്പോർട്ടൻസ് ഓഫ് ദ ഫംഗ്ഷൻ ആണല്ലോ. യെസ്, നമ്മളെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണേ, മുൻപ് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഈ ഒരു ഫംഗ്ഷന്റെ ഇമ്പോർട്ടൻസ് എഴുതുക, പ്ലാനിങ്ങിന്റെ ഇമ്പോർട്ടൻസ് എഴുതുക, പ്ലാനിങ്ങിന്റെ ഇമ്പോർട്ടൻസ് എഴുതുക. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? റെഡി. ദ സ്റ്റേറ്റ് ദ പ്ലാനിങ് ഫംഗ്ഷൻ ഓഫ് മാനേജ്മെന്റ്, ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ഇറ്റ്സ് ഫീച്ചേഴ്സ്. ആണല്ലോ, പ്ലാനിങ് ഫംഗ്ഷൻ എന്താന്ന് എഴുതുക, അതിന്റെ ഫീച്ചേഴ്സ് യെസ് എഴുതുക. ആണല്ലോ, റിപ്പീറ്റഡ് ആയി ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, സെയിം ക്വസ്റ്റ്യൻ ആണ്. അപ്പം പ്ലാനിങ് എന്താന്ന് നമുക്ക് അടിപൊളിയായിട്ട് പഠിച്ചോളാം. പ്ലാനിങ് ഇൻ ഡിസൈഡിങ് ഇൻ അഡ്വാൻസ് വാട്ട് ടു ഡു ആൻഡ് ഹൗ ടു ഡു, ഒന്നാമത്തെ പോയിന്റ്. ഓക്കെ, സെക്കൻഡ് ശ്രദ്ധിച്ചോ. ബിഫോർ ഡൂയിങ് സംതിങ് ദ മാനേജേഴ്സ് മസ്റ്റ് ഫോർമുലേറ്റ് ഐഡിയ ഹൗ ടു ഡു വർക്ക് ഓൺ എ പർട്ടിക്കുലർ ടാസ്ക്. ഇത് എന്ത് പറയാം? പ്ലാനിങ് എന്ന് പറയാം. അടുത്ത് ശ്രദ്ധിച്ചോ. പ്ലാനിങ് ഈസ് ക്ലോസ്ലി കണക്റ്റഡ് വിത്ത് ക്രിയേറ്റിവിറ്റി ആൻഡ് ഇന്നോവേഷൻ. അല്ലെ, പ്ലാനിങ് എന്തുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു? ക്രിയേറ്റിവിറ്റി ആൻഡ് ഇന്നോവേഷൻ. ഇതിനകത്ത് ശ്രദ്ധിച്ചോ. പ്ലാനിങ് സീക്സ് ടു ബ്രിഡ്ജ് ദ ഗ്യാപ്പ് ബിറ്റ്വീൻ വേർ വി ആർ ആൻഡ് വേർ വി വാണ്ട് ടു ഗോ. എവിടെയാണ് നമ്മളുള്ളത്, എവിടെയാണ് നമുക്ക് എത്തേണ്ടത് എന്ന് അത് തമ്മിലുള്ള ആ ഒരു ബ്രിഡ്ജാണ്, രണ്ട് തമ്മിലുള്ള ഇടയിലുള്ള ഒരു പാലമാണ് ഇത് പ്ലാനിങ്. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? റെഡി അല്ലേ? അപ്പോൾ ഇത്രയും പോയിന്റുകൾ പ്ലാനിങ്ങിനെ കുറിച്ച് മക്കളൊന്ന് പഠിച്ചു വെച്ചിരിക്കണം. എന്താണ് പ്ലാനിങ് എന്നൊക്കെ എഴുതുമ്പോൾ ഇത് വെച്ചിട്ടാണ് മക്കൾ എഴുതേണ്ടത്. സാർ ഓ ഓ ഓ ഓ ഓ ക്ലാസ് കണ്ടിട്ട് അക്കൗണ്ട് സെറ്റായി. ഓക്കെ, താങ്ക് യു താങ്ക് യു താങ്ക് യു. അടിപൊളി, സെറ്റ്. നമ്മൾ അടിപൊളിയായിട്ട് പഠിപ്പിച്ചു തരും. നിങ്ങളെന്താ ഒന്ന് കൂടെ നിന്ന് തന്നാൽ മതി, നമ്മൾ അടിപൊളിയാക്കി തരും, നമ്മൾ അടിപൊളിയാക്കി തരും. മക്കളെ, ഇനിയുള്ള ഓരോ ദിവസവും നിങ്ങൾക്ക് വിലപ്പെട്ടതാണ്. ഒരുപാട് കാര്യങ്ങൾ മക്കളെ നിങ്ങൾക്ക് വേണ്ടി സാറിൻ്റെ ഷെയർ ഒക്കെ ചെയ്യുന്നുണ്ടാവും. സാറിൻ്റെ ഈ ഒരു ഇൻസ്റ്റ ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക. ഫോളോ ചെയ്യാത്ത കുട്ടികളാണെങ്കിൽ 2_ ചെയ്തു. ഓക്കെ, 2_ ചെയ്തു. ഓക്കെ, റെഡി. ഇതൊന്ന് ഫോളോ ചെയ്ത് വെച്ചോളാം. സാറിൻ്റെ ബയോയിലൊരു ബ്രോഡ്കാസ്റ്റ് ചാനലുണ്ട്, അതിൽ ജോയിൻ ചെയ്തോളാം. ഒരുപാട് നോട്ടുകളും കാര്യങ്ങളൊക്കെ മക്കൾക്ക് യൂസ്ഫുൾ ആകുന്ന കാര്യങ്ങളൊക്കെ സാറ് ഷെയർ ചെയ്ത് തരും. ഇതിനുള്ള ഓരോ ദിവസവും ഓരോ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ സാറ് ചെയ്ത് തരുന്നുണ്ടാവും. ഓക്കെ, പ്രാക്ടിക്കലിൻ്റെ നോട്ട്സും കാര്യങ്ങളൊക്കെ സാർ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കും. പ്രാക്ടിക്കലിന്റെ വീഡിയോ സാർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നമ്മുടെ അക്കൗണ്ടൻസി ചെയ്യേണ്ടൊക്കെ. അപ്പോൾ അതൊക്കെ സാറ് നമുക്ക് കിട്ടിവരും. അപ്പോൾ അതൊന്നും മിസ്സാക്കണ്ട. ഇതൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക. പലരും എന്താണ് എക്സാം ഒക്കെ കഴിഞ്ഞ് അൺഫോളോ അടിച്ച് പോകാറാണ്. ക്രിസ്മസ് എക്സാം കഴിഞ്ഞപ്പോൾ തന്നെ 100-500 ആൾക്കാരാണ് അൺഫോളോ അടിച്ച് പോയിട്ടുള്ളത്. മക്കൾ അത് പോകാതിരിക്കുക. ഓക്കെ, നിങ്ങൾ വേണമെങ്കിൽ പബ്ലിക് എക്സാം ഒക്കെ കഴിഞ്ഞിട്ട് അൺഫോളോ അടിച്ച് പോകാം, അത് സാറിന് കുഴപ്പമില്ല. പക്ഷേ ഇപ്പം പോകാതിരിക്കുക, കാരണം ഇനിയുള്ള ഓരോ ദിവസവും നമുക്ക് വിലപ്പെട്ട സാർ ഒരുപാട് കാര്യങ്ങൾ ദൈനികം അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അതൊന്നും മിസ്സാക്കേണ്ട, അതുകൊണ്ടാണ്. നെയിം വിളിക്കാനോ? ഋഷികേഷ്. ഓയ്, സെറ്റടാ, സെറ്റ് സെറ്റ്. റെഡി അല്ലേ? ഇത് ഓക്കെ അല്ലേ?
പ്ലാനിങ് ഓക്കെ അല്ലേ? അപ്പൊ പ്ലാനിങ്ങിന്റെ ഫീച്ചേഴ്സ് മക്കളൊന്ന് പഠിച്ചു വെച്ചോ. പ്ലാനിങ്ങിന്റെ ഫീച്ചേഴ്സ് ഒന്ന് പഠിച്ചു വെച്ചോ. ഒന്നാമത് എന്താ? പ്ലാനിങ് ഫോക്കസസ് ഓൺ അച്ചീവിംഗ് ഒബ്ജക്റ്റീവ്, ഒന്നാമത്തത്. പിന്നെ അടുത്തെന്താ? പ്ലാനിങ് എന്ന് പറഞ്ഞാൽ മാനേജ്മെന്റിന്റെ പ്രൈമറി ഫംഗ്ഷൻ ആണ്, രണ്ടാമത്തത്. ദെൻ അടുത്തൊക്കെ സിമ്പിൾ ആണ്. പ്ലാനിങ് എന്ന് പറഞ്ഞാൽ പെർവാസീവ് ആണ്, പ്ലാനിങ് എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് ആണ്, പ്ലാനിങ് എന്ന് പറഞ്ഞാൽ ഫ്യൂച്ചറിസ്റ്റിക് ആണ്. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? പിന്നെയോ പ്ലാനിങ് ഇതാ ഡിസിഷൻ മേക്കിങ്ങിനെ ഹെൽപ്പ് ചെയ്യുന്ന ഐറ്റമാണ്. ദെൻ ലാസ്റ്റ് പ്ലാനിങ് എന്താണ്? ഒരു മെന്റൽ എക്സസൈസ് ആണ്. സിമ്പിൾ പോയിന്റ് ആണ് പ്ലാനിങ്ങിന്റെ ഫീച്ചർ ആയിട്ട് മക്കള് ഓർത്ത് വെച്ചോളാം. ഓക്കെ അല്ലേ? ഒബ്ജക്റ്റീവ് അച്ചീവിംഗ് ഒബ്ജക്റ്റീവ് ആണ്, അതിൽ തന്നെ കണക്ട് ചെയ്ത് നമുക്ക് ഏത് ചെയ്താം? ഡിസിഷൻ മേക്കിംഗ് എന്ന് ചെയ്താം. ഓക്കെ അല്ലേ? പിന്നെന്താ? മെന്റൽ എക്സസൈസ് ആണ്. സെറ്റ്. പിന്നെ നോക്കുക, പ്രൈമറി ഫംഗ്ഷൻ ഓഫ് മാനേജ്മെന്റ്, പെർവാസീവ്, കണ്ടിന്യൂസ്, ഫ്യൂച്ചറിസ്റ്റിക്. സിമ്പിൾ ആണ്, ഫീച്ചേഴ്സ് മറന്നു പോകാൻ പാടില്ല. ഓക്കെ, അങ്ങനെയെങ്കിൽ എന്തുകൂടെ നമുക്ക് ഓർത്ത് വെക്കണം? പ്ലാനിങ്ങിന്റെ ഇമ്പോർട്ടൻസ്, എന്തിനാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്, അതൊന്ന് പഠിച്ചു വെച്ചോളാം. എന്താ? ഡയറക്ഷൻ, നമുക്കൊരു ഡയറക്ഷന് വേണ്ടി. പിന്നെയോ അൺസർട്ടനിറ്റി, റിസ്കിന്റെ അൺസർട്ടനിറ്റി കുറയ്ക്കാൻ, റിസ്ക് കുറയ്ക്കാൻ. സെറ്റ്. അടുത്തതോ റെഡ്യൂസിങ് ഓവർലാപ്പിംഗ് ആൻഡ് വേസ്റ്റ്ഫുൾ ആക്ടിവിറ്റി, അല്ലെ? വെറുതെ നമ്മൾ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കുറയ്ക്കാൻ വേണ്ടിയിട്ട്. അടുത്തതോ പ്രൊമോട്ട് ഇന്നോവേറ്റീവ് ഐഡിയ, പുതിയ ഐഡിയ, ഇന്നോവേറ്റീവ് ഐഡിയ ഉണ്ടാവാൻ വേണ്ടിയിട്ട്. പിന്നെയോ ഫെസിലിറ്റേറ്റ് ദ ഡിസിഷൻ മേക്കിംഗ്, അല്ലെ? നമുക്ക് എന്താ? ഡിസിഷൻ എടുക്കാൻ വേണ്ടി. ഇതൊക്കെ നമ്മൾ ഫീച്ചേഴ്സിൽ പറഞ്ഞ സെയിം പോയിന്റ് അല്ലേ? ഓർത്ത് വെച്ചോളാം. ദെൻ എസ്റ്റാബ്ലിഷ്മെന്റ് ആൻഡ് എസ്റ്റാബ്ലിഷസ് ആൻഡ് establishes the standard for controlling, അല്ലെ? നമുക്ക് എന്താ? ഒരു കൺട്രോളിങ്ങിന് ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? റെഡി? അപ്പൊ ഇമ്പോർട്ടൻസും ഫീച്ചേഴ്സും വേണം പഠിച്ചു വെച്ചോളാം. ഓക്കെ റെഡി? എക്സാം പാസ്സായാലും മന്തി വാങ്ങാൻ ക്യാഷ് തരുമെന്ന. എക്സാം പാസ്സായാലല്ല, നല്ല മാർക്ക് എബവ് 60 കിട്ടിക്കഴിഞ്ഞാ മന്തി. ഓക്കെ സെറ്റ്? റെഡി? യെസ്. അങ്ങനെയെങ്കിൽ മക്കളെ അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചോ. റൈറ്റ് ഷോർട്ട് നോട്ട് ഓൺ ദ ഫോളോയിങ് ടൈപ്പ് ഓഫ് പ്ലാൻ. ഫോളോയിങ് ടൈപ്പ് ഓഫ് പ്ലാനിനെ കുറിച്ച് ഷോർട്ട് നോട്ട് പ്രിപ്പയർ ചെയ്യുക. നോക്കിക്കോ. പോളിസി, പ്രൊസീജിയർ, പ്രോഗ്രാം, റൂൾ. ടൈപ്സ് ഓഫ് പ്ലാന് മക്കൾ പഠിച്ചു വെച്ചിരിക്കണം. ഏതൊക്കെ? സിംഗിൾ യൂസ് പ്ലാനും, സിംഗിൾ യൂസ് പ്ലാനും, അതുപോലെ തന്നെ സ്റ്റാൻഡിംഗ് പ്ലാനും മക്കൾ പഠിച്ചു വെച്ചിരിക്കണം. സ്റ്റാൻഡിംഗ് പ്ലാനും മക്കൾ പഠിച്ചു വെച്ചിരിക്കണം. എന്താണ് ഇത് രണ്ടും? അല്ലെ? ഒറ്റത്തവണ യൂസ് ചെയ്യുന്ന പ്ലാനാണ് സിംഗിൾ യൂസ് പ്ലാന്. വീണ്ടും നമ്മൾ റിപ്പീറ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന ടൈപ്പ് പ്ലാനുകളാണ് സ്റ്റാൻഡിംഗ് പ്ലാൻ. അത് മക്കൾ മറക്കാൻ പാടില്ല. ദെൻ ഇതിന്റെ അണ്ടറിൽ വരുന്ന ആളിതാ ഇത് ഓരോ കാര്യങ്ങളും അറിയാലോ. പ്രോഗ്രാം, റൂള്. ഒരു 7-8 ഐറ്റം ഉണ്ട്. അതിൽ 4 തന്നിട്ട് ഷോർട്ട് നോട്ട് ചെയ്തു എന്നുള്ളതാണ്. ഇതിൽ ഓരോന്നൊക്കെ നിങ്ങളോട് ചോദിക്കാം. അപ്പം ഇത് നിങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചു വെച്ചോളാം. എഴുതിയിരിക്കണം. ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന വെച്ച് എഴുതിയാൽ മതി. പ്രത്യേകിച്ച് എന്താ? ടെക്സ്റ്റിലുള്ള എക്സ്പ്ലനേഷൻ ഒന്നും പഠിക്കേണ്ട. നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതി കൊടുത്താൽ മതി. ഓക്കെ അല്ലേ? അപ്പൊ ഇവിടെ നിങ്ങൾ ഓർത്ത് വെക്കേണ്ട ഒരു കാര്യമാണ് സാറോട് ആഡ് ചെയ്തിട്ടുള്ളതാ. സാർ നേരത്തെ പറഞ്ഞ കാര്യം, സിംഗിൾ യൂസ് പ്ലാൻ ആൻഡ് സ്റ്റാൻഡിംഗ് പ്ലാൻ. നമുക്ക് പഠിക്കാനുള്ള ടോട്ടൽ ടൈപ്സ് ഓഫ് പ്ലാനുകളാണിത്. ഏതൊക്കെ? ഒബ്ജക്റ്റീവ്, സ്ട്രാറ്റജി, പോളിസി, പ്രൊസീജിയർ, മെത്തേഡ്, റൂള്, ബഡ്ജറ്റ്, പ്രോഗ്രാം. അപ്പം ഈ പ്ലാനുകളെ നമ്മൾ സിംഗിൾ യൂസ് പ്ലാൻ എന്നും സ്റ്റാൻഡിംഗ് പ്ലാൻ എന്നും ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇത് കൃത്യമായിട്ട് മക്കൾ ഓർത്ത് വെച്ചിരിക്കണം. സിംഗിൾ യൂസ് പ്ലാൻ എന്ന് പറഞ്ഞാൽ ബഡ്ജറ്റും പ്രോഗ്രാമും മാത്രമേ ഉള്ളൂ സിംഗിൾ യൂസ് പ്ലാൻ. മറ്റേതെല്ലാം സ്റ്റാൻഡിംഗ് പ്ലാൻ ആണ്. ഇത് മക്കള് പഠിക്കാതെ പോകണ്ട. ഓഡ് 1 ചൂസ് ചെയ്യൂ എന്നൊക്കെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പം ഇതാണ് നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത്. റെഡി അല്ലേ? ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? പാട്ട് വേണമെന്നാ? പാട്ട് പാടാം. 1 സെക്കൻഡ്. തങ്ക മനസ്സ് അമ്മ മനസ്സ് മുറ്റത്തെ തുളസി പോലെ ഇത്തിരുമുന്നിൽ വന്നു നിന്നാൽ ഞാൻ അമ്പാടി പൈക്കിടാവ് കോടിപ്പാവുടുത്തു വിഷുത്താലവുമായി വിഷു കൈ നീട്ടമെൻ കയ്യിൽ തരുമ്പോൾ
എന്മിഴി രണ്ടും നിറയും ഞാൻ തൊഴുതു കാലിൽ വീഴും തങ്ക മനസ്സ് ഈ അമ്മ മനസ്സ് മുറ്റത്തെ തുളസി പോലെ ഈ തിരുമുന്നിൽ വന്നു നിന്നാൾ ഞാൻ അമ്പാടി പൈക്കിടാവ്. ഓക്കെ സാർ പാട്ട് വേണ്ട, തൊലച്ച് പോയി, മൂട് പോയി. ആദ്യമായിട്ടൊരു നല്ല പാട്ട് ഒന്ന് മോശമില്ലാണ്ട് പാടിയത്, അപ്പോഴത്തേക്ക് അവൻ തൊലച്ച്. ഇതെല്ലാം വൃത്തികെട്ട് എന്തൊക്കെയോ സാറ് പാടിയിട്ടുണ്ട് പാട്ടുകൾ, അതൊക്കെ പാടി അലമ്പാക്കിയിട്ടുണ്ട്. അപ്പൊ ഒന്നാരും ഒന്നും പറഞ്ഞില്ല, അടിപൊളി തകർന്നു പോയി, അപമാനിച്ച്. സാറ് പൊളിയല്ലേ? പിന്നെയല്ല. അതെ, പറഞ്ഞു കൊടുക്ക, അങ്ങോട്ട് പറഞ്ഞു കൊടുക്ക്. ചന്ദനമണി പാടണോ? ചന്ദനമണി സന്ധ്യകളുടെ നടയിൽ നടനം തുടരുക, രംഗഭേരി മംഗളാരവം താളം തരള മധുര മുരളിയുണര് പ്രണയഭരിത കവിതയുടെ മധുരഹരിതം മധുരഹിതം ബലവീണകൾ മൃദുപാടികൾ മതമോട് തിരിവാടി തൊഴുതട ശ്രദ്ധിച്ചേടനം അടിപോലെ പദമായി മതിമുഖി മമമായി നട ഇവളുടെ നടനം. അങ്ങനെ എന്തുകൊണ്ട് കയ്യിൽ പോയി. ഓക്കെ, വിട്ടു. സാർ സിംഗർ എന്താണ് സീറ്റ് ഉണ്ട്. അത്രയ്ക്ക് വലിയ ബന്ധങ്ങളിലേക്ക് പോണോ? വേണ്ട. ഏതാ കല്യാണിയോ എന്തോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ നമുക്ക് പാടാം. സെറ്റ്. അപ്പൊ മക്കളേതാ പ്ലാനിങ്ങിന്റെ നമുക്കിതാ ഇത്രയും ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കി വെക്കുക. ഈ ക്വസ്റ്റ്യൻസിൽ സാറ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ മക്കൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ നോട്ടോ അല്ലെങ്കിൽ ഷോർട്ട് നോട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നിട്ടുള്ള നിങ്ങളുടെ കയ്യിലുള്ള ടെക്സ്റ്റോ നോക്കിക്കൊണ്ട് പഠിക്കുക. ഓക്കെ, ഇത്രയും ക്വസ്റ്റ്യൻസ്, ഈ ക്വസ്റ്റ്യൻസിന്റെ എന്താണ് ആൻസേഴ്സ് പഠിച്ചിട്ട് പോയിക്കോളുക. ഓക്കെ, ഇതിന്റെ ആൻസേഴ്സ് അടിപൊളിയായിട്ട് പഠിച്ചിട്ട് പോയിക്കോളുക. ഓക്കെ അല്ലേ? ഓക്കെ, പാട്ട് പോലെ പഠിപ്പിച്ചിട്ട് ഇനിയിപ്പോൾ അത് പാടുകയും കൂടെ വേണം അല്ലേ? ഇവിടെ നല്ല പാട്ട് തന്നെ പാടാനാവുന്നില്ല. അപ്പോഴാണ് ബിസിനസ് സ്റ്റഡീസ് പാട്ടാക്കുന്നത്. ബെസ്റ്റ്. ടൈം വേണം അതിന്, നമുക്ക് പാട്ടൊക്കെ നോക്കണ്ടേ? ഈറ്റ് 5 സ്റ്റാർ ഡു നത്തിങ്. ഡു നത്തിങ്ങും പറഞ്ഞാൽ ഇരുന്നോണ്ടേ. പേപ്പറൊക്കെ കൈ കിട്ടുമ്പോ ഈറ്റ് 5 സ്റ്റാർ ഡു നത്തിങ് പറഞ്ഞിരുന്നോണ്ടേ. ഓക്കെ. സെറ്റ്. അപ്പൊ പ്ലാനിങ് ഓക്കെ അല്ലേ? അങ്ങനെയെങ്കിൽ നമുക്ക് എന്താക്കാം? ഒരു ചാപ്റ്ററിലേക്ക് കൂടെ പോവാം. ഒരു ചാപ്റ്റർ സുന്ദരി ഒന്ന് പറയൂ പ്രാണസഖി പറയാൻ മറന്നതല്ല ഇനി പറയൂ. കല്യാണി പാടൂ എന്നാ പിശാണി പാടൂ എന്താണ് പിസ്ക. ഏതാണ് ആ പാട്ട്? അതെന്താ മനസ്സിലാവുന്നില്ല. കല്യാണിയോ? ഏതാണ് പാട്ട്? ഓക്കെ, ടൈം പോകുന്നു. ഓക്കെ, യെസ്. അപ്പം എന്താ പ്ലാനിങ്ങിൽ ഇത്രയും കാര്യം മക്കൾ ഒന്ന് ഓർത്ത് വെക്കുക. സെറ്റ് അല്ലേ? റെഡി അല്ലേ? ഓക്കെ അല്ലേ? അങ്ങനെയെങ്കിൽ നമുക്ക് ഇങ്ങോട്ട് പോവാം. അടുത്തേക്ക് പോവാം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഡാൻസ് കളിക്കുവോ? ഇനിയിപ്പോൾ അതോടെ വേണം പോടാണ്. അടുത്തത് സ്റ്റാഫിങ്. ഓക്കെ, സ്റ്റാഫിംഗ് എന്ന് പറയുന്ന ചാപ്റ്ററിലേക്കാണ് നമുക്ക് അടുത്ത് നോക്കേണ്ടത്. സ്റ്റാഫിംഗ് മക്കളെ, യെസ്, ക്രിസ്മസ് എക്സാമിന് നിങ്ങൾ എന്ത് ചെയ്യുക? ശ്രദ്ധിക്കുക. നമ്മുടെ ടേം 1, ഓക്കെ, ടേം 1 ചാപ്റ്ററിൽ നിന്നും മാക്സിമം എന്താണ് ക്വസ്റ്റ്യൻസ് കുറവായിരിക്കും. കൂടുതൽ ഇമ്പോർട്ടൻസ് നമ്മൾ ടേം 2 ചാപ്റ്ററുകൾക്കായിരിക്കും എന്ന് ഓർത്ത് വെക്കുക. അപ്പം ടേം 2 വരുന്ന ഐറ്റമാണ് സ്റ്റാഫിംഗിനൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഓക്കെ, അപ്പൊ ടേം 2 ഒരു ചാപ്റ്റർ മക്കൾ വിടാൻ പാടില്ല. ടേം 2 എല്ലാ ചാപ്റ്ററുകളും അടിപൊളിയായിട്ട് പഠിച്ചു തന്നെ മക്കൾ പോകണം. ഓക്കെ, ഒരു കണ്ടന്റും വിടാതെ പഠിച്ചിരിക്കേണ്ടത് ടേം 2 ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ടേം 2 ഒരുപാട് ക്വസ്റ്റ്യൻസ് വരും. രണ്ട് മിസ് വരും. നമുക്ക് ഇതോടെ കഴിഞ്ഞിട്ട് 2 മിസ്സിനെ വിളിക്കാം. സെറ്റ്. ഓക്കെ അല്ലേ? സെറ്റ്. അപ്പൊ നോക്കിക്കോ, നമുക്ക് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. എ കമ്പനി ഗെറ്റ് ആപ്ലിക്കേഷൻ വിത്തൗട്ട് ഡിക്ലെയറിംഗ് എനി വേക്കൻസീസ്. ഹൗഎവർ as and when vacancy arise, the company make use of such application. Name the source of recruitment mentioned here. ഒന്ന് പറഞ്ഞേ മക്കളെ, ഇതിന്റെ ആൻസർ ഏതാ? ഇതിന്റെ ആൻസർ പറയുന്ന ആൾക്ക് ഇവിടെ കയ്യടി, പേരെ വിളിച്ച് കയ്യടി സാറവക. ഇതിന്റെ ആൻസർ പറയുന്നത് കാഷ്വൽ കോളർ ആണത് പറഞ്ഞത്. കിഡോ. അതെ, സാറിന് വായിക്കാൻ പറ്റില്ല. അയ്യോ, പോയി. കിഡോ. പൊളി. സെറ്റ്. കാഷ്വൽ കോളറാണ്. പൊളി. സെറ്റ്. അടിപൊളി.
അടിപൊളി. മാജിക് കാണിക്കുമെന്നാ? ഓക്കെ, മാജിക് കാണിച്ചാൽ അതോടെ ശ്രദ്ധിച്ചോ. മാജിക് ഇവിടെ ശ്രദ്ധിച്ചോ. എവിടെ മാജിക് ശ്രദ്ധിച്ചോ? മാജിക് ശ്രദ്ധിച്ചോ. ഇതാ ഈ വിരൽ അത് വേണ്ട. ഈ വിരൽ സാർ ഇവിടെ ആക്കി തരാം. ഈ ഫസ്റ്റ് സൈഡിലാക്കി തരാം. ഓക്കെ, ശ്രദ്ധിച്ചേ. ഈ വിരലെ, ഈ മോതിര വിരൽ സാർ ഇവിടെ ആക്കാം. ഈ ഫസ്റ്റ് സൈഡിലാക്കാം. ഇതവിടെ ശ്രദ്ധിച്ചോ. കണ്ടാ, അത് അവിടെ എത്തി. കണ്ടാ, പടുത്തി, അവിടെ എത്തി. പ്രോത്സാഹനത്തിന് വേണം കയ്യടി. മുദ്ര മാറി പോടായിരുന്നു. മുദ്ര മാറി തന്നില്ല. ഇതിന്നെ വെച്ചതാറ് പെട്ടെന്ന് കിട്ടായിട്ടാ. ഓക്കെ, അപ്പൊ അതാ നോക്കിക്കോളാം. ഈ വിരലിനെ സാർ ഇപ്പറാക്കി കാണിച്ചാ. ഈ വിരലിനെ ഇപ്പറായി കാണിച്ചാ. അവിടെ വിളിച്ചോ. അതാ മാറി. ഓക്കെ, സെറ്റ് അല്ലേ? ഓക്കെ. ഇനി വേറൊരു മാജിക് കൂടെ ഉണ്ട്. അത് സാർ കുറച്ച് കഴിഞ്ഞ് കാണിച്ചു തരാം. വെയിറ്റ്, വൺ സെക്കൻഡ്. ഓക്കെ, സെറ്റ്. ഇതാ വേറെ കൈ മുറിക്കുന്ന മാജിക്. ഇതാ കൈ മുറിക്കുന്ന മാജിക്. വിരൽ മുറിച്ചിന്നെ അറിയില്ല അല്ലേ? നിങ്ങളൊന്നും 90s അല്ല, അതുകൊണ്ടാ. ഓക്കെ, അപ്പൊ യെസ്, ഇവിടെ ആൻസർ അറിയാലോ. ഇവിടെ എന്താ പറയുന്നത്? എ കമ്പനി ഗെറ്റ് ആപ്ലിക്കേഷൻ വിത്തൗട്ട് ഡിക്ലെയറിംഗ് അല്ലെ? എന്താണ്, ഒരു കമ്പനി അവിടെ വേക്കൻസി ഒന്നും ഇല്ല എന്ന് പറയുന്ന ഒരു കേസിലും അല്ലെ അവിടേക്ക് എന്ത് വരിക? യെസ്, ആപ്ലിക്കേഷൻ വരിക. അതാരായിരിക്കും? കാഷ്വൽ കോളേഴ്സ് ആയിരിക്കും അല്ലെ? നമുക്കറിയാലോ, ഈ ജോലിയൊക്കെ അന്വേഷിക്കുന്ന ആളുകളുണ്ട് അല്ലെ? അവരെന്താണ്, എന്ത് ചെയ്യും അല്ലെ? നല്ല കമ്പനിയൊക്കെ നോക്കി വിളിക്കും അല്ലെ? സാർ അവിടെ എങ്ങനെ വേക്കൻസി ഉണ്ടോ, എനിക്ക് താല്പര്യമുണ്ടോ, അങ്ങനെയൊക്കെ പറഞ്ഞ് വിളിക്കൂല. അവരാണ് അത് ഇതിൽ പറഞ്ഞില്ല, കാഷ്വൽ കോളേഴ്സ്. ഓർത്ത് വെക്കണേ. അങ്ങനെയെങ്കിൽ the test used to measure the individual potential for learning new skill is പറഞ്ഞേ ഒരു പുതിയ സ്കില്ല് എന്താ ലേൺ ചെയ്യാനുള്ള ഒരു വ്യക്തിയുടെ പൊട്ടൻഷ്യലിനെ നമ്മൾ എന്ത് പറയുന്നു? എന്ത് ടെസ്റ്റ് എന്നാ പറയാ? അത് നമ്മൾ ഒരു പുതിയ സ്കില്ല് ലേൺ ചെയ്യാനുള്ള ഒരു വ്യക്തിയുടെ പൊട്ടൻഷ്യൽ ടെസ്റ്റ് ചെയ്യുന്ന ആ ഒരു ആ ഒരു ടെസ്റ്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഏതാ? ട്രേഡ് ടെസ്റ്റ് ആണോ, ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ആണോ, പേഴ്സണാലിറ്റി ടെസ്റ്റ് ആണോ, ഇന്റലിജൻസ് ടെസ്റ്റ് ആണോ? ഏതാ? ബി ആണ്. ഇന്റലിജൻസ് അല്ല, ആപ്റ്റിറ്റ്യൂഡ് ആണ്. ഇന്റലിജൻസ് എന്താ? ബുദ്ധിയാണ്. ഇവിടെ എന്താ നോക്കുന്നത്? നമുക്ക് പുതുതായിട്ടൊരു കാര്യം അല്ലെ, അത് എന്താ ലേൺ ചെയ്യാൻ, പുതിയൊരു സ്കില്ല് നമ്മൾ പഠിച്ചെടുക്കാനുള്ള നമ്മളെ കഴിവാണ് ടെസ്റ്റ് ചെയ്യുന്നത്. ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് പഠിക്കുക, മറക്കരുതേ, ഇമ്പോർട്ടന്റ് ആണേ, മറക്കാൻ പാടില്ല. മാജിക് വേണ്ടല്ലേ? താങ്ക് യു. ഓക്കെ, സെറ്റ്. അങ്ങനെയെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചോ. ഡാഷ് ഇസ് ദ നെഗറ്റീവ് പ്രോസസ് ഇൻ സ്റ്റാഫിംഗ്. അതൊന്ന് പറഞ്ഞേ. സ്റ്റാഫിംഗിലെ നെഗറ്റീവ് പ്രോസസ് ഏതാ? റിക്രൂട്ട്മെന്റ് ആണോ, സെലക്ഷൻ ആണോ, ഇന്റർവ്യൂ ആണോ, ഓറിയന്റേഷൻ ആണോ? ഒന്ന് പറഞ്ഞേ. ഓക്കെ, നോട്ട് അയക്കോ? നോട്ട് അയക്കാം. ഏതാ? യെസ്, കറക്റ്റ്. നെഗറ്റീവ് പ്രോസസ് ഏതാ? സെലക്ഷൻ ആണ്. അപ്പൊ റിക്രൂട്ട്മെന്റ് എന്ത് പ്രോസസ്സാ മക്കളെ? റിക്രൂട്ട്മെന്റ് എന്ത് പ്രോസസ്സാ അറിയാലോ? റിക്രൂട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ ഒരു പോസിറ്റീവ് പ്രോസസ് ആണ്. മറക്കാൻ പാടില്ല കേട്ടോ, ഇമ്പോർട്ടന്റ് ആണ്. അങ്ങനെയെങ്കിൽ നെയിം ദ ട്രെയിനിങ് മെത്തേഡ് ദാറ്റ് ആർ അപ്ലൈഡ് ടു ദ വർക്ക് പ്ലേസ് while employee is actually doing the work. ഓക്കെ, എന്ന ആൻസർ പറഞ്ഞേ. അല്ലെങ്കിലോ the shift okay, അത് അടുത്ത ക്വസ്റ്റ്യൻ അല്ലേ. നെയിം ദ ട്രെയിനിങ് മെത്തേഡ് ദാറ്റ് ആർ അപ്ലൈഡ് ടു ദ വർക്ക് പ്ലേസ്. അറിയാലോ, വർക്ക് പ്ലേസിൽ തന്നെ അപ്ലൈ ചെയ്യുന്ന ആ ട്രെയിനിങ് മെത്തേഡ് ഏതാ? while employee is actually doing the work അല്ലെ? ആ ഒരു വർക്ക് ചെയ്തുകൊണ്ട് നമ്മൾ വർക്ക് പ്ലേസിൽ തന്നെ ട്രെയിൻ ആവുന്ന മെത്തേഡ് ഏതാണ്? ആ മെത്തേഡ് ഏതാ? ഓൺ ദ ജോബ് ആണ് മക്കളെ. ഓൺ ദ ജോബ് അതുപോലെ തന്നെ ഓഫ് ദ ജോബ് ഒന്നും പഠിക്കാതെ ആരും പോണ്ട. ഓൺ ദ ജോബ്, ഓഫ് ദ ജോബ് ഒന്നും പഠിക്കാണ്ട് ആരും പോണ്ട. ഈ ചാപ്റ്റർ നോക്കി ഇഷ്ടം പോലെ ക്വസ്റ്റ്യൻ വരും. ഷുവർ ആണ്, ഇഷ്ടം പോലെ ക്വസ്റ്റ്യൻ വരും. ഏത് മുക്കെന്നും മൂലയെ നോക്കിയെന്നും ചോദ്യം വരിക. അപ്പൊ ഒരു പോയിന്റ് വിടണ്ട, ഒക്കെ കൃത്യമായിട്ട് പഠിച്ചിട്ട് പോയാൽ മതി. ഈ ചാപ്റ്ററൊക്കെ മാക്സിമം എന്താ കവർ ചെയ്തിട്ട് തന്നെ പോകാൻ നോക്കുക. എങ്ങനെ വേണമെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കും. ഓക്കെ. അങ്ങനെ അടുത്ത ക്വസ്റ്റ്യൻ. The shift of an employee from one job to another without changing in responsibility and status is called dash. പറഞ്ഞേ. ഒരു വ്യക്തിയെ ഒരു ജോബിൽ നിന്നും മറ്റൊരു ജോബിലേക്ക് മാറ്റുന്നു വിത്തൗട്ട് ചേഞ്ചിങ് പേയ്മെന്റ് ആൻഡ് റെസ്പോൺസിബിലിറ്റി ആണ് അല്ലെ? അയാൾക്ക് കൊടുക്കുന്ന പൈസ, സാലറിയിൽ ഒരു മാറ്റമില്ല, അയാളുടെ റെസ്പോൺസിബിലിറ്റി ഒരു മാറ്റമില്ല. അത്തരത്തിലുള്ള ഷിഫ്റ്റിനെ നമ്മൾ എന്താ പറയാ? യെസ്, ട്രാൻസ്ഫർ ആണ്. പഠിക്കുക.
പഠിക്കുക അങ്ങനെയെങ്കിൽ ഇന്റേണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റ് ആർ ബെറ്റർ ദാൻ എക്സ്റ്റേണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റ്. ഡു യു അഗ്രി? Okay, with these statements, yes, give any two reasons to support your answer. പറഞ്ഞേ, do you agree? Yes, correct ആണ്. Yes, എന്താണ് നമുക്ക് ഇന്റേണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റിനേക്കാൾ ബെറ്റർ ഏതാണ്? എക്സ്റ്റേണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റ് ആണ് അല്ലേ? യെസ്. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് എഴുതി വെച്ച് കൊടുക്കുക? ശ്രദ്ധിച്ചോ, നമ്മുടെ എക്സ്റ്റേണൽ സോഴ്സസിന്റെ കുറച്ച് മെറിറ്റ്സ് എക്സ്റ്റേണൽ സോഴ്സസിന്റെ കുറച്ച് മെറിറ്റ് എക്സ്റ്റേണൽ സോഴ്സസ് അല്ലെ, എക്സ്റ്റേണൽ സോഴ്സസിന്റെ മെറിറ്റ്സും അതുപോലെ തന്നെ അതിന്റെ ലിമിറ്റേഷൻസ് ആരെല്ലാം ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ, നിങ്ങൾ പഠിച്ചിരിക്കണം. ഇത് ഇന്റേണൽ സോഴ്സസിന്റെ മെറിറ്റ്സ് ആണ്, അതിന്റെ ലിമിറ്റേഷൻസും എക്സ്റ്റേണൽ സോഴ്സസിന്റെ മെറിറ്റ്സ്. അറിയാലോ, എക്സ്റ്റേണൽ സോഴ്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്ത് നിന്ന് നമ്മൾ ആളുകൾ എടുക്കുക. അപ്പൊ എന്തൊക്കെ എന്താവും? ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരുപാട് ആളുകളെ നമുക്ക് കിട്ടും അല്ലെ. യെസ്. പിന്നെ അതുപോലെ തന്നെ വൈഡർ ചോയ്സ്, ഒരുപാട് ആളുകൾ ഉണ്ടാവില്ല, വൈഡർ ചോയ്സ് ആണ്. പിന്നെയോ ഫ്രഷ് ടാലന്റ് ഉള്ള ആളുകളെ നമുക്ക് എന്താക്കാം? ചൂസ് ചെയ്യാൻ പറ്റും. പിന്നെയോ കോമ്പറ്റീറ്റീവ് സ്പിരിറ്റ് ഉള്ള അല്ലെ, അതിനനുസരിച്ചുള്ള ആളുകളെ നമുക്ക് എന്താക്കാം? ചൂസ് ചെയ്യാം. ഓക്കെ, അങ്ങനത്തെ ഒരുപാട് ഗുണങ്ങൾ എന്താണ് നമ്മൾ എവിടെ നിന്നും എക്സ്റ്റേണൽ സോഴ്സസ് ചൂസ് ചെയ്യുന്നതിലൂടെ നമുക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ അല്ലേ? അപ്പൊ മക്കൾ എന്ത് പഠിച്ചു വെച്ചിരിക്കണം? ഇന്റേണൽ സോഴ്സസിന്റെയും എക്സ്റ്റേണൽ സോഴ്സസിന്റെ ഒക്കെ മെറിറ്റ്സ് ആൻഡ് ലിമിറ്റേഷൻസ് ഒന്ന് നോക്കി വെക്കുക. അപ്പൊ ഇന്റേണൽ സോഴ്സസിന്റെ മെറിറ്റ്സ് അറിയാലോ. ഇന്റേണൽ സോഴ്സിന്റെ മെറിറ്റ്സ് നോക്കി വെച്ചാൽ യെസ്, എംപ്ലോയീസിന് ഒരു മോട്ടിവേഷൻ ഉണ്ടാവും. പിന്നെയോ സിംപ്ലിഫൈഡ് സെലക്ഷൻ അല്ലെ, പെട്ടെന്ന് നമുക്ക് സെലക്ട് ചെയ്തെടുക്കാൻ പറ്റും. ബിസിനസിന്റെ ഉള്ളിൽ തന്നെ ആയതുകൊണ്ട് അല്ലെ, ഇന്റേണൽ സോഴ്സിൽ തന്നെ നമ്മൾ ആളെടുക്കുമ്പോൾ. ഓക്കെ, അങ്ങനെയെങ്കിലോ ട്രെയിനിങ് ടൂൾ അല്ലെ, ഇതെന്താണ്? ഒരു ട്രെയിനിങ് ടൂൾ കൂടെയാണ്. ഓക്കെ, യെസ്. പിന്നെ വർക്ക് ഫോഴ്സ് ബാലൻസ് അല്ലെ, ട്രാൻസ്ഫർ ഷിഫ്റ്റ് സ്റ്റാഫ് ഫ്രം സർപ്ലസ് ടു ഷോർട്ടേജ് അല്ലെ, നമുക്ക് എന്താക്കാം? ആവശ്യമുള്ള സ്ഥലത്തേക്ക് ആളുകൾ കൂടുതലുള്ളിടത്ത് നിന്ന് മാറ്റാൻ പറ്റും. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ കോസ്റ്റ് എഫക്റ്റീവ് ആണ് അല്ലെ, ഇന്റേണൽ റിക്രൂട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ ചീപ്പറാണ്, പൈസ കുറച്ച് കുറവാണ്. പൈസ അല്ല, അതിനുള്ള ചെലവുകൾ ആയിക്കോട്ടെ സുര, എന്താടാ. ഓക്കെ, അപ്പൊ അതിന്റെ ലിമിറ്റേഷൻസ് ഒന്ന് ഓർത്ത് വെച്ചോ. ലാക്ക് ഓഫ് ഫ്രഷ് ടാലന്റ് അല്ലെ, നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ, ബിസിനസിന്റെ ഉള്ളിൽ നിന്ന് നമ്മൾ ആളെ സെലക്ട് ചെയ്തിരിക്കുമ്പോൾ മാക്സിമം ഇന്ന് വലിയ ഫ്രഷ് ടാലന്റ് ഉള്ള ആളുകളെ കിട്ടണമെന്നില്ല. എംപ്ലോയീസ് അതിന് എന്തായാലും കോംപ്ലക്സൻസി അല്ലെ, അവർക്ക് കോംപ്ലക്സ് ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ നോട്ട് ഫോർ ന്യൂ എന്റർപ്രൈസസിന് പറ്റുന്നതല്ല. റെഡ്യൂസ് കോമ്പറ്റീഷൻ കുറയും, പിന്നെയോ പ്രൊഡക്ടിവിറ്റി കുറയും. ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കാം. നമ്മളിവിടെ എക്സ്റ്റേണൽ സോഴ്സസിന്റെ മെറിറ്റ്സ് ഒന്ന് പഠിച്ചു വെക്കണം. ഡിമെറിറ്റ്സ് സാറ് പറഞ്ഞിട്ടുണ്ട്. എംപ്ലോയീസ് ഡിസാറ്റിസ്ഫാക്ഷൻ, ഓൾറെഡി നമ്മുടെ ഫേമിലുള്ള എംപ്ലോയീസ് ഒരു ഡിസാറ്റിസ്ഫാക്ഷനും കാര്യങ്ങളുണ്ടാവും. ലെങ്തി പ്രോസസ് ആണ് ഇത് എക്സ്റ്റേണൽ നമ്മൾ ചൂസ് ചെയ്യുക എന്നുള്ളത്. പിന്നെ കുറച്ച് ചിലവുണ്ട്. ഓക്കെ, അപ്പൊ ഇന്റേണൽ സോഴ്സസും എക്സ്റ്റേണൽ സോഴ്സസും അല്ലെ, റിക്രൂട്ട്മെന്റിന്റെ ഇന്റേണൽ സോഴ്സസുകളും എക്സ്റ്റേണൽ സോഴ്സസുകളും യെസ് മക്കൾ കൃത്യമായി പഠിക്കണം. അതിന്റെ മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ അല്ലേ? റെഡി അല്ലേ? സെറ്റ് അല്ലേ? റെഡി. അങ്ങനെയെങ്കിൽ മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. മറ്റൊരു ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ആയി ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. നോക്കിക്കോ. ദ പ്രോസസ് ഓഫ് ഫൈൻഡിങ് പോസിബിൾ കാൻഡിഡേറ്റ് ഫോർ എ ജോബ് ഈസ് കോൾഡ് ഡാഷ്. പറഞ്ഞേ, പ്രോസസ് ഓഫ് ഫൈൻഡിങ് പോസിബിൾ കാൻഡിഡേറ്റ്സ് അല്ലെ, പോസിബിൾ കാൻഡിഡേറ്സിനെ നമ്മൾ കണ്ടെത്തുന്ന ആ ഒരു പ്രോസസ്സിനെ നമ്മൾ എന്ത് പറയും മക്കളെ? സെലക്ഷൻ, ട്രെയിനിങ്, റിക്രൂട്ട്മെന്റ്, നൺ ഓഫ് ദിസ്. ഏതാണ്? അറിയാലോ, നമ്മൾ കണ്ടുപിടിക്കുന്ന അല്ലെ, ഫൈൻഡ് ചെയ്യുന്നു. ഏത്? യെസ്, റിക്രൂട്ട്മെന്റ് ആണ് അല്ലെ, റിക്രൂട്ട്മെന്റ് ആണ്. കറക്റ്റ്. ഓക്കെ, ഇൻ സ്റ്റാഫിംഗ് ഫംഗ്ഷൻ വിച്ച് കോമ്പിനേഷൻ ഓഫ് ആക്ടിവിറ്റി ഇൻ ദ സീക്വൻഷ്യൽ ഓർഡർ ഈസ് കറക്റ്റ്? ഒന്ന് പറഞ്ഞേ, ഇവിടെ തന്നതിൽ ഏതാണ് സീക്വൻഷ്യൽ ഓർഡറിൽ കറക്റ്റ്? റിക്രൂട്ട്മെന്റ്, സെലക്ഷൻ, ട്രെയിനിങ്, പ്ലേസ്മെന്റ് ആണോ? സെലക്ഷൻ, റിക്രൂട്ട്മെന്റ്, ട്രെയിനിങ്, റിക്രൂട്ട്മെന്റ്, പ്ലേസ്മെന്റ് ആണോ? റിക്രൂട്ട്മെന്റ്, സെലക്ഷൻ, പ്ലേസ്മെന്റ്, ട്രെയിനിങ് ആണോ? റിക്രൂട്ട്മെന്റ്, ട്രെയിനിങ്, സെലക്ഷൻ ആൻഡ് പ്ലേസ്മെന്റ് ആണോ? പറഞ്ഞേ, ഏതാ അതിൽ ആൻസർ? ഇതിൽ ഏതാണ് കറക്റ്റ് സീക്വൻഷ്യൽ ഓർഡറിലുള്ള പ്രോസസ്? ഇതിൽ ഏതാ? ഒന്ന് പറഞ്ഞേ. അതെ, ഏതാണ്? ഏതാ? യെസ്, ഏതാ? സി ആണ്. കറക്റ്റ്. എ അല്ല. ചെറിയൊരു വ്യത്യാസം. ട്രെയിനിങ് ആൻഡ് പ്ലേസ്മെന്റ് ആണോ? അല്ല, പ്ലേസ്മെന്റ് ആൻഡ് ട്രെയിനിങ് ആണ്. ആദ്യം പ്ലേസ് ചെയ്യുക, എന്നിട്ടല്ല ട്രെയിനിങ് കൊടുക്കുക. സി ആണ് കറക്റ്റ്. തെറ്റിക്കരുതേ. ആ സാറ് ഡൗട്ട് അടിച്ച് നോക്കിയേ. പിന്നെ ഓക്കെ, സാറ് വിചാരിച്ച് പെട്ടെന്ന് സാറ് ആദ്യം പ്ലേസ്മെന്റ്, ട്രെയിനിങ് അങ്ങനെ വായിച്ചേ. ഓക്കെ, ഇമ്പോർട്ടൻറ്റ്, പഠിച്ചു വെച്ചോളാം.
ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? അതൊക്കെ ഒന്ന് ഓർത്ത് വയ്ക്കുക കേട്ടോ. പിന്നെ അങ്ങനെയാണെങ്കിൽ മക്കളെ എക്സ്പ്ലെയിൻ എനി 8 എക്സ്റ്റേണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റ് ഉണ്ടല്ലോ. എക്സ്റ്റേണൽ സോഴ്സ് ചോദിച്ചിട്ടുണ്ട്. എക്സ്പ്ലെയിൻ എക്സ്റ്റേണൽ സോഴ്സ് ഉണ്ടല്ലോ. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. റിപ്പീറ്റ് ചെയ്ത് നമ്മൾ കാണാറുണ്ട്. പഠിച്ചു വെച്ചോളാം. ഓക്കെ, എക്സ്റ്റേണൽ സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെന്റ് അറിയാലോ. റിക്രൂട്ട്മെന്റിൽ ഇന്റേണൽ സോഴ്സും ഉണ്ട്, എക്സ്റ്റേണൽ സോഴ്സസ്. ഇന്റേണൽ സോഴ്സിൽ ആകെ 2 ട്രാൻസ്ഫറും പ്രൊമോഷനും. എക്സ്റ്റേണൽ സോഴ്സസിൽ ഈ 10 ഉണ്ട് അല്ലെ. പുറത്തു നിന്ന് നമ്മളാളെ റിക്രൂട്ട് ചെയ്യുന്നു. സെറ്റ്. ഓക്കെ. അപ്പൊ ശ്രദ്ധിച്ചോ, എന്തൊക്കെയാ? ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ഉണ്ട് അല്ലെ, ഡയറക്റ്റ് ആയിട്ട്. പിന്നെയോ കാഷ്വൽ കോളേഴ്സ് ഉണ്ട്. പിന്നെയോ അഡ്വർടൈസ്മെന്റ് ഉണ്ട്. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിലൂടെ നമുക്ക് റിക്രൂട്ട്മെന്റ് നടത്താം. പിന്നെയോ നമുക്കുള്ള പല എംപ്ലോയ്മെന്റ് ഏജൻസീസ് പ്ലേസ്മെന്റ് ഏജൻസീസിന്റെ, അതുപോലെ തന്നെ മാനേജ്മെന്റ് കൺസൾട്ടൻസ് ഉണ്ട്. ഓക്കെ, പറഞ്ഞാലേ. പിന്നെയോ ക്യാമ്പസ് ഇന്റർവ്യൂസ് ഉണ്ട്. ഓക്കെ അല്ലെ, ക്യാമ്പസ് റിക്രൂട്ട്മെന്റ് ഉണ്ട്. പിന്നെയോ റെക്കമെൻഡേഷൻ ഓഫ് എംപ്ലോയി, ഓൾറെഡി ഉള്ള എംപ്ലോയീസിന്റെ റെക്കമെൻഡേഷൻ ഉണ്ട്. പിന്നെയോ ലേബർ കോൺട്രാക്ടേഴ്സ് ഉണ്ട്, അവരെ കോൺടാക്ട് ചെയ്യാം. പിന്നെയോ അഡ്വർടൈസിംഗ് ഓൺ ടെലിവിഷനിലുണ്ട്. ദെൻ ലാസ്റ്റ് വെബ് പബ്ലിഷിംഗ് ഉണ്ട്. അറിയാലോ, ഈ 10 ഓർത്ത് വെച്ചിരിക്കണം. 10 എഴുതാൻ ചോദിച്ചിട്ടില്ലെങ്കിലും ചിലപ്പോൾ അതുപോലെ 8 എഴുതൂ, അല്ലെങ്കിൽ ചിലപ്പോൾ 10 ചോദിക്കും. എക്സ്പ്ലെയിൻ ചെയ്യൂ. 8 മാർക്കിനൊക്കെ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇമ്പോർട്ടൻ്റ് ആണ്. എക്സ്റ്റേണൽ സോഴ്സുകൾ പഠിച്ചു വയ്ക്കുക. റിക്രൂട്ട്മെന്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഓർത്തിട്ടുള്ള. റിക്രൂട്ട്മെന്റിന് ഇന്റേണലും അതുപോലെ തന്നെ എക്സ്റ്റേണലും ഉണ്ട്. ഓക്കെ, എക്സ്റ്റേണലും ഉണ്ട്. ഇന്റേണൽ ആകെ 2 ഉള്ളൂ, ട്രാൻസ്ഫറും പ്രൊമോഷനും. ഓക്കെ അല്ലേ? ട്രാൻസ്ഫറും പ്രൊമോഷനും. എക്സ്റ്റേണലിൽ 10 അതാണ് നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഇമ്പോർട്ടൻറ്റ് പഠിച്ചു വെച്ചോളാം. പഠിക്കാതെ പോകണ്ട. ആകെ നിങ്ങൾക്ക് ഓർത്ത് വെച്ചാൽ മതി. പോയിന്റുകൾ ഓർത്ത് വെച്ചാൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. കാരണം ഇതൊക്കെയാ പോയിന്റ്. ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ്, കാഷ്വൽ കോളേഴ്സ് ആണ്, അഡ്വർടൈസ്മെന്റ് ആണ്, എംപ്ലോയ്മെന്റ് എക്സ്റ്റേണൽ ആണ്. ഇങ്ങനത്തെ കാര്യങ്ങളാണ് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. സെറ്റ് അല്ലേ? റെഡി അല്ലേ? ഓക്കെ, അങ്ങനെയൊക്കെ നോക്കിക്കോ. എക്സ്പ്ലെയിൻ ദ പ്രൊസീജിയർ ഓഫ് സെലക്ഷൻ ഓഫ് എംപ്ലോയീസ്. അടുത്തത് സെലക്ഷൻ ഓഫ് എംപ്ലോയീസ്. നമ്മൾക്ക് ഈ ചാപ്റ്ററിൽ, അതായത് സ്റ്റാഫിംഗ് ചാപ്റ്ററിൽ മെയിൻ ആയിട്ട് നമ്മൾ പഠിക്കുന്നത് ഏതാ? സ്റ്റാഫിംഗിന്റെ ആസ്പെക്ട്സ് ആണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. അതിൽ ഒന്നാമത്തത് റിക്രൂട്ട്മെന്റ് ആണ്. ഓക്കെ, അപ്പോൾ റിക്രൂട്ട്മെന്റ് എന്താണെന്ന് നമുക്കറിയാം. റിക്രൂട്ട്മെന്റിൽ ഉൾപ്പെടുന്ന 2 കാര്യങ്ങളേ ഉള്ളൂ. ആ സാർ ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, പിന്നെ വരുന്ന ആസ്പെക്ട്സ് എന്ന് പറഞ്ഞതാ ഇവിടെ പറഞ്ഞ കാര്യമാണ് സെലക്ഷൻ ആണ്. ഓക്കെ, സെലക്ഷനിൽ നിങ്ങൾക്ക് ഒരേ ഒരു കാര്യമേ പഠിക്കാനുള്ളൂ. എന്താണ്? സെലക്ഷന്റെ പ്രോസസ്സാണ്. ഓക്കെ, സെലക്ഷന്റെ പ്രോസസ്സാണ്. ഓക്കെ, അത് എഴുതൂ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ സെലക്ഷന്റെ പ്രോസസ്സുകൾ ഓർത്തു. ആദ്യം സെലക്ഷൻ എന്ന് പറഞ്ഞാൽ അറിയാലോ, നമ്മൾ പറഞ്ഞു ഒരു നെഗറ്റീവ് എന്താണ് നെഗറ്റീവ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. ഇവിടെ സ്റ്റാഫിങ്ങിൽ നടക്കുന്ന നെഗറ്റീവ് ആയിട്ടുള്ള പ്രോസസ്സാണ് സെലക്ഷൻ. നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ? അപ്പോൾ സെലക്ഷന്റെ പ്രോസസ് ഓർത്ത്. ഒന്നാമത് ഒരു പ്രിലിമിനറി ഇന്റർവ്യൂ നമ്മൾ നടത്തും അല്ലെ. നമുക്ക് വന്നിട്ടുള്ള ഒരുപാട് കണ്ടക്ടർ പേഴ്സണൽ അസിസ്റ്റന്റ് ടു സ്ക്രീനിങ് ഔട്ട് ക്ലിയർലി അൺസ്യൂട്ടബിൾ കാൻഡിഡേറ്റ്സ് ആണല്ലോ. അൺസ്യൂട്ടബിൾ ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ ഒഴിവാക്കാൻ വേണ്ടി നമുക്ക് ഒരുപാട് ആപ്ലിക്കേഷൻസ് വന്നിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ആ ഒരു ബൾക്ക് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസിനെ ഒന്ന് കുറയ്ക്കാൻ വേണ്ടി നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നു? ഒരു പ്രിലിമിനറി സ്ക്രീനിങ് അല്ലെങ്കിൽ ഒരു ഇന്റർവ്യൂ നമ്മൾ ആദ്യം നടത്തും. ഓക്കെ, അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു സെലക്ഷൻ ടെസ്റ്റ് നടത്തും. ഓക്കെ, സെലക്ഷൻ ടെസ്റ്റ്. ആ സെലക്ഷൻ ടെസ്റ്റിലാണ് നമ്മൾ നേരത്തെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുന്നതാ. പല ടൈപ്പിലുള്ള സെലക്ഷൻ ടെസ്റ്റുകൾ മക്കളെ നേരത്തെ സാറ് പറഞ്ഞു. ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഒക്കെ പറഞ്ഞു, അതൊക്കെ പഠിച്ചോളാ. ഇന്റലിജൻസ് ടെസ്റ്റ്, നമ്മളെന്താ IQ, ലേണിംഗ് എബിലിറ്റി, ഡിസിഷൻ മേക്കിംഗ് എബിലിറ്റി എല്ലാം നോക്കുന്നതാണ് ഇന്റലിജൻസ്. ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഒരു പുതിയ ന്യൂ സ്കില്ല് ലേൺ ചെയ്യാനുള്ള നമ്മുടെ നമ്മുടെ പൊട്ടൻഷ്യൽ അത് നോക്കുന്നതാണ് ഇത് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. അങ്ങനെയെങ്കിലോ പേഴ്സണാലിറ്റി ടെസ്റ്റ് ഉണ്ട് അല്ലെ. നമ്മുടെ ഇമോഷൻസ്, നമ്മുടെ റിയാക്ഷൻസ്, നമ്മുടെ മെച്യൂരിറ്റികൾ അതൊക്കെ നോക്കുന്നതാണ് ഇത് നമ്മുടെ പേഴ്സണൽ ടെസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെയെങ്കിൽ ട്രേഡ് ടെസ്റ്റ് ഉണ്ട്. ട്രേഡ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്തിട്ടുള്ള ആ ഒരു ജോബിന് വേണ്ട എന്തെല്ലാം സ്കില്ലുകൾ ഓൾറെഡി നമ്മുടെ കയ്യിലുണ്ട് അത് ചെക്ക് ചെയ്യുന്നതാണ് അല്ലെ. നമുക്ക് ആ ഒരു ജോബിന് വേണ്ട സ്കില്ലുകൾ എന്തെല്ലാം നമ്മുടെ കയ്യിലുണ്ട് എന്ന് നോക്കുന്നതാണ് ഇത് നമ്മുടെ ട്രേഡ് ടെസ്റ്റ് എന്ന് പറയുന്നത്. ദെൻ ലാസ്റ്റ് ഇൻട്രസ്റ്റ് ടെസ്റ്റ് അല്ലെ. നമ്മുടെ ഇൻട്രസ്റ്റും കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. അപ്പം ഇത്രയും ടെസ്റ്റിലൂടെയാണ് എന്ത് ചെയ്യുക? നമ്മൾ സെലക്ഷൻ ടെസ്റ്റുകൾ ചെയ്യാൻ. നമ്മളെ ബിസിനസ്സിൽ ഏതാണ് വേണ്ടത് അതിനനുസരിച്ച് നമ്മൾ ചൂസ് ചെയ്യും. സെറ്റ് അല്ലേ? അപ്പം ദെൻ അടുത്ത് നോക്കിക്കോ. അടുത്ത സെലക്ഷന്റെ പ്രോസസ് എംപ്ലോയ്മെന്റ് ഇന്റർവ്യൂ ആണ് അല്ലെ. ഫേസ് ടു ഫേസ് ഒരു ഇന്റർവ്യൂ, ഫേസ് ടു ഫേസ് മീറ്റിംഗ് ടു അസസ് ദ കാൻഡിഡേറ്റ് ആൻഡ് പ്രൊവൈഡ് ജോബ് ഡീറ്റെയിൽസ്.
ഇന്റർവ്യൂ നടത്തുന്നു. ഇന്റർവ്യൂ നടത്തിയ ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? യെസ്, സെലക്ഷൻ ഡിസിഷൻ എടുക്കുന്നു അല്ലെ. ആരെയാണ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത് എന്നുള്ള സെലക്ഷൻ ഡിസിഷൻ എടുക്കുന്നു. ഓക്കെ, അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? റെഫറൻസ് ആൻഡ് ബാക്ക്ഗ്രൗണ്ട് ചെക്ക് അല്ലെ. നമ്മൾ ആ ചൂസ് ചെയ്ത വ്യക്തി അല്ലെങ്കിൽ നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള ആ ഒരു വ്യക്തിയുടെ ബാക്ക്ഗ്രൗണ്ട് ചെക്കും കാര്യങ്ങളും നടത്തുന്നു. അയാൾ നോൺ റിലേറ്റീവ് ആയിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ മുൻപ് വർക്ക് ചെയ്തിട്ടുള്ള സ്ഥലങ്ങളൊക്കെ വിളിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? യെസ്, അയാളുടെ പേഴ്സണാലിറ്റിയും കാര്യങ്ങളൊക്കെ നമ്മൾ ഒന്ന് ചെക്ക് ചെയ്യുന്നു, ബാക്ക്ഗ്രൗണ്ട് ചെക്ക് നടത്തുന്നു. അങ്ങനെ ബാക്ക്ഗ്രൗണ്ട് ചെക്ക് നടത്തിയതിനു ശേഷം നമ്മൾ അയാൾക്കൊരു മെഡിക്കൽ എക്സാമിനേഷൻ നടക്കുന്നു. അയാൾ നമ്മുടെ ജോബിന് യെസ് ഫിറ്റ് ആണോ അല്ലെ എന്ന് നോക്കാൻ വേണ്ടി, അയാൾ ഫിസിക്കലി ഒക്കെ ഓക്കെ ആണോ എന്ന് നോക്കാൻ വേണ്ടി ഒരു മെഡിക്കൽ നടത്തുന്നു? എക്സാമിനേഷൻ നടത്തുന്നു. അതിനുശേഷം എന്ത് ചെയ്യുന്നു? അയാൾക്ക് ജോബ് ഓഫർ അല്ലെ ഓഫർ ലെറ്റർ കൊടുക്കുന്നു. ആ ഓഫർ ലെറ്റർ കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? അയാൾ അതിനൊരു കൺഫർമേഷൻ അല്ലെ അത് ആക്സെപ്റ്റ് ചെയ്തു എന്നുള്ള ഒരു കൺഫർമേഷൻ അയാൾ തിരിച്ച് യെസ് നമ്മുടെ കമ്പനിയെ അറിയിക്കണം. അങ്ങനെ യെസ് ആ ഒരു ദിവസം അയാൾ ജോയിൻ ചെയ്യുന്ന ദിവസം അയാളെ ആയിട്ട് നമ്മൾ ഒരു കോൺട്രാക്ട് സൈൻ ചെയ്യും. സെറ്റ് അല്ലേ? അപ്പം ഈ 8 എണ്ണമാണ് സെലക്ഷന്റെ പ്രോസസ്സുകൾ. ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചു വെച്ചുള്ള സെലക്ഷൻ പ്രോസസ്സ്. ഓക്കെ, 8 പോയിന്റ്സുകളാണ് സെലക്ഷൻ പ്രോസസ്സിനുള്ളത്. അത് നിർബന്ധമായിട്ടും പഠിക്കണം, പഠിക്കാതെ പോകണ്ട. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? റെഡി അല്ലേ? ഓക്കെ 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 അങ്ങനെയെങ്കിൽ അടുത്തത് ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ ഓൺ ദ ജോബ് ട്രെയിനിങ് ആൻഡ് ഓഫ് ദ ജോബ് ട്രെയിനിങ്. കണ്ടല്ലോ, ക്വസ്റ്റ്യൻ 8 മാർക്കിന് വന്ന ക്വസ്റ്റ്യൻ ആണ്. ഓൺ ദ ജോബ് ട്രെയിനിങ്ങും ഓഫ് ദ ജോബ് ട്രെയിനിങ്ങും തമ്മിലുള്ള ഡിഫറൻസ് ചെയ്ത. അടുത്ത ചോദിച്ചോ, ട്രെയിനിങ് ഈസ് ബെനിഫിഷ്യൽ ഫോർ ബോത്ത് ഓർഗനൈസേഷൻ ആൻഡ് എംപ്ലോയി. കണ്ടല്ലോ, ട്രെയിനിങ് ഈസ് ബെനിഫിഷ്യൽ ഫോർ, അതായത് നമ്മുടെ ട്രെയിനിങ്ങിന്റെ ബെനിഫിറ്റ്സ് ചെയ്താൽ ആർക്കൊക്കെ ഉള്ള? ഓർഗനൈസേഷനുള്ള ബെനിഫിറ്റ്സും അതുപോലെ തന്നെ എംപ്ലോയീസിനുള്ള ബെനിഫിറ്റ്സും എഴുതുക. ഓക്കെ, write any two benefit each organization and employee, then differentiate between on the job training and off the job. On the job training ഒക്കെ റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്നു. 25 ചോദിച്ചിട്ടുണ്ട്, 23 ചോദിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ explain the various on the job training method. കണ്ടല്ലോ, on the job training method മാത്രം എഴുതാനായിട്ട് വീണ്ടും ചോദിച്ചിട്ടുണ്ട് 2021. റിപ്പീറ്റ് ആകുന്ന ക്വസ്റ്റ്യൻ ആണ്. അതിൻ്റെ ഇടയിൽ ഉൾപ്പെടുന്ന കാര്യമാണ് ട്രെയിനിങ്ങിന്റെ ബെനിഫിറ്റ് ചെയ്താൽ എംപ്ലോയീസിനുള്ള ബെനിഫിറ്റ് അതുപോലെ തന്നെ ഓർഗനൈസേഷനുള്ള ബെനിഫിറ്റ് എന്നുള്ളത് സെപ്പറേറ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്നും ജസ്റ്റ് ഓർത്ത് വെക്കുക. ഓക്കെ, അപ്പൊ എന്ത് പഠിച്ചിരിക്കണം? ഓൺ ദ ജോബ് ട്രെയിനിങ്ങും ഓഫ് ദ ജോബ് ട്രെയിനിങ്ങും പഠിക്കാതെ മക്കൾ പോവേണ്ട. ഓക്കെ, പോവേണ്ട. നോയിക്കോ. സാർ നേരത്തെ പറഞ്ഞു, നമുക്ക് ഈ ചാപ്റ്ററിൽ ആസ്പെക്ട്സിൽ നമുക്ക് പഠിക്കാനുള്ളത് സ്റ്റാഫിങ്ങിന്റെ ആസ്പെക്ട്സിൽ നമുക്ക് പഠിക്കാനുള്ള റിക്രൂട്ട്മെന്റും സെലക്ഷനും ലാസ്റ്റ് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റും ആണ്. ഓക്കെ, ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് മെയിൻ ആയിട്ട് ഓൺ ദ ജോബും അതുപോലെ തന്നെ ഓഫ് ദ ജോബും ആണ്. അത് നോക്കാതെ വെക്കണ്ട, അത് നോക്കാതെ പോവേണ്ട ആരും. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ചാപ്റ്ററിൽ. എങ്ങനെ വേണമെങ്കിൽ ക്വസ്റ്റ്യൻ വരാം. ഇതൊക്കെ വെറും എസ്സേക്ക് വേണ്ടി എന്നുള്ള രീതിയിലല്ല നിങ്ങൾ പഠിക്കേണ്ടത്. 2 മാർക്കിന്റെ 1 മാർക്കിന്റെ 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ടെന്താ അതിൽ നിന്ന് ചോദ്യം വരും. സോ പഠിച്ചു വെച്ചോളാം. സ്റ്റാഫിംഗ് പ്രോസസ്സുകൾ ഫസ്റ്റ് തന്നെ പറയുന്നുണ്ട്. സ്റ്റാഫിംഗ് എന്താണ്? സ്റ്റാഫിങ്ങിന്റെ പ്രോസസ്സുകൾ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ക്വസ്റ്റ്യൻ കാണാറുണ്ട്. യെസ്, നമുക്ക് ആദ്യം എന്താക്കാം? ഓൺ ദ ജോബും ഓഫ് ദ ജോബും ഒന്ന് നോക്കാം. ഓൺ ദ ജോബ് ട്രെയിനിങ് അറിയാലോ. എന്താണ് നമ്മൾ ട്രെയിൻ ചെയ്യുക? എങ്ങനെയാ? യെസ്, ആ ഒരു ജോബ് ചെയ്തുകൊണ്ട് ആ സെയിം വർക്ക് പ്ലേസിൽ നിന്ന് തന്നെ നമ്മൾ എന്താക്കുക? യെസ്, എന്താവുക? ട്രെയിൻഡ് ആവുക. അതാണ് ഇതിന് ഓൺ ദ ജോബ്. അപ്പം ഓൺ ദ ജോബിൽ നമുക്കറിയാം 4 എണ്ണമാണ് വരുന്നത്. അപ്രന്റീസ്ഷിപ്പ്, കോച്ചിങ്, ഇന്റേൺഷിപ്പ് ആൻഡ് ജോബ് റൊട്ടേഷൻ. പഠിക്കാതെ പോകണ്ട. അപ്രന്റീസ്ഷിപ്പ് എന്ന് പറഞ്ഞാൽ അറിയാലോ, നമ്മുടെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള എന്ത് ചെയ്യുക? ഒരു ഗൈഡൻസ് അല്ലെ, ഒരു വ്യക്തിയുടെ അണ്ടറിൽ നമ്മൾ എന്താക്കുക? വർക്ക് ചെയ്യുക. ട്രെയിനി ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ട് നമ്മൾ എന്താക്കുക? പഠിക്കുക. അതാണിത് അപ്രന്റീസ്ഷിപ്പ്. അധികം ഈ ഇലക്ട്രീഷ്യൻ, പ്ലംബർ, അതുപോലെ തന്നെ കാർപ്പൻ്റർ, മെക്കാനിക്, അങ്ങനത്തെ എന്താണ് അല്ലെ ITI റിലേറ്റഡ് ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ITIസിലൊക്കെ അധികം എന്താണ് ഇത്തരത്തിലുള്ള ട്രെയിനിങ് ഉണ്ടാവും. അപ്രന്റീസ്ഷിപ്പ് ട്രെയിനിങ്ങും കാര്യങ്ങളും ഉണ്ടാവും. പിന്നെ എന്താ? കോച്ചിങ് ഇതുപോലെ തന്നെ കോച്ചിങ് എന്ന് പറഞ്ഞാൽ സീനിയർ മാനേജർ ഗൈഡ് ആൻഡ് ട്രെയിൻ ബൈ സെറ്റിംഗ് ഗോൾസ്, ഗിവിംഗ് ഫീഡ്ബാക്ക് ആൻഡ് ഹെൽപ്പിംഗ് ഇംപ്രൂവ് പെർഫോമൻസ് അല്ലെ. ഒരു സീനിയർ ആയിട്ടുള്ള ഒരു വ്യക്തി നമ്മളെ കൂടെ ഉണ്ടാവും, നമ്മളെ ഗൈഡ് ചെയ്യാനും ഫീഡ്ബാക്ക് ചെയ്യാനും അല്ലെ, നമ്മളെ വർക്ക് ഇംപ്രൂവ് ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ട് ഒരാൾ നമ്മളെ കൂടെ നമ്മളെ കോച്ചായിട്ടുണ്ടാവും. അങ്ങനെ നമ്മൾ എന്താക്കുന്നു? ട്രെയിൻ ചെയ്യുന്നു. അടുത്തെന്താ? ഇന്റേൺഷിപ്പാണ് അല്ലെ. നമ്മുടെ എഡ്യൂക്കേഷണൽ ഫീൽഡിലൊക്കെ ഉള്ള ആളുകൾ ഒക്കെ എന്താണ്? സ്റ്റുഡൻസ് ഒക്കെ എന്താണ്? ഒരു കമ്പനിയിലൊക്കെ എന്താക്കുക? ഒരു നിശ്ചിത ടൈമിൽ ചെല്ലുക, അവിടെ പോയിട്ട് പഠിക്കുക.
ചില കാര്യങ്ങൾ നമ്മൾ CA കാരൊക്കെ ചെയ്യും. ഓക്കെ, അതാണ് ഇത് ഇന്റേൺഷിപ്പ് എന്ന് പറയുന്നത്. നമ്മൾ ടീച്ചിങ് പ്രാക്ടീസിനൊക്കെ ടീച്ചേഴ്സൊക്കെ നിങ്ങൾ സ്കൂളിൽ വരാറില്ലേ, അതൊക്കെ എന്താണ്, ഇന്റേൺഷിപ്പാണ്. ദെൻ ലാസ്റ്റ് ജോബ് റൊട്ടേഷൻ ആണ് അല്ലെ, ഒരു വ്യക്തിയെ ഒരു ഓർഗനൈസേഷനിലെ പല ഡിപ്പാർട്ട്മെന്റിലേക്ക് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുക, അങ്ങോട്ടും ഇങ്ങോട്ടും ഇടുക. അതെന്താ, ഒരുപാട് ജോബുകൾ ചെയ്ത അയാൾ ട്രെയിൻഡ് ആവും അല്ലെ, ആ ഒരു ബിസിനസ്സിൽ ഉൾപ്പെടുന്ന ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് അയാൾ ട്രെയിൻഡ് ആവും. അതാണ് ഇത് ജോബ് റൊട്ടേഷൻ. അപ്പൊ ഈ 4 ഓൺ ദ ജോബിൽ വരുന്നത്. പഠിച്ചോളുക ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ഇനി ഓഫ് ദ ജോബും ഇതേപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ്. ഓഫ് ദ ജോബ് എന്ന് പറഞ്ഞാൽ അറിയാലോ, നമ്മുടെ എന്താണ് ആക്ച്വൽ ജോബ് എൻവിറോൺമെന്റിലല്ല, അല്ലാതെ അല്ലെ പുറത്ത് മറ്റൊരു വർക്ക് പ്ലേസ് സെറ്റ് ചെയ്യുകയും അവിടെ നമ്മൾ എന്താക്കുക, ട്രെയിൻ ചെയ്ത് പഠിക്കുകയും ചെയ്യുന്നതിനാണ് ഓഫ് ദ ജോബ് ട്രെയിനിങ് എന്ന് പറയാം. ഓക്കെ, അപ്പൊ ഈ ഓഫ് ദ ജോബ് ട്രെയിനിങ്ങിൽ തന്നെ ആദ്യത്തെ എന്താ, ക്ലാസ് റൂം ലെക്ചർ അല്ലെങ്കിൽ കോൺഫറൻസ് അല്ലെ. ക്ലാസ് റൂം ഇതാ ടീച്ചിങ് പോലെ ഇരുത്തി പഠിപ്പിക്കുക. അതധികം എന്തായിരിക്കും, നമ്മളൊരു ബിസിനസിന്റെ അല്ലെങ്കിൽ നമ്മൾ ജോലി ചെയ്യാൻ പോകുന്ന സ്ഥാപനത്തിന്റെ റൂളുകളും കാര്യങ്ങളൊക്കെ ആയിരിക്കും അങ്ങനെ പഠിപ്പിക്കുക അല്ലെ. സോ അതാണ് ഇത് ക്ലാസ് റൂം ലെക്ചർ. പിന്നെ അതുപോലെ തന്നെ എന്താ, ഫിലിം ഉണ്ട്. ഫിലിം എന്ന് പറഞ്ഞാൽ വീഡിയോ ഒക്കെ ആയിട്ട് അല്ലെ, പിക്ചർ വൈസ്, വീഡിയോ വൈസ് അല്ലെങ്കിൽ ഫിലിം വൈസ് ഒക്കെ നമ്മൾ എന്താക്കുക, കാണിച്ച് പഠിപ്പിക്കുക. അതായത് പല പ്രാക്ടിക്കലി കാര്യങ്ങളൊക്കെ ആയിരിക്കും അതുപോലെ വീഡിയോ ഒക്കെ ആയിട്ട് പഠിപ്പിക്കുക അല്ലെ. സോ അതാണ് ഇത് ഫിലിം എന്ന് പറയുന്നത്. പിന്നെ എന്തുണ്ട്, കേസ് സ്റ്റഡി ഉണ്ട് അല്ലെ. ആ ഒരു ജോബ് നമുക്ക് ചെയ്യുമ്പോൾ ആ ജോബിൽ നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരുന്ന അല്ലെങ്കിൽ നമ്മൾ ഡീല് ചെയ്യേണ്ടി വരുന്ന ഏതെങ്കിലും ഒരു കേസ്, ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ അത് നമുക്ക് തരികയും ആ സിറ്റുവേഷൻ നമ്മൾ ഡീല് ചെയ്തുകൊണ്ട് നമ്മൾ എന്താക്കുക, പഠിക്കുക. ഓക്കെ, അതാണ് ഇത് കേസ് സ്റ്റഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ അങ്ങനെയെങ്കിൽ ഇതാ കമ്പ്യൂട്ടർ മോഡലിംഗ് ഉണ്ട്. കമ്പ്യൂട്ടർ മോഡലിംഗ് എന്ന് പറഞ്ഞാൽ നമ്മളാ ഒരു സിമുലേറ്റിംഗ് റിയൽ ലൈഫ് സിറ്റുവേഷൻ എവിടെ സെറ്റ് ചെയ്യുക, കമ്പ്യൂട്ടറിൽ സെറ്റ് ചെയ്യുക. ഓക്കെ, അത് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു ആ ഒരു ജോബിന്റെ അല്ലെങ്കിൽ ആ ഒരു എൻവിറോൺമെന്റ് അല്ലെങ്കിൽ ആ ഒരു നമ്മൾ ചെയ്യാൻ പോകുന്ന ആ ഒരു ജോബ് നമ്മളിതാ കമ്പ്യൂട്ടറിൽ സെറ്റ് ചെയ്യുകയും കമ്പ്യൂട്ടർ ത്രൂ നമ്മളത് വർക്ക് ചെയ്ത് പഠിക്കുക. അധികം ഈ എയർപ്ലെയിൻ, ഈ പൈലറ്റ്സ് ഒക്കെയാണ് അധികം ഇത് ചെയ്യുക. ഓക്കെ, പൈലറ്റ്സ് ട്രെയിൻ യൂസിങ് ഫ്ലൈറ്റ് സിമുലേറ്റർ. ഫ്ലൈറ്റ് സിമുലേറ്റർ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അത് യൂസ് ചെയ്താണ് അവർ ആദ്യം എന്താക്കുക, ഒന്ന് പഠിക്കുക, ട്രൈ ചെയ്യുക, അതായത് ട്രെയിനിങ് എടുക്കുക. അപ്പോൾ അതെന്താണ് ഇത് കമ്പ്യൂട്ടർ മോഡലിംഗ് എന്ന് പറയുന്നത്. പിന്നെന്ത്, വെസ്റ്റിബ്യൂൾ ട്രെയിനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ജോബിന് യൂസ് ചെയ്യുന്ന ആ സെയിം എക്യുപ്മെന്റ്സും കാര്യങ്ങളും നമ്മൾ യൂസ് ചെയ്യുന്ന ആ സെയിം റിയൽ എക്യുപ്മെന്റ്സും കാര്യങ്ങളെല്ലാം യൂസ് ചെയ്തുകൊണ്ട് വർക്ക് പ്ലേസിലല്ല മറ്റൊരു സ്പേസ്, മറ്റൊരു വർക്ക് എൻവിറോൺമെന്റ് നമ്മൾ സെറ്റ് ചെയ്യുകയും അവിടെ നമ്മൾ ട്രെയിൻ ചെയ്ത് പഠിക്കുകയും ചെയ്യാം. ഓക്കെ, അതായത് ഇപ്പൊ നോക്കിക്കോ, നമ്മളെ ഇപ്പോ പൈലറ്റ്സ് ആവാൻ പോകുന്ന ആളുകൾ അല്ലെ, അവരെന്താ എയർപോർട്ടിലൂടെയാണോ വിമാനം ഓടിച്ച് പഠിക്കുക? അല്ലേ. പക്ഷെ അവർക്ക് അതിൻ്റെതായിട്ടുള്ള ട്രെയിനിങ് നടത്താൻ മറ്റൊരു സ്പേസും കാര്യങ്ങളും ഉണ്ട്. അവിടെ അവർ വിമാനം അല്ലെ, അത് അവർ പ്ലെയിനൊക്കെ ഓടിച്ച് തന്നെ പഠിക്കുക അല്ലെ. അവർക്ക് ആ സെയിം റിയൽ എക്യുപ്മെന്റ്സ് തന്നെ അവർ യൂസ് ചെയ്യും. പക്ഷെ വർക്ക് പ്ലേസ് മറ്റൊരു സ്ഥലമായിരിക്കും എന്നുള്ളത് മാത്രം. അപ്പൊ അങ്ങനെ നമ്മൾ ട്രെയിൻഡ് ആവുന്നതാണ് ഇത് വെസ്റ്റിബ്യൂൾ ട്രെയിനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ദെൻ ലാസ്റ്റ് ഉണ്ട് പ്രോഗ്രാംഡ് ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പഠിക്കാനുള്ളതിനെ നമ്മൾ എന്താക്കുക, ഓരോ ഡിപ്പാർട്ട്മെന്റ് അല്ലെ ചെറിയ പാർട്ടായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്ത് വെക്കും. എന്നിട്ട് ഓരോ പാർട്ട് നമ്മൾ ഇങ്ങനെ കവർ ചെയ്ത് പഠിച്ച് പോവുക. ഓരോ ലെവല് നമ്മളിങ്ങനെ കംപ്ലീറ്റ് ചെയ്ത് പോവുക. അതാണ് ഇത് പ്രോഗ്രാംഡ് ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ അല്ലേ. അപ്പം ഓൺ ദ ജോബ് ആൻഡ് ഓഫ് ദ ജോബ് പഠിച്ചിരിക്കണം. പഠിക്കാതെ പോവേണ്ട, ഇമ്പോർട്ടൻ്റ് ആണ്. ഓൺ ദ ജോബും ഓഫ് ദ ജോബും പഠിക്കാതെ ആരും പോകണ്ട കേട്ടോ. ക്വസ്റ്റ്യൻ ഷുവറാണ്. റെഡി അല്ലേ? ഓക്കെ, അങ്ങനെയെങ്കിൽ മറ്റേ ക്വസ്റ്റ്യൻ ചോദിച്ച ക്വസ്റ്റ്യൻ സ്റ്റാഫിംഗ് ഈസ് നോട്ട് എ സിമ്പിൾ പ്രോസസ്, ഇറ്റ് ഇൻവോൾവ് വേരിയസ് സ്റ്റെപ്സ്, എക്സ്പ്ലെയിൻ. ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, പ്രീവിയസ് ഇയറിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. സ്റ്റാഫിങ്ങിന്റെ വേരിയസ് സ്റ്റെപ്സ് അറിയാലോ. ഈ ഒറ്റ കാര്യം ഓർത്ത് വെച്ചാൽ മതി. ഈ ടേബിൾ ആദ്യം നമുക്ക് വേണ്ട മാൻ പവർ റിക്വയർമെന്റ് എത്ര എന്ന് മനസ്സിലാക്കുക അല്ലെ. എത്രയാണ് നമ്മളെ മാൻ പവർ റിക്വയർമെന്റ്. പിന്നെയോ നമ്മൾ എന്ത് ചെയ്യുന്നു, റിക്രൂട്ട്മെന്റ് നടത്തുന്നു. ഫൈൻഡ് ചെയ്യുക, നമുക്ക് വേണ്ട ആളുകളെ കണ്ടുപിടിക്കുകയും അവരെ നമ്മുടെ ജോബിലേക്ക് അപ്ലൈ ചെയ്യിക്കുകയും ചെയ്യുന്നു. റിക്രൂട്ട്മെന്റ് ചെയ്യുക. സെറ്റ്. റിക്രൂട്ട്മെന്റിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, സെലക്ഷൻ നടത്തുന്നു. നമുക്ക് വേണ്ട ആളെ റൈറ്റ് ജോബിന് റൈറ്റ് പേഴ്സണെ ചൂസ് ചെയ്യുന്നു. സെലക്ഷൻ കഴിഞ്ഞാലോ
പ്ലേസ്മെന്റ് ആൻഡ് ഓറിയന്റേഷൻ. അവരെ പ്ലേസ് ചെയ്യുന്നു, ഒരു ഓറിയന്റേഷൻ കൊടുക്കുന്നു. എന്താണ് ജോബ്, എന്താണ് നമ്മുടെ ബിസിനസ് തുടങ്ങിയ കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നു. പ്ലേസ്മെന്റ് ആൻഡ് ഓറിയന്റേഷൻ. അതിനുശേഷം അവർക്ക് എന്താ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് അല്ലെ, അവർക്ക് ആ ഒരു ജോബ് ചെയ്യാൻ വേണ്ട സ്കില്ലുകളും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നു അല്ലെ, എന്താ ട്രെയിനിങ് കൊടുക്കുന്നു. ദെൻ പെർഫോമൻസ് അപ്രൈസൽ. അങ്ങനെ ട്രെയിൻ ചെയ്തിട്ടുള്ള ഓരോ വ്യക്തിയെ നമ്മൾ എന്ത് ചെയ്യുന്നു, റിവ്യൂ ചെയ്യുന്നു. അവരുടെ പെർഫോമൻസ് എങ്ങനെയുണ്ട് നമ്മൾ നോക്കുന്നു അല്ലെ, ഇനിയും ബെറ്റർ ആവാനുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്താനുണ്ടോ എന്നുള്ളതൊക്കെ നമ്മൾ ചെക്ക് ചെയ്യും. അങ്ങനെ ചെക്ക് ചെയ്ത ശേഷം തീരുമാനിക്കുന്നു അയാളുടെ പ്രൊമോഷൻ അല്ലെങ്കിൽ കരിയർ പ്ലാനിങ് നമ്മൾ നോക്കുന്നു അല്ലെ. ഇയാൾ അടിപൊളിയാണ്, ഇയാൾക്ക് പ്രൊമോഷൻ കൊടുക്കണം, ഇയാൾ കുറച്ചുകൂടെ ശരിയാവാണ്ട്, ഇയാളെ കുറച്ച് നമുക്ക് ഒന്നുകൂടെ ട്രെയിൻ ചെയ്യണം അല്ലെ. അങ്ങനെ എന്താണ് അയാളുടെ കരിയർ പ്ലാനിങ് നടത്തുന്നു. റെഡി, പ്രൊമോഷനൊക്കെ ഉള്ള ആളുകൾക്കാണെങ്കിൽ പ്രൊമോഷനൊക്കെ കൊടുക്കുന്നു. ദെൻ ലാസ്റ്റ് എന്താ കോമ്പൻസേഷൻ അല്ലെ, ബോണസ് അല്ലെ ഇൻസെന്റീവ്സ് ഒക്കെ അവർക്ക് വേണ്ട പൈസയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അവരുടെ വർക്കിനൊക്കെ അനുസരിച്ച്, അത് നമ്മൾ എന്താക്കുന്നു, കൊടുക്കുന്നു. പഠിച്ചു വെച്ചോളുക സ്റ്റാഫിങ്ങിന്റെ എന്താ പ്രോസസ്സ്. റെഡി അല്ലേ? ഓക്കെ അല്ലേ മക്കളെ? സെറ്റ് അല്ലേ? റെഡി അല്ലേ? റെഡി അല്ലേ? റെഡി അല്ലേ? സെലക്ഷൻ പ്രോസസ് ആണോ സ്റ്റാഫിംഗ് ആണോ അത് നമുക്ക് പറയാൻ പറ്റില്ല, ഏത് വേണമെങ്കിൽ ചോദിക്കാം. രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. സെലക്ഷൻ പ്രോസസ്സ് സിംഗിൾ ആയിട്ടൊക്കെ ചോദിക്കാം, അല്ലെങ്കിൽ ഒരുമിച്ച് ചോദിക്കാം. ഓക്കെ, ഒരുമിച്ച് എന്താണ് റിക്രൂട്ട്മെന്റ് എഴുതുക, സെലക്ഷൻ എഴുതുക, അതുപോലെ തന്നെ ട്രെയിനിങ് എഴുതുക. ഐ മീൻ എന്താണ് സ്റ്റാഫിങ്ങിന്റെ ആസ്പെക്ട്സ് എന്തെന്നുള്ള 8 മാർക്കിന് ഒറ്റ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ അതെല്ലാം നിങ്ങൾ ഉൾപ്പെടുത്തേണ്ടി വരും. ഓക്കെ, ഇനി അതല്ലാതെ സെപ്പറേറ്റ് ആയിട്ട് ഇതും ചോദിക്കാം. രണ്ടിലും ഏത് എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. രണ്ടും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. പഠിച്ചു വെച്ചോളാം. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? റെഡി. അങ്ങനെയെങ്കിൽ നോക്കിയോ ഒരു ക്വസ്റ്റ്യൻ നോക്കിയോ. മഞ്ജു ഡിസൈഡഡ് ടു സ്റ്റാർട്ട് എ മീഡിയം സ്കെയിൽ ടെക്സ്റ്റൈൽ മാനുഫാക്ചറിംഗ് യൂണിറ്റ് അറ്റ് തിരൂർ. ഓക്കെ, ശ്രദ്ധിച്ചേ, ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വരിക കേട്ടോ. മഞ്ജു ഡിസൈഡഡ് ടു സ്റ്റാർട്ട് എ മീഡിയം സ്കെയിൽ ടെക്സ്റ്റൈൽ മാനുഫാക്ചറിംഗ് യൂണിറ്റ് അറ്റ് തിരൂർ. ഷീ നീഡ് 200 എംപ്ലോയീസ് ഇൻ ഡിഫറെന്റ് പോസ്റ്റ്. അപ്പോൾ അവർക്ക് എന്താ, മഞ്ജു ഒരു ടെക്സ്റ്റൈൽ സ്റ്റാർട്ട് ചെയ്യാൻ തീരുമാനിച്ചു, ഒരു മീഡിയം സ്കെയിൽ ആണ്, അതിന് 200ഓളം എംപ്ലോയീസിന് ആവശ്യമുണ്ട് ഡിഫറെന്റ് പോസ്റ്റിലേക്ക്. ഓക്കെ, ദെൻ ആസ് എ ഹ്യൂമൻ റിസോഴ്സ് കൺസൾട്ടന്റ് എക്സ്പ്ലെയിൻ എനി 5 റിക്രൂട്ട്മെന്റ് ഓപ്ഷൻ സ്യൂട്ടബിൾ ടു മഞ്ജു. ആണല്ലോ, മഞ്ജുവിന് സ്യൂട്ടബിൾ ആവുന്ന ഏതെങ്കിലും 5 റിക്രൂട്ട്മെന്റ് പ്രോസസ്സുകൾ റിക്രൂട്ട്മെന്റ് ഓപ്ഷൻസ് നമ്മളോട് എന്താണ് പറഞ്ഞു കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, മക്കൾ ഏതെടുക്കും? ഏത് പറയൂടെ ഒന്ന് പറഞ്ഞേ, ഏത് പറയും? മഞ്ജുവിന് നമ്മൾ ഏത് പറയും? റിക്രൂട്ട്മെന്റ് ഓപ്ഷൻ ആയിട്ട് നമ്മൾ ഏത് പറയും? അതെ, അഡ്വർടൈസ്മെന്റ് അതുപോലത്തെ കാര്യങ്ങൾ. അതായത് എക്സ്റ്റേണൽ റിക്രൂട്ട്മെന്റ് പറയും നമ്മൾ അല്ലെ. എക്സ്റ്റേണൽ റിക്രൂട്ട്മെന്റ് പറയും അല്ലെ. ഇവിടെ ഇന്റേണൽ റിക്രൂട്ട്മെന്റ് നമുക്ക് ചെയ്യാൻ പറ്റുമോ? ഇല്ല, നിങ്ങൾ അതോടെ ഉൾപ്പെടുത്തിയതാണ്. ഓക്കെ, എക്സ്റ്റേണൽ റിക്രൂട്ട്മെന്റ് എന്നിട്ട് വേണം മക്കൾ എന്താക്കാൻ, എഴുതാൻ. ഓക്കെ, ഒരു 4 എണ്ണം. ഇന്റേണൽ റിക്രൂട്ട്മെന്റ് പറ്റുമോ? ഇല്ല. കാരണം എന്താ, മഞ്ജു ഒരു പുതിയത് സ്റ്റാർട്ട് ചെയ്യുകയാണ് അല്ലെ. ഓൾറെഡി ഉള്ള ബിസിനസ് ആണെങ്കിൽ നമുക്ക് എന്താക്കാം, വേണമെങ്കിൽ ഇന്റേണലി അല്ലെ ട്രാൻസ്ഫറോ പ്രൊമോഷനോ ചെയ്തുകൊണ്ടും ആളുകളെ ചൂസ് ചെയ്യാം. പക്ഷെ ഇവിടെ പുതുതായിട്ടൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാണ്. സോ അതുകൊണ്ട് തന്നെ എക്സ്റ്റേണൽ റിക്രൂട്ട്മെന്റ് ആണ് നമ്മൾ ചൂസ് ചെയ്യുക. അതിലേതെങ്കിലും 10 എണ്ണം നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, അതിലേതെങ്കിലും ഒരു 4-5 എണ്ണം എഴുതി വെച്ച് കൊടുക്കുക. റെഡി അല്ലേ? ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? അപ്പോൾ ഓർത്ത് വെച്ചോളുക എന്താ, റിക്രൂട്ട്മെന്റ് ഇമ്പോർട്ടൻ്റ് ആണ്, സെലക്ഷൻ ഇമ്പോർട്ടൻ്റ് ആണ്, ട്രെയിനിങ് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, സ്റ്റാഫിങ്ങിന്റെ പ്രോസസ് ഒന്നും പഠിക്കാതെ പോവേണ്ട. സെക്കൻഡ് ടേമിലുള്ള ചാപ്റ്റേഴ്സിൽ മാക്സിമം കണ്ടന്റ് പഠിച്ചിട്ട് പോയിക്കോളുക. സ്കിപ്പ് ചെയ്യണ്ട. ഇമ്പോർട്ടൻസ് സെക്കൻഡ് ടേം ചാപ്റ്ററുകൾക്ക് ആയിരിക്കും എന്ന് ഷുവറാണ്. റെഡി അല്ലേ? ഓക്കെ, അങ്ങനെയെങ്കിൽ ഇത്രയുമാണ് നമ്മുടെ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ്, നമ്മുടെ പ്ലാനിങ്, നമ്മുടെ സ്റ്റാഫിംഗ്. ഈ 3 ചാപ്റ്ററുകളിൽ നിന്നും നിങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചിരിക്കേണ്ട പോർഷൻസ്, പഠിച്ചിരിക്കേണ്ട ക്വസ്റ്റ്യൻസിന്റെ ആൻസേഴ്സ് കേട്ടോ. ക്വസ്റ്റ്യൻ പഠിക്കല്ല, ക്വസ്റ്റ്യൻസിന്റെ ആൻസേഴ്സ്. ഓക്കെ അല്ലേ? അങ്ങനെയെങ്കിൽ നമുക്ക് എന്താക്കാം, ഓക്കെ റെഡു മിസ്സിനെ വിളിക്കാം. ബാക്കി ചാപ്റ്റേഴ്സ് ബാക്കി ഒരു 6 ചാപ്റ്റേഴ്സ് ഉണ്ട്, അവിടെ പെട്ടെന്ന് പഠിക്കാം. പെട്ടെന്ന്, അധികം സമയം ഒന്നും എടുക്കൂല, പെട്ടെന്ന് തീർക്കാം. നിങ്ങൾക്ക് നൈറ്റ് പഠിക്കാനുള്ള സമയമുണ്ട്. നമ്മളെ ലൈവ് പെട്ടെന്ന് കഴിയും. റെഡി അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ രേണു മിസ്. അങ്ങനെയെങ്കിൽ ഇപ്പൊ വരും. സെറ്റ്. ഓക്കെ. രേണു മിസ് കടന്നു വരൂ. ഓക്കെ. സെൻഡ് ചെയ്തിട്ടുണ്ടോ?
യെസ് മക്കളെ, ആരും എവിടെയും പോകണ്ട. ബാക്കി ഷുവർ ക്വസ്റ്റ്യൻസും ഷുവർ പോർഷൻ ഒക്കെ കൂടെ നോക്കി വെച്ചിട്ട് മാത്രം മക്കൾ പോയിക്കോളുക. എന്നിട്ട് മാത്രം പോവുക. ഓക്കെ, എന്നിട്ട് മാത്രം പോവുക. യെസ്, റെഡി? മിസ് കടന്നു വന്നിരിക്കുന്നു. നിങ്ങളുടെ സ്വന്തം രേണു മിസ് കടന്നു വന്നിരിക്കുന്നു. ഓക്കെ യെസ്. അപ്പൊ ബാക്കി ക്വസ്റ്റ്യൻസ് ഇനി രേണു മിസ് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, റെഡി? യെസ്. അപ്പം അടിപൊളിയായിട്ട് പഠിക്കുക. നാളത്തേക്ക് എല്ലാവരും സെറ്റ് ആയിട്ട് പഠിക്കുക. ഓക്കെ, ബിസിനസിന്റെ എക്സാം അടിപൊളിയായിട്ട് എഴുതുക എല്ലാവരും. ഓക്കെ അല്ലേ? റെഡി അല്ലേ? യെസ്. അപ്പൊ നമ്മുടെ ഇന്നലെ നോട്ട് വെച്ചിട്ട് റിവിഷൻ സെഷൻ പോയിട്ടുണ്ടായിരുന്നു. 50 ഷുവർ ക്വസ്റ്റ്യൻ പോയിട്ടുണ്ടായിരുന്നു. അതിന് മുൻപ് 7 അവർ കംപ്ലീറ്റ് നമ്മുടെ ചാപ്റ്റേഴ്സ് പഠിപ്പിച്ച് തന്നിട്ടുണ്ടായിരുന്നു. അത് മതി. അതൊക്കെ പ്രോപ്പർ ആയിട്ട് ഫോളോ ചെയ്ത മക്കളാണെങ്കിൽ മക്കളെ നിങ്ങൾക്ക് നാളത്തെ എക്സാം ടഫ് ആവൂല, ഷുവർ ആണ്. ഓക്കെ, യെസ്. ഹലോ ഗൈസ്, വെൽക്കം. അല്ല, അത് ഓൾറെഡി സാറ് പറഞ്ഞല്ലോ അല്ലെ. എന്നാൽ എന്റെ വക എനിക്കത് പറഞ്ഞില്ലെങ്കിൽ ശരിയല്ല. ഹലോ ഗൈസ് പറഞ്ഞ അടുത്ത നിമിഷം തന്നെ എനിക്ക് വെൽക്കം ബാക്ക് ടു എക്സാമിന്റെ അടുത്ത് പറയണം. അത് ശീലമായി പോയി. എന്ത് ചെയ്താനോ ഓരോരോ ശീലങ്ങൾ. ഒന്ന് സൂം ചെയ്ത് വെക്കണേ. ഓക്കെ, പിന്നെ ഞാൻ മുന്നേ കുറച്ച് ഡിസ്ക്ലെയിമർ തരാം. 60 ക്വസ്റ്റ്യൻസ് അല്ലേ, 60 ഷുവർ ക്വസ്റ്റ്യൻസ് അല്ലേ പറഞ്ഞത്? 50 അല്ലേ? പക്ഷെ ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാണ്, ഞാൻ 50 ഒന്നല്ല കൊണ്ടുവന്നത്. 100-ൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ചെയ്യാൻ റെഡി ആണോ നിങ്ങൾ? 100-ൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് ഞാനിവിടെ, അതിൽ കുറെ ഇതാണ് കേട്ടോ. നമ്മള് എന്താ പറയുക, ഓപ്ഷൻസ് വരുന്ന ക്വസ്റ്റ്യൻസ്, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്. അത്രയും ക്വസ്റ്റ്യൻസ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അത് വേറെ ഒന്നും കൊണ്ടല്ല, ഒരു 140-ന്റെ അടുത്ത്, അല്ല 140 ഉണ്ടാവില്ല, എന്താണെങ്കിലും ഒരു 100-ൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് എന്താണ് ഷുവർ ആയിട്ടുണ്ടാവും. അത് ഞാൻ കൊണ്ടുവരാൻ കാരണം വേറെ ഒന്നും കൊണ്ടല്ല, +2 എക്സാംസ് ഒക്കെ ഭയങ്കര ടഫാണ്. സയൻസുകാരുടെ കാര്യം നിങ്ങൾ അറിഞ്ഞായിരുന്നോ? മാത്സിന്റെ എക്സാമിന്റെ ക്വസ്റ്റ്യൻസ് വന്നത് കീം ലെവലിലാണ്. അത് പല ടീച്ചേഴ്സിന്, അതെ ഇവിടെ നമ്മൾ മാത്സ് എടുക്കുന്ന സാറുമാരുണ്ട്, അഭയ് സാറ്, മൂസിൻ സാറ്. അപ്പൊ ഇവരൊക്കെ ആൻസർ കീ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് പറയാണ് കീം ലെവലിലാണ് ആ കുട്ടികളോട് ചോദിച്ചിട്ടുള്ളത്. ഒന്ന് ആലോചിച്ച് നോക്കുക നിങ്ങൾ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്കും വരാം, അടുത്തത് നീ എന്ന് പറയുന്നത് പോലെ നിങ്ങൾക്കും വരാം. അപ്പൊ അതുകൊണ്ട് കുറച്ച് വൃത്തികെട്ട ക്വസ്റ്റ്യൻസ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. വേറെ ഒന്നും കൊണ്ടല്ല, നിങ്ങൾക്കൊന്ന് പരിചയപ്പെടാൻ വേണ്ടിയിട്ടാ. നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്ത് വരും? വൃത്തികെട്ട ക്വസ്റ്റ്യൻസ് വരാൻ. അതായത് വൃത്തികെട്ട ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ ഇൻഡയറക്റ്റ് ആയിട്ട്, അതായത് മൂക്ക് ഇങ്ങനെ പിടിക്കാതെ വേറെ ഇങ്ങനെ വളഞ്ഞ് മൂക്ക് പിടിക്കുന്ന +1 അതാണ് വന്നത്. അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ്. കോൺസെപ്റ്റ് അറിഞ്ഞാൽ അത് റെഡി ആക്കാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഞാൻ കുറച്ച് അങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് വെച്ചിട്ടുണ്ട്, സാധാരണ ചോദിക്കാത്തത്. ഒന്നും എന്റെ കയ്യിൽ നിന്ന് എടുത്ത് വെച്ചതല്ല, എല്ലാം പ്രീവിയസ് ഇയർ ആണ് കേട്ടോ. ഒന്നും എന്റെ കയ്യിൽ നിന്ന് ഞാൻ ഇട്ടിട്ടില്ല, എല്ലാം പ്രീവിയസ് ഇയർ ആണ്. സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി, ഏതെങ്കിലും ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കി അതിൽ ഈ ക്വസ്റ്റ്യൻസ് ഉണ്ടോ നോക്കിയാൽ മതി. അപ്പൊ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ചെയ്യാം. നിങ്ങൾക്ക് അപ്പം മനസ്സിലാവും ഞാൻ വെറുതെ കയ്യിൽ നിന്നിട്ട് തള്ളിയതല്ല എന്നുള്ളത്. അപ്പൊ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ ആ ഒരു മൈൻഡ് വെച്ച് വേണം ഇരിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ തുടങ്ങുകയാണ്. ഞെട്ടിക്കൽ ക്വസ്റ്റ്യൻ പേപ്പർ. ഒന്ന് അവിടെ അപ്പുറത്തേക്ക് വേറെ പെണ്ണുണ്ട്, ഹരിജാമസിന്റെ അടുത്ത്. വേണ്ട, സുഖമില്ല. ഓക്കെ, പിന്നെ ഒന്ന് സൂം ചെയ്യണേ. ആ ശരിയല്ലേ, സൂം ചെയ്തു. ഓക്കെ, മതി. ഓക്കെ, സെറ്റ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ പോകാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്തായാലും ക്ലാരിറ്റി ഇല്ലാതെ. ഓക്കെ, ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് കടന്നു. ദ പ്രോസസ് ഓഫ് ഐഡന്റിഫൈങ് ആൻഡ് ഗ്രൂപ്പിംഗ് വേരിയസ് ആക്ടിവിറ്റീസ് ഫോർ ദ അച്ചീവ്മെന്റ് ഓഫ് സ്പെസിഫിക് ഗോൾ ഈസ് കോൾഡ്. എന്താണ് ആൻസർ? പറഞ്ഞോട്ടെ, വേഗം പറഞ്ഞോ. അതായത് സ്പെസിഫിക് ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആക്ടിവിറ്റീസിനെ ഗ്രൂപ്പ് ചെയ്യുന്നതും ഐഡന്റിഫൈ ചെയ്യുന്നതും ഏതാണ്? ഓപ്ഷൻ ഏതാണ്? ബി ആണ്. ഓക്കെ, ഓപ്ഷൻ ബി ആണ്. ഓർഗനൈസിംഗ് ആണ് കേട്ടോ. അപ്പൊ ഓരോ ഫംഗ്ഷൻസിന്റെയും നമ്മുടെ മാനേജ്മെന്റ് ഓഫ് ഫംഗ്ഷൻസിൽ പ്ലാനിങ്, ഓർഗനൈസിംഗ്, സ്റ്റാഫിംഗ്, ഡയറക്ടിംഗ്, കൺട്രോളിംഗ് ഉണ്ടല്ലോ. ഇതിന്റെയൊക്കെ കോൺസെപ്റ്റ് അറിഞ്ഞിരിക്കണം. എന്നാലും ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നിങ്ങൾക്ക് പറയാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പൊ ബി ഇസ് ദ റൈറ്റ് ആൻസർ ആണ്. കൺട്രോളിംഗ് ഫംഗ്ഷൻ ഇസ് മീനിങ്ലെസ് വിത്തൗട്ട് ഡാഷ് ഫംഗ്ഷൻ ആണ്. ഈ ഫംഗ്ഷൻ ഇല്ലെങ്കിൽ കൺട്രോളിംഗ് ഫംഗ്ഷൻ മീനിങ്ലെസ് ആണ്. ഏതാണ് ആ ഫംഗ്ഷൻ? ഏത് ഫംഗ്ഷൻ ഇല്ലെങ്കിലാണ് കൺട്രോളിംഗ് ഫംഗ്ഷൻ മീനിങ്ലെസ് ആവുന്നത്? വേഗം പറഞ്ഞോ. അതിന്റെ ഇടയ്ക്ക് ഏതാണ്?
ഓക്കെ സെറ്റ്. ഏതാണ്? ഡി ആണ്, പ്ലാനിങ് ആണ് അല്ലെ. പ്ലാനിങ്ങും കൺട്രോളിങ് എന്താണ് മാനേജ്മെന്റിലെ ട്വിൻസ് ആയിട്ടാണ് അറിയപ്പെടുന്നത്. അപ്പൊ ഡി ആണ് ആൻസർ. നോക്കി വെക്കുക. വിച്ച് among the following is element of delegation? എലമെന്റ് ഓഫ് ഡെലിഗേഷൻ ഏതാണ്? ഡെലിഗേഷന്റെ എലമെന്റ്സ് ഏതൊക്കെയാണ്? അതോറിറ്റി, റെസ്പോൺസിബിലിറ്റി, അക്കൗണ്ടബിലിറ്റി, ഓൾ ഓഫ് ദിസ് എല്ലാം പറഞ്ഞതിൽ ഏതാണ് എലമെന്റ്സ് ഓഫ് ഡെലിഗേഷൻ? പെട്ടെന്ന് പറഞ്ഞോട്ടാ, സമയമില്ല. എടാ നോട്ട് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ ലിങ്കിലാണ് കേട്ടോ ഉണ്ടാവുക, നോട്ട് ഉണ്ടാവുക. ഓക്കെ, അപ്പൊ അത് നോക്കുക. ഓക്കെ, ഡി റൈറ്റ് ആൻസർ ആണ് അല്ലെ. ഇത് മൂന്ന് എന്താണ്? എലമെന്റ്സ് തന്നെയാണ്. അടുത്ത് നോക്കിക്കോ. സെൻസ് ഓഫ് ബിലോങ്ങിങ്നെസ് came under dash need according to മാസ്ലോ അല്ലെ. അതായത് മാസ്ലോന്റെ തിയറി, നീഡ് ഹൈറാർക്കി തിയറി പഠിച്ചിട്ടുണ്ട്. അതിൽ ഏതിലാണ് നമ്മുടെ സെൻസ് ഓഫ് ബിലോങ്ങിങ്നെസ് എന്ന് പറയുന്ന നീഡ് വരുന്നത്? ഏതാണെന്നറിയോ? അതായത് മാസ്ലോ നീഡ് ഹൈറാർക്കി തിയറി വരുന്നുണ്ട്. അതിൽ ഓരോരോ ഹൈറാർക്കി ആക്കി വെച്ചിട്ടുണ്ട്, ഓർഡർ ആക്കി വെച്ചിട്ടുണ്ട്. തെറ്റി. അതന്നെ, അഫിലിയേഷൻ ആൻഡ് ബിലോങ്ങിങ്നെസ് നീഡ് ആണ് കേട്ടോ, അല്ലെങ്കിൽ സോഷ്യൽ ആൻഡ് ബിലോങ്ങിങ്നെസ് നീഡ് ആണ് കേട്ടോ. സോഷ്യൽ ആൻഡ് ബിലോങ്ങിങ്നെസ് നീഡ് ആണ്, ഓർത്ത് വെക്കുക. മേക്ക് ഷുവർ ദാറ്റ് ഓൾ തിങ്സ് ആർ ഗോയിങ് ഓൺ അക്കോർഡിംഗ് ടു പ്ലാൻ റിലേറ്റഡ് ടു ഡാഷ് ഫംഗ്ഷൻ ഓഫ് മാനേജ്മെന്റ്. മാനേജ്മെന്റിന്റെ ഏത് ഫംഗ്ഷനിലാണ് നമ്മളുടെ ആക്ടിവിറ്റീസ് എല്ലാം പ്ലാന് പ്രകാരമാണ് പോകുന്നത് എന്ന് എൻഷുർ ചെയ്യുന്നത് മാനേജ്മെന്റിലെ ഏത് ഫംഗ്ഷനിലാണ്? പറഞ്ഞോ, വേഗം പറഞ്ഞോ. മാനേജ്മെന്റിന്റെ ഏത് ഫംഗ്ഷനിലാണ് ആക്ടിവിറ്റീസ് ഒക്കെ പ്ലാൻ ചെയ്ത പ്രകാരമാണെന്ന് മനസ്സിലാക്കുന്നത്? പറയൂ. പ്ലാനിങ് അല്ല, പ്ലാൻ ചെയ്ത പ്രകാരം ആക്ടിവിറ്റീസ് നടക്കുന്നു എന്ന് എൻഷുർ ചെയ്യുന്നത് കൺട്രോളിങ്ങിലാണ്. എടാ ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കണം കേട്ടോ, ടഫായിട്ടാണ് വരെ. കൺട്രോളിങ് ഫംഗ്ഷനിലാണ് പ്ലാൻ ചെയ്ത പ്രകാരമാണോ നടക്കുന്നതെന്ന് നോക്കുന്നത്. ഓക്കെ, പിന്നെ എന്താണ്? വാട്ട് ഡു യു മീൻ ബൈ മാനേജ്മെന്റ്? എന്താണ് മാനേജ്മെന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? മാനേജ്മെന്റ് എന്ന് പറയുന്നത് സിമ്പിൾ ആണ്. മാനേജ്മെന്റ് ഇസ് ദ പ്രോസസ് ഓഫ് ഗെറ്റിംഗ് തിങ്സ് ഡൺ ത്രൂ അതേഴ്സ് വിത്ത് ദ എയിം ഓഫ് അച്ചീവിംഗ് ഓർഗനൈസേഷണൽ ഗോൾ ഇഫക്റ്റീവ്ലി ആൻഡ് എഫിഷ്യന്റ് അല്ലെ. ഓർഗനൈസേഷണൽ ഗോൾ എഫക്റ്റീവ് ആയിട്ടും എഫിഷ്യന്റ് ആയിട്ടും അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റുള്ളവരെ കൊണ്ട് പണിയെടുപ്പിക്കുന്നതിനാണ് നമ്മൾ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. പിന്നെ എന്താണ്? വിച്ച് among the following pairs of management function closely related? അല്ലെ, മാനേജ്മെന്റിലെ ഫംഗ്ഷൻസിൽ ഏതോ രണ്ടെണ്ണം തമ്മിൽ ഭയങ്കര റിലേറ്റ് ചെയ്ത് ക്ലോസ് ആയിട്ട് ഇരിക്കുന്നുണ്ട്, ലിങ്ക് ഓഫ് ദി ലിങ്ക് ആയിട്ടിരിക്കുന്നുണ്ട്. അത് ഏതാണെന്നാണ് നോക്കുന്നത്. പ്ലാനിങ് ആൻഡ് ഓർഗനൈസിംഗ് ഉണ്ട്, പ്ലാനിങ് ആൻഡ് ഡയറക്ടിംഗ് ഉണ്ട്, ഡയറക്ടിംഗ് ആൻഡ് കൺട്രോളിംഗ് ഉണ്ട്, പ്ലാനിങ് ആൻഡ് കൺട്രോളിംഗ് ഉണ്ട്. ഏത് രണ്ട് ഫംഗ്ഷൻസ് തമ്മിലാണ് കണക്ട് ചെയ്ത് നിൽക്കുന്നത്? വല്ലാതെ കണക്ട് ചെയ്ത് നിൽക്കുന്നത് ഡി ആണ്, പ്ലാനിങ്ങും കൺട്രോളിംഗും തമ്മിലാണ് കേട്ടോ. പിന്നെ ഡാഷ് ഇസ് ദ നെറ്റ്വർക്ക് ഓഫ് സോഷ്യൽ റിലേഷൻഷിപ്പ് ഓഫ് വർക്കേഴ്സ് വിച്ച് അറൈസസ് ഡ്യൂ ടു ഇന്ററാക്ഷൻ അറ്റ് വർക്ക്. അല്ലെ, വർക്ക് റിലേറ്റ് ചെയ്ത് ഇന്ററാക്ട് ചെയ്തിട്ട് ആൾക്കാരുടെ ഇടയിൽ, എംപ്ലോയീസിന്റെ ഇടയിൽ ഒരു റിലേഷൻഷിപ്പ് പുതിയതായിട്ട് പൊട്ടിമുളയ്ക്കപ്പെട്ടത് ഏതിലാണെന്നാണ് ചോദിക്കുന്നത്. ഏതാണ്? ബി ആണ്, ഇൻഫോർമൽ ഓർഗനൈസേഷൻ ആണ്. എന്താണ്? ഫൈൻഡ് ദ ഓഡ് വൺ ഫ്രം ദ ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യനിൽ നിന്ന് എന്ത് ചെയ്യാനാണ്? ഓഡ് വൺ ഔട്ട് കണ്ടുപിടിക്കാനാണ്. ഓഡ് വൺ ഔട്ട് ആണ്. ബിൽസ് പേയബിൾ ഉണ്ട്, സ്റ്റോക്ക് ഉണ്ട്, ബിൽസ് റെസീവബിൾസ് ഉണ്ട്, ഡെറ്റേഴ്സ് ഉണ്ട്. ബിൽസ് പേയബിൾ, സ്റ്റോക്ക്, ബിൽസ് റെസീവബിൾസ്, ഡെറ്റേഴ്സ്. ഏതാണ്? എ, ബി, സി, ഡി. ഇതിൽ ഏതാണ് ഓപ്ഷൻ? പറഞ്ഞോ. ഇതാണ്. എ പറയുന്നുണ്ട്, ബി പറയുന്നുണ്ട്. ബിൽസ് പേയബിൾ ആണ്. ഇതെന്താണ്? കറണ്ട് ലാബിലിറ്റി ആണ് കേട്ടോ, കറണ്ട് ലാബിലിറ്റി ആണത്. നിങ്ങൾക്ക് ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ കറണ്ട് അസറ്റ്, കറണ്ട് ലാബിലിറ്റി എന്ന് പറയുന്ന സാധനം ഉണ്ട്. അതിലെ കറണ്ട് ലാബിലിറ്റി ആണ്, ബിൽസ് പേയബിൾ ആണ്, ബാക്കിയെല്ലാം കറണ്ട് അസറ്റിൽ വരുന്നതാണ് കേട്ടോ. അടുത്തത്, അക്കോർഡിംഗ് ടു വൺ റൈറ്റർ, just take the universe, subtract the organization and the remainder will be dash. അതായത് ഒരു റൈറ്റർ പറഞ്ഞത് പ്രകാരം നമ്മൾ എന്റർപ്രൈസസിനെ അല്ലെങ്കിൽ ഓർഗനൈസേഷൻസിനെ യൂണിവേഴ്സിൽ നിന്ന് മാറ്റിക്കഴിഞ്ഞാൽ ബാക്കി റിമൈൻ ചെയ്യുന്നതിനെ നമ്മൾ എന്തെന്ന് പറയും? അതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ്, പ്രീവിയസ് ഇയറിൽ വന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഇതെന്താണെന്ന് അറിയണമെങ്കിൽ നിങ്ങൾക്ക് ആദ്യം എന്താ അറിയണം? ആ കോൺസെപ്റ്റ് അറിഞ്ഞാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ.
എൻവയോൺമെന്റ് കറക്റ്റ് ആൻസർ. എൻവയോൺമെന്റ് ആണ് കേട്ടോ. എൻവയോൺമെന്റില് ബിസിനസ് എൻവയോൺമെന്റ് എന്ന് പറയുന്നത് എന്താണ്? എക്സ്റ്റേണൽ ഫാക്ടേഴ്സിന്റെ സമ്മിനെയാണ് അല്ലേ. അതായത് സം ടോട്ടൽ ഓഫ് ഓൾ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ്. അതായത് ബിസിനസ് കഴിഞ്ഞാൽ ബാക്കിയുള്ള എല്ലാത്തിനെയും നമ്മൾ എന്താണ് പറയാ? എൻവയോൺമെന്റ് എന്നാണ് പറയാ. അപ്പൊ അങ്ങനെ ചിന്തിക്കണം. ക്ലിയർ? പിന്നെ ദ ഫോം ഓഫ് ഓർഗനൈസേഷൻ വിച്ച് എമേർജസ് spontaneously and is not deliberately created by the management. മാനേജ്മെന്റ് സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്തല്ല, ഡെലിബറേറ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്തല്ല, സ്പോണ്ടേനിയസ് ആയിട്ട് വന്നതാണ്. സ്വയം ഫോം ചെയ്ത് വന്ന ഓർഗനൈസേഷന് നമ്മൾ എന്താന്നാ പറയാ? ഏതാണ്? ഇൻഫോർമൽ ഓർഗനൈസേഷൻ ആണ്. ഇനി അടുത്ത നെയിം ദ ഏജൻസി വിച്ച് കൺട്രോൾ ദ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെ കൺട്രോൾ ചെയ്യുന്ന ആള് ആരാണ്? ഇതൊക്കെ വൺ വേർഡ് ആയിട്ട് ചോദിച്ച ക്വസ്റ്റ്യൻ ആട്ടോ. വൺ വേർഡ് ആയിട്ട് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, വൺ വേർഡ് ആയിട്ട് ചോദിച്ചതാണ്. ഏതാണ്? സെബി ആണല്ലേ. സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ, സെബി ആണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി നോക്കിക്കോ. ദ പ്രൈമറി എയിം ഓഫ് ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് ഇസ് ഡാഷ്. ഫൈനാൻഷ്യൽ മാനേജ്മെന്റിന്റെ പ്രൈമറി ആയിട്ടുള്ളത്, ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എയിം എന്താണ്? ആദ്യത്തെ അല്ലെങ്കിൽ പ്രൈമറി ആണല്ലേ, ഫസ്റ്റ് സ്റ്റേജ് അല്ലെങ്കിൽ ഫസ്റ്റ് അവർ ഏതിനാണ് ഫോക്കസ് ചെയ്യേണ്ടത്? എ ഉണ്ട്, ബി ഉണ്ട്, സി ഉണ്ട്, ഡി ഉണ്ട്. പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ഉണ്ട്, വെൽത്ത് മാക്സിമൈസേഷൻ ഉണ്ട്, ഡിവിഡൻഡ് ഡിസിഷൻ ഉണ്ട്, ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ ഉണ്ട്. ഏതാണ്? വെൽത്ത് ആണ് കേട്ടോ. വെൽത്ത് മാക്സിമൈസേഷൻ ആണ് പ്രൈമറി. ഫൈനാൻഷ്യൽ മാനേജ്മെന്റിന്റെ പ്രൈമറി ഒബ്ജക്റ്റീവ് വെൽത്ത് മാക്സിമൈസേഷൻ ആണ്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ വെൽത്ത് മാക്സിമൈസേഷന്റെ ഭാഗമായിട്ട് ബൈ പ്രൊഡക്റ്റ് ആയിട്ട് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ഓട്ടോമാറ്റിക്കലി ഉണ്ടായിക്കോളും. ക്ലിയർ അല്ലേ? ഇനി അടുത്തത് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ബിക്കോസ് ഇറ്റ് ഇൻവോൾവ്സ് ഹ്യൂജ് ക്യാപിറ്റൽ. ബാക്കി രണ്ടെണ്ണം നിങ്ങൾ എഴുതണം. അതായത് നമ്മൾ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ എടുക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കണം. കാരണം ഒന്ന് അതിൽ ഹ്യൂജ് ക്യാപിറ്റൽ ആണ്, രണ്ടാമത്തെ രണ്ടെണ്ണം നിങ്ങൾ വേണം പറയാൻ. എന്താണ്? റിസ്ക് ഉണ്ടല്ലേ, റിസ്ക് ഉണ്ട്. പിന്നെ എന്താണ്? ഡിസിഷൻ എന്താണ്? നമുക്ക് ക്യാൻസൽ ചെയ്യാൻ വേണ്ടി പറ്റില്ല, ഇറിവേഴ്സിബിൾ ആണ്. ഇറിവേഴ്സിബിൾ ഡിസിഷൻ ആണ്. ഓക്കെ, ഇത് രണ്ടും എന്ത് ചെയ്യണം? പഠിച്ചിരിക്കണം കേട്ടോ. അടുത്തത് ഐഡന്റിഫൈ ദ ലെവൽ ഓഫ് മാനേജ്മെന്റ് വിച്ച് കണക്ട്സ് ദ ടോപ്പ് എക്സിക്യൂട്ടീവ് വിത്ത് സൂപ്പർവൈസറി സ്റ്റാഫ് അല്ലേ. അതായത് ടോപ്പ് മാനേജ്മെന്റിനെയും ലോവർ മാനേജ്മെന്റിനെയും കണക്ട് ചെയ്യുന്ന ആള് അല്ലെങ്കിൽ മാനേജ്മെന്റ് ഏതാന്നാണ് ചോദിച്ചത്. അവരുടെ ഫങ്ഷൻസ് എഴുതാനാണ് ചോദിച്ചത്. ഏതാണ് ആ മാനേജ്മെന്റ്? പെട്ടെന്ന് പറഞ്ഞോ, ഏത് മാനേജ്മെന്റ് ആണ് അങ്ങനെ ചെയ്തത്? മിഡിൽ ആണല്ലേ, മിഡിൽ ലെവൽ ആണ്. അവരുടെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്? എംപ്ലോയീസിനെ അപ്പോയിന്റ് ചെയ്യുക, അതുപോലെ തന്നെ റെസ്പോൺസിബിലിറ്റി അസൈൻ ചെയ്ത് കൊടുക്കുക ലോവർ ലെവൽ മാനേജേഴ്സിന്, അതുപോലെ തന്നെ ഇന്റർപ്രറ്റ് ചെയ്യുക പോളിസീസ്, ടോപ്പ് മാനേജ്മെന്റിന്റെ പോളിസീസ് ഇന്റർപ്രറ്റ് ചെയ്യുക, മോട്ടിവേറ്റ് ചെയ്യുക, ഇതിനെ അച്ചീവ് ചെയ്യാൻ വേണ്ടി ഡിസയർ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ വേണ്ടി മോട്ടിവേറ്റ് ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ മിഡിൽ ലെവലാണ് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഡു യു തിങ്ക് ഡീസെൻട്രലൈസേഷൻ ഇസ് ഡിസൈറബിൾ ഇൻ ഓൾ ദ ഓർഗനൈസേഷൻ? ഗിവ് റീസൺസ്. അതായത് ഡീസെൻട്രലൈസേഷൻ ഡിസൈറബിൾ ആണോ? എല്ലാ ഓർഗനൈസേഷനിലും ഡീസെൻട്രലൈസേഷൻ വേണമോ എന്നുള്ളതാണ് ചോദിക്കുന്നത്. ഓക്കെ, യെസ് അല്ലേ? യെസ് ആണ് ആൻസർ വരിക. റീസൺസ് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, എന്താണ് അതിൻ്റെ റീസൺസ് വരുന്നത്? എന്തുകൊണ്ടാണ് വരുന്നത്? ഡീസെൻട്രലൈസേഷന്റെ ഇമ്പോർട്ടൻസ് ആണിത്. ഇമ്പോർട്ടൻസ് ആണ് പറയുന്നത്. ഡെവലപ്സ് ഇനീഷ്യേറ്റീവ് എമംഗ് സബോർഡിനേറ്റ്സ് അല്ലെ. ഡീസെൻട്രലൈസേഷൻ ഉണ്ടെങ്കിൽ സബോർഡിനേറ്റ്സിന് എന്തായിരിക്കും? അവർക്ക് ഇനീഷ്യേറ്റീവ്സ് എടുക്കാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ മാനേജറിയൽ ടാലന്റ് ഡെവലപ്പ് ആവും. ക്വിക്ക് ഡിസിഷൻ മേക്കിംഗ് ആണ്. അതുപോലെ ടോപ്പ് മാനേജ്മെന്റിന് റിലീഫ് കിട്ടും, ഗ്രോത്ത് ഫെസിലിറ്റേറ്റ് ചെയ്യും, ബെറ്റർ കൺട്രോളും കിട്ടും. ഓക്കെ, അപ്പൊ നിങ്ങൾ എക്സാം എഴുതുന്ന സമയത്ത് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ, അതായത് ഡു യു തിങ്ക് ഡീസെൻട്രലൈസേഷൻ എന്ന് പറഞ്ഞിട്ട് നിങ്ങളോടൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ആൻസർ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് എപ്പോഴും യെസ് ആണെങ്കിൽ യെസ്, അല്ലെങ്കിൽ നോ ആണെങ്കിൽ നോ, അതിന് വാല്യൂ ഉണ്ട്. ഓക്കെ, ആ ക്വസ്റ്റ്യൻ ഫുൾ ആവണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം പറയണം. വെറുതെ ഇമ്പോർട്ടൻസ് മാത്രം എഴുതി വെക്കരുത്. യെസ് ഓർ നോ എന്ന് എഴുതണം. ഒരു ക്വസ്റ്റ്യൻ ആയിട്ടാണ് നിങ്ങളോട് ചോദിക്കുന്നുണ്ടെങ്കിൽ ടീച്ചേഴ്സ് അത് നോക്കും, അവിടെയൊക്കെ മാർക്ക് പോകും. അതുകൊണ്ടാണ്. ക്ലിയർ അല്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ പിടിച്ചോ.
The following deviations are noticed in an organization. ഒരു ഓർഗനൈസേഷനിൽ വന്ന ഡീവിയേഷൻസ് നോക്കി അവർ, അതായത് ഫംഗ്ഷൻസ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് കൺട്രോളിംഗ് പ്രോസസ്സിൽ അവർക്ക് മനസ്സിലായി ഇത്രയും ഡീവിയേഷൻസ് ഉണ്ടെന്നുള്ളത്. അതായത് പോസ്റ്റൽ എക്സ്പെൻസ് 20 20 രൂപ കൂടി, അതുപോലെ തന്നെ പ്രൊഡക്ഷനിൽ 20% ഡിക്രീസ് വന്നിട്ടുണ്ടെന്ന് കൺട്രോളിംഗ് ഫംഗ്ഷനിലൂടെ ഒരു ബിസിനസ്സിന് മനസ്സിലായി. അപ്പൊ അതിൽ whether these two deviations should be brought into the notice of top management, why? അതിൽ ചോദിച്ച ക്വസ്റ്റ്യൻ എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ 2 ഡീവിയേഷൻസും മാനേജ്മെന്റിനെ അറിയിക്കേണ്ട ആവശ്യമുണ്ടോ? ഈ 2 എണ്ണം അറിയിക്കേണ്ട ആവശ്യമുണ്ടോ? അല്ലെങ്കിൽ അറിയിക്കേണ്ട അല്ലെങ്കിൽ അറിയിക്കണം എന്നാണെങ്കിൽ എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന കോൺസെപ്റ്റ്? ക്ലിയർ ആയോ? ക്വസ്റ്റ്യൻ മനസ്സിലായോ? ഇതിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നതിന്റെ കോൺസെപ്റ്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഈ കോൺസെപ്റ്റ് ഏതാണെന്ന് അറിയോ നിങ്ങൾക്ക്? മാനേജ്മെന്റ് ബൈ എക്സെപ്ഷൻ എന്നുള്ളതാണ് കേട്ടോ. അത് കൺട്രോളിംഗ് പ്രോസസ്സിലുള്ളതാണ് അല്ലെ, കറക്റ്റായിട്ട് പഠിച്ചതാണ്. ഡീവിയേഷൻസ് അനലൈസ് ചെയ്യൂ എന്നുള്ള കൺട്രോളിംഗ് പ്രോസസ്സിൽ കറക്റ്റായിട്ട് പഠിപ്പിച്ച കാര്യമാണ്. അതുകൊണ്ട് നോക്കിക്കോ, മാനേജ്മെന്റ് ബൈ എക്സെപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇതിലെ പോസ്റ്റൽ ചാർജ് കൂടിയത് നമ്മൾ പറഞ്ഞു കൊടുക്കണം എന്നില്ല. പോസ്റ്റൽ ചാർജ് മാനേജ്മെന്റിന്റെ ശ്രദ്ധയിൽ പെടുത്തിയില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷേ നമ്മൾ പ്രൊഡക്ഷനിൽ 20% കുറവുണ്ടെങ്കിൽ അതെന്ത് ചെയ്യണം? ആക്ഷൻ എടുക്കണം അല്ലെ. അപ്പൊ ബിസിനസിന്റെ അകത്ത് ചിലപ്പോൾ 2 ടൈപ്പുള്ള ഡീവിയേഷൻസ് വരും, 2 രീതിയിലുള്ള പ്രശ്നങ്ങൾ വരും. അതിൽ ചിലത് ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ ടോപ്പ് മാനേജ്മെന്റിനെ അറിയിക്കണം, ചിലത് നമുക്ക് തന്നെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റും അല്ലെ. അതായത് സബോർഡിനേറ്റ്സിന് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ എന്ത് ചെയ്യണം? അറിയിക്കണം. അതിനാണ് പറയാം ഓൺലി ദോസ് ഡീവിയേഷൻസ് വിച്ച് സീം exceptionally high and which cannot be easily solved by lower management alone should be reported to ടോപ്പ് മാനേജ്മെന്റ് അല്ലെ. അതായത് ലോവർ മാനേജ്മെന്റിന് ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല എന്ന് കാണുന്ന പ്രശ്നങ്ങൾ, ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ പ്രൊഡക്ഷനിൽ ഭയങ്കര കുറവ് വന്നു, അത് സബോർഡിനേറ്റ്സിനെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല അല്ലെ, നമ്മൾ സൂപ്പർവൈസർ ലെവലിൽ ചെയ്യാൻ പറ്റില്ല. അപ്പൊ അവരെന്ത് ചെയ്യണം? ടോപ്പ് മാനേജ്മെന്റിനെ അറിയിക്കണം. അപ്പൊ ഇങ്ങനെ ചിലത് അറിയിക്കാം, ചിലത് അറിയിക്കണം. അതിനെയാണ് നമ്മൾ മാനേജ്മെന്റ് ബൈ എക്സെപ്ഷൻ എന്ന് പറയുന്നത്. ഇത് നോക്കി വെച്ചോ, എക്സാമിന് ചോദിക്കും. ക്ലിയർ അല്ലേ? ഇനി അടുത്തത്, capital budgeting decision has long-term impact on the profitability of a business. What are the various factors to be considered while taking such decisions? അതായത് എന്താണ്? ക്യാപിറ്റൽ ബഡ്ജറ്റിംഗിന്റെ ഫാക്ടേഴ്സ് ആണ് ചോദിച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ ഇങ്ങനെയും ചോദിക്കാം, മെൻഷൻ എനി 2 factors affecting investment decision. ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ആണ്. ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് തന്നെയാണ്. അപ്പോൾ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ എന്താണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓർത്ത് വെക്കണം, ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷൻ തന്നെയാണ്. ഇനി ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷനെ എഫക്റ്റ് ചെയ്യുന്നതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷന്റെ ഫാക്ടേഴ്സ് രണ്ടും ഒന്നാണ്. നോക്കി വെച്ചോ. അതിന്റെ ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? നമ്മുടെ ബിസിനസ്സിലെ ക്യാഷ് ഫ്ലോ നോക്കണം അല്ലെ. ബിസിനസ് നമ്മൾ ഏത് പ്രൊജക്റ്റ് ആണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്, ആ പ്രൊജക്റ്റിലെ ക്യാഷ് ഫ്ലോ, എത്രമാത്രം ഫണ്ട് ആ പ്രൊജക്റ്റിന് ആവശ്യമാണെന്നുള്ളത് നോക്കണം. ക്ലിയർ അല്ലേ? അതുപോലെ തന്നെ റേറ്റ് ഓഫ് റിട്ടേൺ നോക്കണം, നമുക്ക് എത്രമാത്രം പൈസ അവിടുന്ന് റിട്ടേൺ കിട്ടും. അതായത് നമ്മളിപ്പോൾ ഒരു 100 കോടിയുടെ പ്രൊജക്റ്റ് ആണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ 100 കോടി ഇറക്കിയാൽ തിരിച്ച് എത്ര കിട്ടും? 100 കിട്ടുമോ അല്ലെങ്കിൽ 200 കിട്ടുമോ എന്ന് നോക്കണം. ഇൻവെസ്റ്റ്മെന്റ് ക്രൈറ്റീരിയാസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നോക്കണം. ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ക്രൈറ്റീരിയാസ് ഉണ്ടെങ്കിൽ. പിന്നെ റിസ്ക് ഇൻവോൾവ് ആണ്. ഇത്രയാണ് ഫാക്ടേഴ്സ് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ എ ഗവൺമെന്റ് മേക്കിംഗ് unit, Mr. Manoj is overseeing the work of employees. Name the element of directing mentioned in the context. Explain why his role is important to the organization. അതായത് നമ്മുടെ മനോജ് എന്താണ് ചെയ്യുന്നത്? ഓവർസീ ചെയ്യാണ് ചെയ്യുന്നത്. അത് ഡയറക്റ്റിംഗിലെ ഏത് എലമെന്റ് ആണെന്നാ ചോദിച്ചിട്ടുള്ളത്. ഏത് എലമെന്റ് ആണത്? ഏതാണ്? സൂപ്പർവിഷൻ. വെരി ഗുഡ്, സൂപ്പർവിഷൻ ആണ് അല്ലെ. അപ്പൊ സൂപ്പർവിഷനിൽ എന്താണ്? റോൾ ഓഫ് സൂപ്പർവൈസർ അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് ഓഫ് സൂപ്പർവിഷൻ അല്ലെങ്കിൽ ഫങ്ഷൻസ് ഓഫ് സൂപ്പർവൈസർ, ഇതെല്ലാം എന്താണ്? ഇത് തന്നെയാണ് കേട്ടോ. ഇത് തന്നെയാണ് ഇമ്പോർട്ടൻസ് അതുപോലെ തന്നെ ഫങ്ഷൻസ് ഓഫ് സൂപ്പർവൈസർ എന്നൊക്കെ ചോദിച്ചാലും ഇത് തന്നെയാണ് എഴുതി വെക്കേണ്ടത്. അവരെന്ത് ചെയ്യുന്നുണ്ട്? ഡേ ടു ഡേ കോണ്ടാക്ട് വെക്കുന്നുണ്ട്. അതുപോലെ തന്നെ മാനേജ്മെന്റിലെ എംപ്ലോയീസും മാനേജ്മെന്റ് തമ്മിൽ ലിങ്ക് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് സൂപ്പർവൈസേഴ്സ്. അതുപോലെ തന്നെ ഗ്രൂപ്പ് യൂണിറ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നു. പെർഫോമൻസ് ഓഫ് വർക്കേഴ്സിന്റെ പെർഫോമൻസ് 100% ഉണ്ടെന്ന് എൻഷുർ ചെയ്യുന്നു. അവർക്ക് വേണ്ട ഓൺ ദ ജോബ് ട്രെയിനിങ് കൊടുക്കുന്നു. പിന്നെയാണ് ഇൻഫ്ലുവൻസ് വർക്കേഴ്സ് ആൻഡ് പ്രൊവൈഡ് ഫീഡ്ബാക്ക് അല്ലെ.
ഇൻഫ്ലുവൻസിനെ വർക്ക് ചെയ്യിക്കാൻ വേണ്ടി അവർക്കൊരു ലീഡർഷിപ്പും കൊടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഫീഡ്ബാക്കും കൊടുക്കുന്നുണ്ട് അവരുടെ വർക്കിനെ കുറിച്ചിട്ട്. ഇനി എന്താണ് ദ ഹഡിൽ ഇൻ ദ പ്രോസസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ടേംഡ് ആസ് ഡാഷ്. കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സിലെ ഹഡിൽസിനെ നമ്മൾ എന്താണ് പറയുക? ഇതിൽ ഓപ്ഷൻസ് എടുത്തോ. എൻകോഡിംഗ്, ഡീകോഡിംഗ്, നോയ്സ്, ഫീഡ്ബാക്കും. എന്താണ് ആൻസർ? വേഗം പറഞ്ഞോ. ഏതാണ്? സി, നോയ്സ് ആണ് അല്ലേ? ക്ലിയർ. അടുത്തത് ബാഡ്ലി എക്സ്പ്രസ്ഡ് മെസ്സേജ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഡാഷ് ബാരിയർ ഓഫ് ദ കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷൻ ബാരിയേഴ്സിൽ ബാഡ്ലി എക്സ്പ്രസ്ഡ് മെസ്സേജ്, അതായത് ഡീകോഡിങ്ങിലും അതുപോലെ എൻകോഡിങ്ങിലും എന്തോ ചെയ്ത സമയത്ത് വന്നിട്ടുള്ള ഒരു മിസ്റ്റേക്ക് ആണ് അല്ലെ, ഒരു തടസ്സത്തെയാണ് ഇവിടെ പറയുന്നത്. അത് ഏതാണ്? ഡീകോഡ് ചെയ്യുമ്പോഴും വെരി ഗുഡ്. ഏതാണ്? സെമാൻറ്റിക് ബാരിയേഴ്സ് ആണ് അല്ലെ. അതെന്ന് പറയുന്നത് ഡീകോഡ് ചെയ്യുന്ന സമയത്തും എൻകോഡ് ചെയ്യുന്ന സമയത്തും വരുന്ന മിസ്റ്റേക്സിനെ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ നോയ്സിനെയാണ് നമ്മൾ പറയുന്നത് എന്ത്? സെമാൻറ്റിക് ബാരിയേഴ്സ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഇനി സജസ്റ്റ് ദ മെഷേഴ്സ് ടു ഓവർകം ദ ബാരിയേഴ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഇൻ ദ ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷനിലെ കമ്മ്യൂണിക്കേഷൻ ഇഫക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അങ്ങനെ ക്വസ്റ്റ്യൻ വന്നാൽ എന്ത് ചെയ്യണം? ഇത്രയും കാര്യങ്ങൾ എഴുതണം അല്ലേ. സംസാരിക്കുന്നതിന് മുൻപ് ക്ലാരിഫൈ ദ ഐഡിയ ബിഫോർ കമ്മ്യൂണിക്കേറ്റിംഗ്, കമ്മ്യൂണിക്കേറ്റ് അക്കോർഡിംഗ് ടു ദ നീഡ്സ് ഓഫ് ദ റിസീവർ അല്ലെ. റിസീവർക്ക് എന്താണോ വേണ്ടത് അതനുസരിച്ച് വേണം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് ഇപ്പോൾ അയാളുടെ ഒരു ലീവ് കാര്യത്തിനെ കുറിച്ചാണ് സംസാരിക്കുന്നതെന്നുണ്ടെങ്കിൽ ലീവ് റിലേറ്റ് ചെയ്തിട്ട് ആ ഒരു ആസ്പെക്ട്സിൽ വേണം നമ്മൾ സംസാരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ എന്താണ്? കൺസൾട്ട് അതേഴ്സ് ബിഫോർ കമ്മ്യൂണിക്കേറ്റിംഗ് അല്ലേ. അതായത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത്, ഡിസിഷൻസ് എടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം? മറ്റുള്ളവരെ കൺസൾട്ട് ചെയ്യണം. ഒന്നെങ്കിൽ സബോർഡിനേറ്റ്സിനാവണം അല്ലെങ്കിൽ ഹയർ അതോറിറ്റിയോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങളുടെ ഫൈനൽ കമ്മ്യൂണിക്കേഷൻ നടത്തുക. ബിവെയർ അബൌട്ട് ലാംഗ്വേജ്, ടോണ്, കോണ്ടെക്സ്റ്റ് ഓഫ് മെസ്സേജ്, അതുപോലെ തന്നെ കൺവേ തിങ്സ് ഓഫ് ഹെൽപ്പിംഗ് വാല്യൂ ടു ലിസണേഴ്സ് അല്ലേ. ലിസണേഴ്സിന് കൂടെ വാല്യൂ കിട്ടുന്ന രീതിയിലാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്. അങ്ങനെ വേണം സംസാരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ പ്രോപ്പർ ഫീഡ്ബാക്ക് എടുക്കണം. അതുപോലെ തന്നെ പ്രസന്റ് ആസ് വെൽ ആസ് ഫ്യൂച്ചർ ബി ഗുഡ് ലിസൺ അല്ലെ. അത് കമ്മ്യൂണിക്കേറ്റ് ഫോർ പ്രസന്റ് ആസ് വെൽ ആസ് ഫ്യൂച്ചർ അല്ലെ. സംസാരിക്കുന്ന സമയത്ത്, ബിസിനസ്സിൻ്റെ അകത്ത് സംസാരിക്കുന്ന സമയത്ത് ഫ്യൂച്ചർ ആസ്പെക്ട്സും പ്രസന്റ് ആസ്പെക്ട്സും വെച്ചിരിക്കണം. ഓക്കെ, ഇപ്പോഴത്തെ കാര്യം മാത്രമല്ല ഫ്യൂച്ചറിലൂടെ ഗ്രോത്തിന്റെ കാര്യം ഉള്ള രീതിയിൽ വേണം സംസാരിക്കാൻ. പിന്നെ ഫോളോ അപ്പ് എടുക്കണം. പിന്നെ വെറുതെ അങ്ങോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക മാത്രമല്ല, ഒരു സുപ്പീരിയർ ഓഫീസർ ആകുമ്പോൾ എന്ത് ചെയ്യണം? അവിടെ നിന്ന് ഇങ്ങോട്ട് കേൾക്കാൻ വേണം. അപ്പോൾ ബി എ ഗുഡ് ലിസണർ. ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോ. കൺട്രോളിംഗ് ഇസ് എ കറക്റ്റീവ് ഫംഗ്ഷൻ യൂസിങ് വേരിയസ് ടെക്നിക്. എക്സ്പ്ലെയിൻ എനി 4 ടെക്നിക്സ്. കൺട്രോളിംഗ് ടെക്നിക്സ്. കൺട്രോളിങ്ങിൻ്റെ അകത്ത് കുറേ ടെക്നിക്സ് ഉണ്ട്. അതിൽ ഏതെങ്കിലും 4 ടെക്നിക്സ് എഴുതാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. നമുക്കറിയാം 2 രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ ടെക്നിക്സ് ഉണ്ട്. അറിയാമോ? 2 രീതി ഉണ്ടല്ലേ ടെക്നിക്സ്. 2 എണ്ണം ഉണ്ട്. കൺട്രോൾ ടെക്നിക്സ് 2 എണ്ണം ഉണ്ട്. ഒന്നെന്ന് പറയുന്നത് ട്രഡീഷണൽ, മോഡേൺ ഉണ്ട്. അപ്പൊ അതിൽ ഏതെങ്കിലും 4 എണ്ണം എഴുതിയാൽ മതി. ഓക്കെ, അപ്പൊ ട്രഡീഷണൽ വരുമ്പോൾ എന്താണ്? പേഴ്സണൽ ഒബ്സർവേഷൻ, ബഡ്ജറ്റ് കൺട്രോള്, പിന്നെ അതുപോലെ തന്നെ സ്റ്റാറ്റിസ്റ്റിക്സ് കൺട്രോള്, സ്റ്റാറ്റിസ്റ്റിക് റിപ്പോർട്ട്, ബ്രേക്ക് ഈവൻ അനാലിസിസ്. ഏതെങ്കിലും 4 എണ്ണം എഴുതിയാൽ മതി കേട്ടോ. ഏതെങ്കിലും 4 എണ്ണം. ഓക്കെ, ക്ലിയർ അല്ലേ? സെറ്റ് ആണോ? ഇനി ഫൈനാൻഷ്യൽ പ്ലാനിംഗ് ഇസ് ആൻ ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് ഓവറോൾ പ്ലാനിംഗ് ഓഫ് എനി ബിസിനസ് എന്റർപ്രൈസസ്. എക്സ്പ്ലെയിൻ. ബിസിനസിന്റെ അകത്ത് ഫൈനാൻഷ്യൽ പ്ലാനിംഗ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണെന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് അത് ഇമ്പോർട്ടൻ്റ് ആകുന്നത് എന്നാണ് അതിന് നിങ്ങളെ ആൻസർ ചെയ്യേണ്ടത്. ഫൈനാൻഷ്യൽ പ്ലാനിങ്ങിന്റെ ഇമ്പോർട്ടൻസ്. ഇതൊക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്, നോക്കി വെക്കുക. ഓക്കെ, ഇപ്പം നിങ്ങൾ ചില ആൾക്കാർക്കെങ്കിലും ഇതൊക്കെ കാണുമ്പോൾ കിളിയൊക്കെ പോയിട്ട് ഇതിപ്പോൾ എന്താ ചെയ്യുക, ഞാനിതൊന്നും പഠിച്ചിട്ടില്ലല്ലോ എന്ന് നിങ്ങൾ ചിന്തിക്കും. അങ്ങനെ ചിന്തിക്കുന്നവർ ആ ചിന്ത അവിടെ വെച്ച് നിർത്താതെ അടുത്ത എക്സാം ഉണ്ടല്ലോ, ഇതിപ്പോൾ ജസ്റ്റ് ക്രിസ്മസ് എക്സാം അല്ലേ, ഇത് നിങ്ങൾക്ക് പബ്ലിക് എന്ന് പറഞ്ഞൊരു സാധനം വരാനുണ്ട്. അതിലേക്കെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം? പഠിക്കണം. നിങ്ങൾക്ക് ഇവിടുന്നേ ഒരു ചാൻസ് കിട്ടിയിട്ടുണ്ട്. ഇനി അവിടെ ചെന്നിട്ട് കുളമാക്കരുത്. ഓക്കെ, അതുകൊണ്ടാണ് വൃത്തികെട്ട ക്വസ്റ്റ്യൻസ് ഒക്കെ എടുത്ത് കൊണ്ടുവരുന്നത്. ക്ലിയർ? അതിന് ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ്? ഫൈനാൻഷ്യൽ പ്ലാനിങ് ഉണ്ടെങ്കിൽ എന്താണ്? ഫോർകാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, മുൻകൂട്ടി കാണാൻ വേണ്ടിയിട്ട് സഹായിക്കും. അതുകൊണ്ട് തന്നെ എന്താണ്? അൺസർട്ടനിറ്റീസ് അവോയ്ഡ് ആവും. പിന്നെ അതുപോലെ തന്നെ കോർഡിനേഷൻ ഓഫ് ആക്ടിവിറ്റീസ് ഇൻ ഓൾ ഡിപ്പാർട്ട്മെന്റ് ബൈ അലോക്കേറ്റിംഗ് സഫിഷ്യന്റ് ഫണ്ട് അല്ലേ. അതുകൊണ്ട് തന്നെ ഏതൊക്കെ ആൾക്കാർക്ക് എങ്ങനെയൊക്കെ ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റിലേക്ക് ഫണ്ട് വേണമെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. പിന്നെ അതുപോലെ തന്നെയാണ് വേസ്റ്റേജ് ഉണ്ടായിരിക്കില്ല. കറക്റ്റായിട്ട് ഫൈനാൻഷ്യൽ പ്ലാനിങ്ങിൽ എന്താണ്? എല്ലാം ഫോർകാസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. പിന്നെ എന്താണ്? ഈസി വാല്യുവേഷൻ ഓഫ് പെർഫോമൻസ് അല്ലേ.
ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, വാല്യുവേറ്റ് ചെയ്യാം. പെർഫോമൻസ് കൺട്രോളിംഗ് ഒക്കെ കുറച്ചുകൂടെ ഈസി ആയിരിക്കും. ഇനി എന്താണ്, ഫെബി ജനറൽ മാനേജർ ഓഫ് മൂൺലൈറ്റ് ലിമിറ്റഡ് is overburdened with the workload. She has temporarily distributed some of her work to subordinates. ഫെബി എന്ത് ചെയ്തു, മാനേജർ ആണ്, ഓവർ ബേർഡൻ ആയ സമയത്ത് ടെമ്പററി ആയിട്ട് വർക്ക് അസൈൻ ചെയ്ത് കൊടുത്തു. അതിന് അഡോപ്റ്റ് ചെയ്ത ടെക്നിക് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. മാനേജ്മെന്റിലെ ടെക്നിക് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏത് ടെക്നിക്കാണ് വർക്ക് ലോഡ് വന്ന സമയത്ത് കൊടുത്തത്? പറഞ്ഞേ. വർക്ക് ലോഡ് വന്നപ്പോൾ കൊടുത്തത് ഏതാണ്? അറിയാമോ? റെസ്പോൺസിബിൾ അല്ല. റെസ്പോൺസിബിൾ ഏതിലാണ് വരുന്നത്? ഒരു 50% ശരിയാണ്. റെസ്പോൺസിബിൾ ഡെലിഗേഷൻ ആണ് അല്ലെ? ഡെലിഗേഷൻ ആണ്. ഈസ് ഇറ്റ് ബെനിഫിഷ്യൽ ടു ദ ഓർഗനൈസേഷൻ? ജസ്റ്റിഫൈ യുവർ ആൻസർ. ഈസ് ഇറ്റ് ബെനിഫിഷ്യൽ ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചത്. അപ്പോൾ യെസ് എന്ന് പറയണം. എന്നിട്ട് എന്താണ്, ആ ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി ആണ് സംഭവിച്ചത്, അതിന്റെ ഇമ്പോർട്ടൻസ് എഴുതി വെക്കണം അല്ലെ? ഡെലിഗേഷൻ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ്? മാനേജ്മെന്റ് കുറച്ചുകൂടെ എഫക്റ്റീവ് ആവും, മാനേജർക്ക് ബേർഡൻ കുറയും, പുതിയ ആൾക്ക് പുതിയ ഒരു ഡെസിഗ്നേഷൻ കിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ്, മാനേജ്മെന്റ് എഫിഷ്യന്റ് ആവും. അതുപോലെ തന്നെ എംപ്ലോയീസിന്റെ ഡെവലപ്മെന്റ് ഉണ്ടാകും. സബോർഡിനേറ്റിന് വർക്ക് കിട്ടി, അവരുടെ വർക്കിൽ എന്തുണ്ടാവും, ഡെവലപ്മെന്റ് ഉണ്ടാവും. പിന്നെ മോട്ടിവേഷൻ കിട്ടും, നന്നായിട്ട് ഇനിയും പണിയെടുക്കാം, ഇനിയും നല്ല നല്ല ജോലികൾ കിട്ടും എന്നുള്ളത്. അതുപോലെ തന്നെ ഗ്രോത്ത് ഫെസിലിറ്റീസ് ഉണ്ടാവും. ഫോളോസ് മാനേജറിയൽ ഹൈറാർക്കി ആണ്. ബെറ്റർ കോർഡിനേഷനും ഉണ്ടായിരിക്കും. ക്ലിയർ? ഇനി അടുത്തത്, a person will move to higher level need only after satisfying the lower level need. ലോവർ ലെവൽ നീഡ് സാറ്റിസ്ഫൈ ആയതിനു ശേഷം മാത്രമേ ഏതൊരു വ്യക്തിയുടെയും തൊട്ടടുത്ത ലെവലിലേക്കുള്ള നീഡിലേക്ക് പോകൂ എന്നാണ് പറയുന്നത്. ഡു യു എഗ്രി വിത്ത് ദ സ്റ്റേറ്റ്മെന്റ്? എക്സ്പ്ലെയിൻ നീഡ് ഹൈറാർക്കി തിയറി. നീഡ് ഹൈറാർക്കി തിയറിയാണ് ചോദിച്ചിട്ടുള്ളത്. അതായത് ഓരോ മനുഷ്യരും അവരുടെ ബേസിക് നീഡ് എന്താണോ അത് സാറ്റിസ്ഫൈ ആയതിനു ശേഷം മാത്രമേ അടുത്തയിലേക്ക് പോകൂ. അതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ ഇല്ലയോ എന്നാണ് ചോദിച്ചത്. യെസ് അല്ലേ? നോക്കിക്കേ, യെസ്. സൈക്കോളജിക്കൽ നീഡ് അല്ലേ? എന്തൊക്കെയാണ് അടുത്ത നീഡ് എന്ന് പറയുന്നത്? സൈക്കോളജിക്കൽ നീഡ്, സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി നീഡ്, സോഷ്യൽ ആൻഡ് എസ്റ്റീം നീഡ്, സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്. ഓക്കെ, അതായത് നമ്മളോട് പറഞ്ഞത് നീഡ് ഹൈറാർക്കി തിയറി എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ ആണ് യെസ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ആണ് നിങ്ങളോട് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞത്. അപ്പോൾ സൈക്കോളജിക്കൽ നീഡ് എന്താണ്, സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി നീഡ്സ് എന്തൊക്കെയാണ്, സോഷ്യൽ ആൻഡ് എസ്റ്റീം നീഡ് എന്തൊക്കെയാണ്, അതുപോലെ സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്. ഇത്രയും കാര്യങ്ങളാണ് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾ എഴുതി വെക്കേണ്ടത്. ക്ലിയർ? ഇനി അടുത്തത്, എക്സ്പ്ലെയിൻ എനി 5 ഫാക്ടേഴ്സ് വിച്ച് എഫക്ട് ദ വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെന്റ് ഓഫ് എ ബിസിനസ്. ഒരു ബിസിനസിന്റെ വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെന്റിനെ എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ക്ലിയർ? വർക്കിംഗ് ക്യാപിറ്റലിനെ എന്താണ് എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ്. ആ മെയിൻ ആയിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നതാണ്. അത് ഫിക്സഡ് ക്യാപിറ്റൽ ആണെങ്കിലും വർക്കിംഗ് ക്യാപിറ്റൽ ആണെങ്കിലും എഴുതാൻ പറ്റുന്ന കോമൺ പോയിന്റ് ആണ് നേച്ചർ ഓഫ് എ ബിസിനസ്, അതുപോലെ സ്കെയിൽ ഓഫ് ഓപ്പറേഷൻ. പിന്നെ അതുപോലെ ഇതിൽ വരുന്നതാണ്, അതായത് വർക്കിംഗ് ക്യാപിറ്റലിൽ മാത്രം വരുന്നതാണ് എന്ത്, ഓപ്പറേറ്റിംഗ് സൈക്കിൾ എങ്ങനെയാണ്, അതുപോലെ ബിസിനസ് സൈക്കിൾ എങ്ങനെയാണ്, സീസണൽ ഫാക്ടേഴ്സ്. നിങ്ങളുടെ ഭയങ്കര ബൂം പീരീഡ് ആണെങ്കിൽ സീസൺ ടൈം ഒക്കെ ആകുമ്പോൾ കൂടുതൽ വർക്കിംഗ് ക്യാപിറ്റൽ വേണം. അതുപോലെ ക്രെഡിറ്റ്, എത്രമാത്രം ക്രെഡിറ്റിന് സാധനം കിട്ടും. അതായത് എനിക്ക് നന്നായിട്ട് റോ മെറ്റീരിയൽസ് ഒക്കെ ക്രെഡിറ്റിന് കിട്ടുവാണെങ്കിൽ, കടത്തിന് കിട്ടുകയാണെങ്കിൽ എനിക്ക് അതിന് വേണ്ടിയിട്ട് അത്ര വർക്കിംഗ് ക്യാപിറ്റൽ വേണ്ടി വരില്ല അല്ലേ? അപ്പോൾ ക്രെഡിറ്റിന് കിട്ടുമെങ്കിൽ എന്താണ്, ഹൈ ക്രെഡിറ്റ് അവൈലബിലിറ്റി ഉണ്ടെങ്കിൽ വർക്കിംഗ് ക്യാപിറ്റൽ കുറച്ച് മതി. ക്രെഡിറ്റ് അവൈൽഡ്, നമ്മളിങ്ങനെ കടം കൊടുക്കുന്നത് കൂടുതലാണെങ്കിൽ കൂടുതൽ വർക്കിംഗ് ക്യാപിറ്റൽ കയ്യിൽ വെക്കണം. അതുപോലെ തന്നെ റോ മെറ്റീരിയൽസിന്റെ അവൈലബിലിറ്റി എത്രമാത്രം ഉണ്ട്, അതുപോലെ റീ ഓർഡർ പീരീഡ് എത്രത്തോളം ഉണ്ട്, നിങ്ങൾ എപ്പോഴൊക്കെയാണ് റീ ഓർഡർ ചെയ്യാറ് മെറ്റീരിയൽസ് കാര്യങ്ങൾ, അതുപോലെ ലെവൽ ഓഫ് കോമ്പറ്റീഷൻസ്, ഇൻഫ്ലേഷൻ, ഇതൊക്കെ നിങ്ങളുടെ വർക്കിംഗ് ക്യാപിറ്റലിനെ എന്താണ് എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ്, നോക്കിയിരിക്കണം. പിന്നെ എന്താണ്, റൈറ്റ് ദ ബെനിഫിറ്റ്സ് ഓഫ് ഫങ്ഷണൽ സ്ട്രക്ചർ. ഫങ്ഷണൽ സ്ട്രക്ചറിന്റെ ബെനിഫിറ്റ്സ് എഴുതാൻ വേണ്ടി ചോദിക്കും. എന്തൊക്കെയാണ് ഫങ്ഷണൽ സ്ട്രക്ചർ ഫോളോ ചെയ്യുന്നതിനെ കൊണ്ട് കിട്ടുന്ന ഗുണങ്ങൾ എന്ന് പറയുന്നത്? സ്പെഷ്യലൈസേഷൻ സംഭവിക്കും അല്ലെ? ഫങ്ഷണൽ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ എന്താണ്, ഫങ്ഷൻസിനെയാണ് എംഫസൈസ് ചെയ്യുന്നത് അല്ലെ? ഫോക്കസ് ഓൺ എന്താണ്, ഫങ്ഷൻസ് ആണ്. ആക്ടിവിറ്റീസിലാണ് ഫോക്കസ് വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ സ്പെഷ്യലൈസേഷൻ ഉണ്ടായിരിക്കും, ബെറ്റർ കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ ഉണ്ടാവും, ഇൻക്രീസ്ഡ് പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്യാൻ സഹായിക്കും. നല്ല സ്പെഷ്യലൈസേഷനും നല്ല കോർഡിനേഷനും ഒക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് വർക്ക് നടന്നോളൂ. അപ്പോൾ
പ്രോഫിറ്റ് കൂടും. കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാൻ, കാരണം എന്താ, സ്പെഷ്യലൈസേഷൻ വരുമ്പോൾ തന്നെ ഡ്യൂപ്ലിക്കേഷനും ഓവർലാപ്പിങ്ങും വരില്ല. അടുത്തത് ട്രെയിൻ ബിക്കം ഈസിയർ അല്ലേ, അതായത് ഓരോ ഫംഗ്ഷൻ അനുസരിച്ച് ഡിവൈഡ് ചെയ്ത് വെച്ചതുകൊണ്ട് നമുക്ക് ട്രെയിനിങ് കൊടുക്കാൻ ഈസിയാണ്. കാരണം നമുക്ക് ആ ഒരൊറ്റ കാര്യം മാത്രം, ആ ഒരു കാര്യത്തെ ആ ഒരു ഫംഗ്ഷനിൽ മാത്രം ട്രെയിനിങ് കൊടുത്താൽ മതി. ക്ലിയർ അല്ലേ? പിന്നെ ഉള്ളത് ഡ്യൂ അറ്റൻഷൻ ആണ്. വേണ്ട ആവശ്യമുള്ള അറ്റൻഷൻ ഓരോ ആക്ടിവിറ്റീസിനും കിട്ടും, കാരണം ആക്ടിവിറ്റീസ് അനുസരിച്ചാണ് ഡിവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ, സെറ്റ്. ചിലപ്പോൾ നിങ്ങളോട് ചോദിക്കും ഫംഗ്ഷണൽ സ്ട്രക്ചർ വരയ്ക്കാൻ വേണ്ടി പറയും, ഫംഗ്ഷണൽ സ്ട്രക്ചർ വരയ്ക്കാൻ പറയും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, ഫംഗ്ഷണൽ സ്ട്രക്ചർ വരച്ച് പഠിക്കണം കേട്ടോ. അതായത് ഒരു കമ്പനി, അതിന്റെ ടോപ്പിലുള്ള ആള്, ഇപ്പൊ മാനേജ്മെന്റിൽ, ഇപ്പൊ ഹൈ അതോറിറ്റിയിലുള്ള ആള് MD, ഓക്കെ, അയാൾക്ക് കീഴിൽ ആരുണ്ടാവും, HR, മാർക്കറ്റിംഗ്, അതുപോലെ തന്നെ പ്രൊഡക്ഷൻ, അതുപോലെ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ്. പിന്നെ ഇതിൻ്റെ അടിയിൽ വീണ്ടും കുറേ എംപ്ലോയീസ്, ഇതിൻ്റെ അടിയിലും വീണ്ടും കുറേ എംപ്ലോയീസ്. ഇങ്ങനെയാണ് ഫങ്ഷണൽ സ്ട്രക്ചർ ഉണ്ടാവുക. ചിലപ്പോൾ നിങ്ങളോട് വരയ്ക്കാൻ വേണ്ടി പറയൂ കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് വരച്ച് കാണിച്ചു തന്നത് ഫങ്ഷണൽ സ്ട്രക്ചർ. ക്ലിയർ? ഇനി അടുത്തതാണ് ദ സ്ട്രക്ചർ ഓഫ് റിലേഷൻഷിപ്പ് ഡെലിബറേറ്റ്ലി ഡിസൈൻഡ് ബൈ ദ ടോപ്പ് മാനേജ്മെന്റ് ടു അറ്റൈൻ ദ ഒബ്ജക്റ്റീവ് ഓഫ് ദ ഓർഗനൈസേഷൻ. Name the type of organization stated above, list out its features and distinguish it from other form of organization. വലിയ ക്വസ്റ്റ്യൻ ആണ് അല്ലേ, വലിയ ക്വസ്റ്റ്യൻ ആണ്. ഇതൊക്കെ ചിലപ്പോൾ 5 മാർക്കിന് അതുപോലെ തന്നെ 8 മാർക്കിനൊക്കെ ചോദിച്ച ക്വസ്റ്റ്യൻ ആണിത്. ഓക്കെ, അപ്പോൾ ഇതിൽ പറഞ്ഞത് ഡെലിബറേറ്റ്ലി ഡിസൈൻ ചെയ്ത ഓർഗനൈസേഷൻ ഏതാണെന്ന് ചോദിച്ചത്. ഡെലിബറേറ്റ്ലി ഡിസൈൻ ചെയ്ത ഓർഗനൈസേഷൻ ഏതാണ്? ടോപ്പ് മാനേജ്മെന്റ് ഡെലിബറേറ്റ്ലി ക്രിയേറ്റ് ചെയ്ത ഓർഗനൈസേഷൻ ഏതാണ്? ആരാണ് ഇത്രയും നെഗറ്റീവ് പറയുന്നത്? നാളെ എല്ലാവരും പൊട്ടണേന്നൊക്കെ ഇത്രയും നെഗറ്റീവ് പറയാൻ തോന്നുന്നത് എങ്ങനെയാണ്? നിങ്ങളെ കൊണ്ട് ഇങ്ങനെയൊക്കെ ഒരു നെഗറ്റീവ് പറയാൻ വേണ്ടി തോന്നുന്നത്? ഓക്കെ, ഫോർമൽ ഓർഗനൈസേഷൻ ആണല്ലോ. ഇതെന്താണ് ഫോർമൽ ഓർഗനൈസേഷൻ? ഫോർമൽ ഓർഗനൈസേഷൻ ആണ്. അതിന്റെ ഫീച്ചേഴ്സ് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ അതർ ഫോം ഓഫ് ഓർഗനൈസേഷനുമായിട്ട് കമ്പയർ ചെയ്യാൻ. അതർ ഫോം എന്ന് പറയുന്നത് എന്താണ്? ഇൻഫോർമൽ ആണ്. ഇൻഫോർമൽ ആയിട്ട് കമ്പയർ ചെയ്യാനാണ് ചോദിച്ചത്. അപ്പൊ അതിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? ഫോർമൽ ഓർഗനൈസേഷന്റെ ഫീച്ചർ എന്ന് പറയുന്നത് എന്താണ്? സുപ്പീരിയർ സബോർഡിനേറ്റ് റിലേഷൻഷിപ്പ് ഉണ്ടാവും, റൂൾസ് ആൻഡ് പ്രൊസീജിയേഴ്സ് ഉണ്ടാവും അവർക്ക്. പിന്നെ ഡെലിബറേറ്റ്ലി ക്രിയേറ്റഡ് ആണ്, എഫേർട്സ് കോർഡിനേറ്റ് ചെയ്യപ്പെടും, എംഫസൈസ് ഓൺ വർക്കിനെയാണ് എംഫസൈസ് ചെയ്യുന്നത്. ഇനി മറ്റേതുമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? കമ്പൈൻ ചെയ്യല്ലേ, കമ്പാരിസൺ നടത്തണം അല്ലേ. അതായത് ഫോർമേഷൻ നോക്കുകയാണെങ്കിൽ ഫോർമൽ ഡെലിബറേറ്റ്ലി ആൻഡ് പ്ലാൻഡ് ആണ്. അതുപോലെ തന്നെ ഇൻഫോർമൽ ആണെങ്കിൽ എന്താ? സ്പോണ്ടേനിയസ്ലി ആണ് അല്ലെ. റെസ്റ്റ് ഓഫ് സോഷ്യൽ ഇന്ററാക്ഷൻ അല്ലെ. സോഷ്യൽ ഇന്ററാക്ഷന്റെ ബൈ പ്രൊഡക്റ്റ് ആണ് എന്ത്? ഇൻഫോർമൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. അതുപോലെ പേർപ്പസ് നോക്കുകയാണെങ്കിൽ ഫോർമൽ പ്രീ ഡിറ്റർമൈൻഡ് ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇത് സോഷ്യൽ ആൻഡ് കൾച്ചറൽ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ക്ലിയർ? പിന്നെ സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ ഇതിന്റെ വെൽ ഡിഫൈൻഡ് സ്ട്രക്ചർ ഉണ്ടായിരിക്കും ഫോർമലില്. ഇവിടെ ഡസ് നോട്ട് ഹാവ് എ ക്ലിയർ കട്ട് സ്ട്രക്ചർ ആണ്. പിന്നെ റിജിഡ് ആൻഡ് ഫ്ലെക്സിബിലിറ്റി നോക്കിക്കഴിഞ്ഞാൽ ഇതെന്തായിരിക്കും? ഹൈലി റിജിഡ് ആയിരിക്കും, നമുക്ക് മാറ്റങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി പറ്റില്ല. ഇത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ഫ്ലെക്സിബിൾ ആണ് അല്ലേ. ക്ലിയർ? പിന്നെ ഉള്ളത് എന്താണ്? കമ്മ്യൂണിക്കേഷൻ നോക്കുകയാണെങ്കിൽ ഇവിടെ എങ്ങനെയാണ്? എസ്റ്റാബ്ലിഷസ് ഒഫീഷ്യൽ ലൈൻ ഓഫ് കമ്മ്യൂണിക്കേഷൻ അല്ലെ. സ്കാലാർ ചെയിൻ ഒക്കെ പഠിച്ചിട്ടില്ലേ? അതൊക്കെ ഏതിലാണ് വരിക? ഫോർമൽ കമ്മ്യൂണിക്കേഷനിലാണ് വരിക. ഇൻഫോർമലിലാണെങ്കിൽ എങ്ങനെയാണ്? ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ ബേസ്ഡ് ഓൺ കൺവീനിയൻസിന്റെ ബേസിലായിരിക്കും അവിടെ കമ്മ്യൂണിക്കേഷൻ നടക്കുക. ഇവിടെ എങ്ങനെയാണ്? ഫോർമൽ ലൈൻസിന്റെ ബേസിലും. ഇനി റിലേഷൻഷിപ്പ് നോക്കുകയാണെങ്കിൽ ഇവിടെ സുപ്പീരിയർ അല്ലെ ബേസ്ഡ് ഓൺ അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി ആണ്. ഇവിടെ നോ സ്പെസിഫിക് റിലേഷൻഷിപ്പ് ആണ്. ഓക്കെ, ക്ലിയർ? ഇനി എക്സ്പ്ലെയിൻ ദ ക്വാളിറ്റീസ് ടു ബി പൊസസ്ഡ് ബൈ എ സക്സസ്ഫുൾ ലീഡർ. ഒരു ലീഡർക്ക് വേണ്ട ക്വാളിറ്റീസ് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അത് കറക്റ്റ് ആയിട്ട് എഴുതണം. എന്ത് വേണം? ഫിസിക്കൽ ഫീച്ചർ ഉണ്ടായിരിക്കണം, ഫിസിക്കൽ ഫീച്ചർ വേണം, നോളജ് ഉണ്ടായിരിക്കണം, ലീഡർക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാണ് ചെയ്യേണ്ടത് അല്ലേ. പിന്നെ അതുപോലെ ഇന്റഗ്രിറ്റി ഉണ്ടായിരിക്കണം. പിന്നെ വേണ്ടത് ഇനീഷ്യേറ്റീവ് എടുക്കണം. പിന്നെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടായിരിക്കണം. ഇന്റഗ്രിറ്റി പറഞ്ഞാൽ സമഗ്രതയാണ് കേട്ടോ. എല്ലാവരെയും ഒന്നിപ്പിച്ച് നിർത്തി കൊണ്ടുപോകാൻ വേണ്ടി പറ്റണം.
എല്ലാത്തിലും എന്താണ് ഒരു യൂണിറ്റി കൊണ്ടുവരാൻ വേണ്ടി പറ്റണം. പിന്നെ അതുപോലെ മോട്ടിവേഷണൽ സ്കില്ല് ഉണ്ടായിരിക്കണം. മറ്റുള്ളവരുടെ ഉള്ളിൽ എന്തുണ്ടായിരിക്കണം, അവരുടെ പണി എടുപ്പിക്കാൻ പറ്റണം. അതായത് അവരെ കൊണ്ട് തോന്നിപ്പിച്ച് പണിയെടുപ്പിക്കാൻ പറ്റണം. അതാണ് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. സെൽഫ് കോൺഫിഡൻസ് ഉണ്ടായിരിക്കണം. ഡിസൈസീവ്നെസ്, നിർണയത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ഡിസിഷൻസ് എടുത്തു കഴിഞ്ഞാൽ അതിൽ ഉറച്ചിരിക്കണം. പിന്നെ ഡിസിഷൻസ് എടുക്കുമ്പോൾ ഫാക്റ്റിന്റെ ബേസിൽ മാത്രമേ ഒരു ലീഡർ എന്തെടുക്കാൻ വേണ്ടി പാടുള്ളൂ, ഡിസിഷൻസ് ഫൈനലൈസ് ചെയ്യാൻ വേണ്ടി പാടുള്ളൂ. സോഷ്യൽ സ്കില്ല് അല്ലെ, കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഉണ്ടായിരിക്കണം. ക്ലിയർ? പിന്നെ അതുപോലെ കംപ്ലീറ്റ് ദ സീരീസ് ബേസ്ഡ് ഓൺ ദ ഹിന്റ് ഗിവൺ. എന്താണ് ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന ടോട്ടൽ ഓഫ് കറണ്ട് അസറ്റ് ആണ്. ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് കറണ്ട് അസറ്റിന്റെ ടോട്ടൽ ആണ്. അങ്ങനെയാണെങ്കിൽ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ എന്താണ് പറഞ്ഞോ? എന്താണ് പറഞ്ഞോ? എടാ ഈ ഇക്വേഷൻ ഒക്കെ നിങ്ങൾക്ക് ടോട്ടൽ ഓഫ് ഫിക്സഡ് അസറ്റ്സ് ശരി ഇപ്പോൾ കഴിയും. ഇത് ക്ലാസ് പെട്ടെന്ന് തന്നെ കഴിയും. ഇത് എത്രയാ? 9 മണിയായല്ലോ അല്ലേ? എന്താണ് ഫിക്സഡ് അസറ്റ്? കറണ്ട് അസറ്റ് മൈനസ് കറണ്ട് ലയബിലിറ്റി. വെരി ഗുഡ് അല്ലേ? കറണ്ട് അസറ്റ് മൈനസ് കറണ്ട് ലയബിലിറ്റീസ് ആണ് കേട്ടോ. ഇത് എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. ക്ലിയർ? ഇനി ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ദ മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് 2 ഒബ്ജക്റ്റീവ്സ് ഓഫ് ഫൈനാൻഷ്യൽ മാനേജ്മെന്റ്. ഫൈനാൻഷ്യൽ മാനേജ്മെന്റിന്റെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള 2 ഒബ്ജക്റ്റീവ്സ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, എന്തൊക്കെയാണ് ആ 2 ഒബ്ജക്റ്റീവ്സ്? ഒന്ന്, ഫൈനാൻഷ്യൽ മാനേജ്മെന്റിൽ നമ്മൾ പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യണം അല്ലെ? പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ആണ്. പിന്നെ അതുപോലെ വരുന്നതാണ് വെൽത്ത്. വെൽത്ത് മാക്സിമൈസേഷൻ അല്ലെ? പ്രോഫിറ്റ് മാക്സിമൈസേഷനും വെൽത്ത് മാക്സിമൈസേഷൻ ആണ് എന്ത്? ഫൈനാൻഷ്യൽ മാനേജ്മെന്റിന്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്താണ്? എക്സ്പ്ലെയിൻ ദ വേരിയസ് ലെവൽസ് ഓഫ് മാനേജ്മെന്റ് വിത്ത് എക്സാമ്പിൾ. നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഫംഗ്ഷൻസ് ഓഫ് മാനേജ്മെന്റിൽ നിങ്ങൾ ലെവൽസ് ഓഫ് മാനേജ്മെന്റിലെ എക്സാമ്പിൾസ് പഠിച്ചു വെക്കണം എന്നുള്ളത്. അപ്പൊ എക്സാമ്പിൾസ് ഞാൻ തന്നിട്ടുണ്ട്, പഠിച്ചു വെക്കണം എന്ന് പറഞ്ഞത് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ മാത്രമല്ല, മാച്ച് ദ ഫോളോയിങ് ആയിട്ട് ചോദിക്കും. അല്ലെങ്കിൽ ഇങ്ങനെ കുറച്ച് എക്സാമ്പിൾസ് തന്നിട്ട് നിങ്ങൾക്ക് ചോയ്സ് ക്വസ്റ്റ്യൻസ് ആയിട്ട് വരും, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആയിട്ട് വരും. അപ്പൊ നിങ്ങൾക്ക് ഇതൊക്കെ ഏതിന്റെ അണ്ടറിലാണെന്ന് അറിഞ്ഞാലേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ, കറക്റ്റ് ആയിട്ട് അതിനൊക്കെ ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ക്ലിയർ അല്ലേ? അതിന് വേണ്ടി അവിടെ മൊത്തം കൊടുത്തിട്ടുണ്ട് കേട്ടോ. ടോപ്പ് മാനേജ്മെന്റിന്റെ ഇത്രയും എക്സാമ്പിൾസ് ഉണ്ട്, മിഡിൽ മാനേജ്മെന്റ് ഇത്രയും എക്സാമ്പിൾസ് ഉണ്ട്, ലോവർ ലെവലിന്റെ ഇത്രയും എക്സാമ്പിൾസ് ഉണ്ട്. ഇത്രയും എക്സാമ്പിൾസ് എന്ത് ചെയ്യണം? പഠിക്കണം നോട്ട് കിട്ടുമ്പോൾ. ഓക്കെ, റൈറ്റ് എനി 3 ഡിഫറൻസ് ബിറ്റ്വീൻ സെൻട്രലൈസേഷൻ ആൻഡ് ഡീസെൻട്രലൈസേഷൻ. ഡീസെൻട്രലൈസേഷനും സെൻട്രലൈസേഷനും തമ്മിലുള്ള ഡിഫറൻസ് ബിറ്റ്വീൻ ആണ് ചോദിച്ചത്, ഡിഫറൻസ് എഴുതാനാണ് ചോദിച്ചത്. അപ്പൊ ഇങ്ങനെ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ എന്താണ് ഡീസെൻട്രലൈസേഷൻ എന്താ നിങ്ങൾക്ക് അറിയാം അല്ലെ? സെൻട്രലൈസേഷൻ എന്താണെന്ന് അറിയാം നമുക്ക്. കോൺസെൻട്രേഷൻ ഓഫ് പവർ ഓൺ ദ ടോപ്പ് മാനേജ്മെന്റ് ആണ്. ടോപ്പ് മാനേജ്മെന്റിൽ എന്ത് ചെയ്യുന്നതാണ്? പവർ കിടക്കുന്നതാണ്. ഡീസെൻട്രലൈസേഷൻ എന്ന് പറയുന്നത് എന്താണ്? പുഷ് ഡൗൺ ടു ലോവർ ലെവൽസ് ആണ് അല്ലേ? ആ ഒരു പവർ പുഷ് ഡൗൺ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾസ് അല്ലെങ്കിൽ അതിൻ്റെ ഡെഫിനിഷൻ അല്ലെങ്കിൽ ഡിഫറൻസ് ബിറ്റ്വീൻ എന്ന് പറഞ്ഞാൽ അതോറിറ്റി വിത്ത് ടോപ്പ് മാനേജ്മെന്റ് ആയിരിക്കും സെൻട്രലൈസേഷനിൽ. ഇവിടെ അതോറിറ്റി ആർക്കായിരിക്കും? ലോവർ ലെവൽസിലായിരിക്കും. പിന്നെ കമ്മ്യൂണിക്കേഷൻ ഫ്ലോസ് വേർട്ടിക്കലി ആണ്, ഇവിടെ ഓപ്പൺ ഫ്രീ ആണ്. സെൻട്രലൈസേഷനിൽ കമ്മ്യൂണിക്കേഷൻ വേർട്ടിക്കലി ആണെന്നാണ് പറയുന്നത്. നമ്മൾ വേർട്ടിക്കൽ കമ്മ്യൂണിക്കേഷൻ്റെ പഠിച്ചിട്ടുണ്ട്. എങ്ങനെയാണ്? ഇങ്ങനെയാണ് അല്ലേ വേർട്ടിക്കൽ കമ്മ്യൂണിക്കേഷൻ്റെ വരുന്നത് അല്ലേ? അതായത് സെൻട്രലൈസേഷനിൽ എന്തായിരിക്കും? ഒന്ന് പറയുന്നത് ടോപ്പ് മാനേജ്മെന്റ് താഴോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, ലോവർ ലെവൽസിൽ റൂൾസ് പ്രൊസീജിയേഴ്സ് അതുപോലെ തന്നെ അവർക്ക് പുതിയ പുതിയ കാര്യങ്ങൾ ടാസ്കുകൾ അസൈൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് താഴോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, ലോവർ ലെവൽസ് എംപ്ലോയീസിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെർട്ടിക്കൽ ലെവൽ എന്ന് പറയുമ്പോൾ എംപ്ലോയീസ് എന്ത് ചെയ്യുന്നു? സുപ്പീരിയേഴ്സിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. അതായത് ലീവ്, അവരുടെ ഗ്രീവൻസ്, ഇങ്ങനത്തെ മറ്റ് പല കാര്യങ്ങൾക്കായിട്ട് വേണ്ടിയിട്ട് താഴേന്ന് മുകളിലോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ സെൻട്രലൈസേഷനിൽ വേർട്ടിക്കൽ കമ്മ്യൂണിക്കേഷൻ ആണ്. ഡീസെൻട്രലൈസേഷനിൽ അങ്ങനെയല്ല, ഓപ്പൺ ആൻഡ് ഫ്രീ ആണ്. അവിടെ കുറച്ചുകൂടെ എന്താണ് ഇങ്ങനെ അതോറിറ്റി പല പല സ്ഥലങ്ങളിൽ ഡിവൈഡ് ചെയ്ത് കിടക്കുന്നതായിരിക്കും. പിന്നെ ഡിസിഷൻ മേക്കിംഗ് സ്ലോ ആയിരിക്കും. ഇവിടെ എന്തായിരിക്കും? കമ്പാരിറ്റീവ്ലി ഫാസ്റ്റർ ആയിരിക്കും. ഓക്കെ, ക്ലിയർ അല്ലേ?
ക്ലിയർ? സ്റ്റേറ്റ് ദ ഇമ്പോർട്ടൻസ് ഓഫ് കൺട്രോളിങ്. കൺട്രോളിങ്ങിന്റെ ഇമ്പോർട്ടൻസ് ആണ് പറഞ്ഞത് അടുത്ത ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചത്. അത് 2018 ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. എന്താണ്? ഓർഗനൈസേഷണൽ ഗോൾ അക്കംപ്ലിഷ് ചെയ്യുന്നു കൺട്രോളിങ്ങിലൂടെ. അടുത്തത് ജഡ്ജിങ് ആക്യുറസി ഓഫ് സ്റ്റാൻഡേർഡ്സ് അല്ലേ. നമ്മൾ സ്റ്റാൻഡേർഡ്സ് വെച്ചിട്ടുണ്ടാവും. ആ സ്റ്റാൻഡേർഡ്സ് വെച്ചിട്ടാണ് നമ്മൾ ആക്ച്വൽ പെർഫോമൻസിനെ കമ്പയർ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ആ സ്റ്റാൻഡേർഡ്സിന്റെ ആക്യുറസി ജഡ്ജ് ചെയ്യാൻ കൺട്രോളിങ് സഹായിക്കും. അതായത് നമ്മളൊരു മിനിമം വെക്കുമല്ലോ, ഇത്രയെങ്കിലും ചെയ്യണം എന്നുള്ള ഒരു മാനദണ്ഡം, യാർഡ് സ്റ്റിക്ക് വെക്കും. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത്. അപ്പൊ ആ സ്റ്റാൻഡേർഡ്സ് എത്രമാത്രം കൊള്ളാം എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് എങ്ങനെയാണ്? കൺട്രോളിങ്ങിലൂടെയാണ്. ഓക്കെ, അതിന്റെ ആക്യുറസി എത്രമാത്രം കറക്റ്റ് ആണ്, കൃത്യതയാണ്. അതായത് ഈ ഒരു സാധനം ഇപ്പൊ സ്റ്റാൻഡേർഡ് വെച്ചിട്ടാണല്ലോ നമ്മൾ എന്ത് ചെയ്യുക? നമ്മളുടെ വർക്കേഴ്സിന്റെ പെർഫോമൻസ് നോക്കുക. ഓക്കെ, അപ്പോൾ ഈ സാധനം വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കറക്റ്റ് പെർഫോമൻസ് കിട്ടുന്നുണ്ടോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും കൺട്രോളിങ്ങിൽ. ഇൻ കേസ് പെർഫോമൻസിൽ നമ്മൾ അളക്കുന്ന സമയത്ത്, പെർഫോമൻസ് എടുത്ത് നോക്കുന്ന സമയത്ത് വലിയ രീതിയിൽ കിട്ടുന്നില്ലെങ്കിൽ അതിനർത്ഥം നമ്മൾ വെച്ച സ്റ്റാൻഡേർഡ് പോരാ എന്നുള്ളതാണ്. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി ഇംപ്രൂവിങ് എംപ്ലോയീസ് മോട്ടിവേഷൻ അല്ലേ. കൺട്രോളിങ്ങിലൂടെ മോട്ടിവേഷൻ കിട്ടും. കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നൊക്കെ കൺട്രോളിങ്ങിൽ പറഞ്ഞു കൊടുക്കുന്നതിനെ കൊണ്ട് തന്നെ ക്ലാരിറ്റി വരുമ്പോൾ നന്നായിട്ട് പണിയെടുക്കും. അതുപോലെ ഓർഡർ ആൻഡ് ഡിസിപ്ലിൻ കൊണ്ടുവരാൻ പറ്റും. കോർഡിനേഷൻ ഉണ്ടായിരിക്കും. ഡിസിഷൻ മേക്കിങ്ങിനും ഹെൽപ്പ് ചെയ്യും. കൺട്രോളിങ്ങിലാണ് നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ മനസ്സിലാവുക, അതിനനുസരിച്ച് കറക്ഷൻസ് വരുത്തുക, ഡിസിഷൻസ് എടുക്കാൻ പറ്റുക. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി അടുത്തത് മാച്ച് ദ ഫോളോയിങ്. മാച്ച് ദ ഫോളോയിങ് ആണ് ചോദിച്ചത്. കാണുന്നില്ലേ? നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ? മാച്ച് ദ ഫോളോയിങ്ങിൽ കുറച്ച് വെള്ളം കുടിക്കട്ടെ. അവിടെ കൂടിപ്പോയാൽ ഒരു 10 മണി വരെ ഉണ്ടാവുള്ളൂ, കൂടിപ്പോയാൽ. ഓക്കെ, ക്ലിയർ? ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ സി ആണ് അല്ലെ. എന്താണ്? ഓൺഡ് ഫണ്ടാണ്. ഡിബഞ്ചേഴ്സ് എന്താണ്? ഡെറ്റ് ഫിനാൻസ് ആണ് അല്ലെ, ഡെറ്റ് ക്യാപിറ്റൽ ആണ്. റീറ്റെയിൻഡ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഇന്റേണൽ സോഴ്സ് ഓഫ് ഫൈനാൻസിങ് ആണ്. ക്ലിയർ? Draw a chart depicting the dimensions of business environment അല്ലെ. Explain them briefly ആണ്. അതായത് നമ്മൾ ഡൈമെൻഷൻസിന് എന്ത് ചെയ്യാൻ വേണ്ടി പറഞ്ഞതാണ്? ചിത്രമായിട്ട് ഒരു ഡ്രോ ചെയ്യാനാണ് പറഞ്ഞത്, ഡയഗ്രമായിട്ട് കാണിക്കാനാണ് പറഞ്ഞത്. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? ചിത്രം വരയ്ക്കാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം എന്തെന്ന് പറയുന്നത്. ഡൈമെൻഷൻസ് എന്തൊക്കെയാണെന്ന് അറിയാം. എക്കണോമിക് ഉണ്ട്, അതുപോലെ തന്നെ ലീഗൽ ഉണ്ട്, ടെക്നോളജിക്കൽ ഉണ്ട്, സോഷ്യൽ ഉണ്ട്, പൊളിറ്റിക്കൽ ഉണ്ട്. ഇത്രയും 5 എണ്ണമാണ് നിങ്ങൾക്ക് അറിയാം. നിങ്ങൾ ഒരു ഡയഗ്രാം വരയ്ക്കാനാണ് പറഞ്ഞത്. അതിന്റെ ഡയഗ്രാം നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? ഡയഗ്രാം പഠിച്ചിട്ടുണ്ടോ നിങ്ങൾ? യെസ് ഓർ നോ പറഞ്ഞാൽ മതി. ഡയഗ്രാം പഠിച്ചിട്ടുണ്ടോ? ഇതിന്റെ ഒരു ഡയഗ്രാം പഠിച്ചിട്ടുണ്ട് അല്ലേ? എങ്ങനെയാണ്? ജസ്റ്റ് അതിനിങ്ങനെ കമ്പൈൻ ചെയ്ത് വരച്ചാൽ മതി, ഡയഗ്രാം പോലെ വരച്ചാൽ മതി അല്ലേ? പൊളിറ്റിക്കലിന്റെ നോ പറയുന്നവരുണ്ട്, യെസ് പറയുന്നതാ. ഇത് ജസ്റ്റ് നിങ്ങളെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി അവരെ ഡയഗ്രാം എന്ന് പറയുമ്പോൾ ജസ്റ്റ് നിങ്ങൾ ഇങ്ങനെ വരച്ചാൽ മതി. ഓക്കെ, ഡയഗ്രാം പോലെ വരച്ചാൽ മതി അല്ലേ? ബിസിനസ് എൻവയോൺമെന്റ് അതിന്റെ ഓരോരോ പല ഭാഗങ്ങൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചാർട്ട് പോലെ വരച്ചാൽ മതി കേട്ടോ. നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ. അല്ലെങ്കിൽ ബിസിനസ് എൻവയോൺമെന്റ് നടു വരയ്ക്കുക, എന്നിട്ട് ഇവിടെയൊക്കെ എഴുതി വെച്ചാൽ എന്താണ്? ഗ്രാഫാണ്. ഇതൊക്കെ നിങ്ങൾ ടെസ്റ്റ് കൂടെ ചെയ്യുന്നതാണ്. ഓക്കെ, ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് ഇപ്പോൾ. ഓക്കെ, നിങ്ങൾ ഒരു കാര്യം ആലോചിക്കണമെന്നുണ്ട്. എക്സാമിൻ്റെ അകത്ത് നിങ്ങൾ എന്തിനാണ് എക്സാംസ് നടത്തുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു വർഷം നിങ്ങൾ എന്ത് പഠിച്ചു എന്നല്ല അവർക്ക് ടെസ്റ്റ് ചെയ്യേണ്ടത്. എന്ത് പഠിച്ചു ഈ കുട്ടി ഒരു വർഷത്തിനുള്ളിൽ +2 എന്നല്ല, അതിനെ എങ്ങനെ പ്രസന്റ് ചെയ്യാൻ പറ്റുന്നു നിങ്ങൾക്ക് എന്നുള്ളതാണ് അവർ ടെസ്റ്റ് ചെയ്യുന്നത്. എക്സാമിനോട് ഉദ്ദേശിക്കുന്നത് എത്രമാത്രം കേപ്പബിൾ ആണ് നിങ്ങൾ അതിനെക്കുറിച്ച് എങ്ങനെ ചോദിച്ചാലും എഴുതാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് 2 മാർക്കിനും 3 മാർക്കിനും 5 മാർക്കിനൊക്കെ ക്വസ്റ്റ്യൻസ് വരുന്നത്. എങ്ങനെ ചോദിച്ചാലും ആ ഒരു കോൺസെപ്റ്റിനെ കുറിച്ച് അറിയണം. അതെങ്ങനെയുണ്ട് നിങ്ങളുടെ നോളജ്? അവിടെ നിങ്ങൾ എന്തുകൂടെ ടെസ്റ്റ് ചെയ്യുന്നുണ്ട്? ഈ പരീക്ഷ നടത്തുമ്പോൾ വെറുതെ നിങ്ങളുടെ നോളജ് മാത്രമല്ല, നിങ്ങളുടെ ഇന്റലിജൻസ് കൂടെ ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഗ്രാഫ് ഞാൻ പഠിച്ചില്ല എന്ന് പറഞ്ഞ് നിൽക്കരുത്. നിങ്ങൾ വരയ്ക്കുക, നിങ്ങൾ കോൺഫിഡൻ്റ് ആയിട്ട് വരയ്ക്കുക, അതുകൂടെ ചെയ്യണം. ഓക്കെ, ക്ലിയർ? ഇനി നോക്കിക്കോ. എക്സ്പ്ലെയിൻ മാസ്ലോസ് നീഡ് ഹൈറാർക്കി തിയറി ഓഫ് മോട്ടിവേഷൻ വിത്ത് ഹെൽപ്സ് ഓഫ് ചാർട്ട്. ഒരു ചാർട്ടിന്റെ ഹെൽപ്പോട് കൂടിയിട്ട് നമ്മുടെ നീഡ്സ് ഹൈറാർക്കി തിയറി, മാസ്ലോന്റെ നീഡ് ഹൈറാർക്കി തിയറി എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ,
ഇതിന്റെ ഗ്രാഫ് എന്ന് പറയുന്നത് ഇതാണ് അല്ലേ? ഇങ്ങനെ പഠിച്ചിട്ടുണ്ടല്ലോ നിങ്ങൾ. അതിൽ സിമ്പിളാണ്, കണ്ടിട്ട് ഭയങ്കര ടെൻഷൻ ആവേണ്ട, അയ്യോ ഇതെന്താണെന്നൊന്നും വിചാരിക്കേണ്ട, സിമ്പിൾ സാധനമാണ്. താഴെ ബേസിക് ആൻഡ് സൈക്കോളജിക്കൽ നീഡ്, സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി നീഡ്, പിന്നെ സോഷ്യൽ ആൻഡ് ബിലോങ്ങിങ്സ് നീഡ് അല്ലെ, അഫിലിയേഷൻ ആൻഡ് ബിലോങ്ങിങ്സ് നീഡ്, പിന്നെ എസ്റ്റീം നീഡ്, പിന്നെ സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്. ഇത്രയും കാര്യങ്ങൾ എഴുതി. നമ്മൾ ഒരു ഓർഗനൈസേഷനിൽ വരുന്ന സമയത്ത് ബേസിക് സൈക്കോളജിക്കൽ നീഡ് എന്താണ്? ഒരു എംപ്ലോയിന്റെ ബേസിക് സാലറിയാണ്. ഇനി നമ്മളൊരു മനുഷ്യന്റെ കേസ് എടുക്കുമ്പോൾ അയാളുടെ ബേസിക് നീഡ് എന്താണ്? ഫുഡ്, ക്ലോത്ത്, ഷെൽട്ടർ ആണ്. കമ്പയർ ചെയ്യുക ചെയ്യുന്നത്. ഓക്കെ, ഇനി നമ്മൾ സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റിയിലേക്ക് വരുമ്പോൾ ഓർഗനൈസേഷൻ ബിസിനസിന്റെ അകത്തുള്ള ഒരു എംപ്ലോയിന്റെ സെക്യൂരിറ്റി നീഡ് എന്ന് പറയുന്നത് പെൻഷൻ പ്ലാന്, PF അങ്ങനത്തെ അലവൻസ് ആണ്. ഒരു മനുഷ്യന്റെ കേസിലേക്ക് വരുന്ന സമയത്ത് അവിടെ സ്റ്റെബിലിറ്റി ഓഫ് ഇൻകം ആണ് അല്ലെ, കറക്റ്റായിട്ട് പൈസ കാര്യങ്ങൾ കിട്ടുക എന്നുള്ളതാണ് അയാളുടെ. എന്നാലേ അയാൾക്ക് ഈ ഫുഡും കാര്യങ്ങളൊക്കെ സ്ഥിരമായിട്ട് കഴിക്കാൻ പറ്റും. ഇനി അഫിലിയേഷൻ ആൻഡ് ബിലോങ്ങിങ്സ് നീഡ് വരുമ്പോൾ ബിസിനസിന്റെ അകത്ത് എന്താണ്? കോഡ് റിലേഷൻ വിത്ത് കൊളീഗ്സ് ആണ്. കൊളീഗ്സ് ആയിട്ടുള്ള ഒരു ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ. ഒരു മനുഷ്യന്റെ കേസിലേക്ക് വരികയാണെങ്കിൽ ലവ്, എഫെക്ഷൻ, ഫ്രണ്ട്ഷിപ്പ് അങ്ങനത്തെ പരിപാടി. ഇനി എസ്റ്റീം നീഡ് നോക്കുകയാണെങ്കിൽ ഒരു മനുഷ്യന്റെ കേസ് നോക്കുകയാണെങ്കിൽ ആൾക്ക് സമൂഹത്തിൽ ഉണ്ടാവേണ്ട സ്റ്റാറ്റസ്, അതേപോലെ ആ ഒരു കാര്യം എസ്റ്റീം നീഡ് എന്ന് പറയുമ്പോൾ ഓർഗനൈസേഷനിൽ വരുന്ന എന്താണ്? നല്ല ജോബ് ടൈറ്റിൽ കിട്ടുക, നല്ല ഡെസിഗ്നേഷനിൽ എത്തുക എന്നുള്ളത്. ഇനി സെൽഫ് ആക്ച്വലൈസേഷനിൽ വരുമ്പോൾ നമ്മൾ സാധാരണ മനുഷ്യന്റെ കേസ് എടുക്കുമ്പോൾ സെൽഫ് ഫുൾഫിൽമെന്റ് അല്ലെ, ആൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ, അതായത് നന്നായി പഠിച്ചു, നല്ല ജോലി കിട്ടി, നല്ല രീതിയിൽ വരുമാനം ഉണ്ടായി, നല്ല ബാങ്ക് ബാലൻസ് ഉണ്ട്, അച്ഛനമ്മേനെ നോക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്, നല്ല കുടുംബം, കുട്ടികൾ, ഭാര്യ, അല്ലെങ്കിൽ സമൂഹത്തിൽ നല്ല നിലയും വില, ഇതൊക്കെ കൊണ്ട് ആൾക്ക് എന്താണ്? അയാൾക്കൊരു മനുഷ്യൻ എന്ന നിലയ്ക്ക് നേടാൻ പറ്റുന്ന എല്ലാം നേടിയെടുത്തു. അംഗീകാരം, പ്രശസ്തി എല്ലാം കിട്ടുന്നതാണ് ഒരു മനുഷ്യന്റെ കേസിലെ സെൽഫ് ഫുൾഫിൽമെന്റ് എന്ന് പറയുന്നത്. ഒരു ബിസിനസിന്റെ അകത്തിരിക്കുന്ന ആളുടെ എന്താണ്? അയാളുടെ അച്ചീവ്മെന്റ് ഓഫ് ഗോൾസ്, ഏറ്റവും ബെസ്റ്റിൽ അയാൾക്ക് ഏത് വരെ എത്താൻ വേണ്ടി പറ്റുമോ അത്രയും വലിയ പൊസിഷനിൽ വരെ അയാൾ എത്തുന്നതിനാണ് ഒരു ഓർഗനൈസേഷനിൽ എക്സാമ്പിൾ ആയിട്ട് നോക്കുന്നത്. സിമ്പിളായിട്ട് കമ്പാരിസൺ കഴിഞ്ഞില്ലേ? വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ. ഇനി അടുത്തത് എന്താണ്? Why leadership is considered as the most important element of directing functions of management അല്ലേ? അതായത് ഡയറക്ടിങ്ങിന്റെ ഫങ്ഷൻസ് ഇല്ലാത്ത എന്താണ് ലീഡർഷിപ്പ് എന്തുകൊണ്ട് ഇമ്പോർട്ടൻ്റ് ആകുന്നു എന്നാണ് ചോദിച്ചത്. അപ്പൊ എന്താണ് എഴുതി വെക്കേണ്ടത്? ഇമ്പോർട്ടൻസ് ഓഫ് ഡയറക്ടിങ് ആണ്, ഇമ്പോർട്ടൻസ് ഓഫ് ലീഡർഷിപ്പ് ആണ്. ഓക്കെ, ക്ലിയർ. ലീഡർഷിപ്പിൽ എന്തുണ്ടായിരിക്കും? അതേഴ്സിന്റെ ബിഹേവിയർ ഇൻഫ്ലുവൻസ് ചെയ്യാൻ വേണ്ടി പറ്റും. നല്ലൊരു ലീഡർഷിപ്പ് ആണെങ്കിൽ മാത്രമേ മറ്റുള്ളവരെ കൊണ്ട് നല്ലൊരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡിലേക്ക് അവരെ മാറ്റാൻ വേണ്ടി പറ്റും. അവരുടെ ബിഹേവിയേഴ്സിൽ ചേഞ്ചസ് വരുത്തി ഒരു പോസിറ്റീവായിട്ട് നല്ല രീതിയിലേക്ക് എത്തിക്കാൻ വേണ്ടി പറ്റുള്ളൂ. ക്ലിയർ. ഇനി പിന്നെന്താണ്? പേഴ്സണൽ റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യുക. ഒരു ഇൻഫോർമൽ ഓർഗനൈസേഷൻ അല്ലെ, ഒരു ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ, ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. പിന്നെ ചേഞ്ചസ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അഡാപ്റ്റേഷൻ ഓഫ് ചേഞ്ചസ് ആണ്. പിന്നെ കോൺഫ്ലിക്ട്സ് ഹാൻഡിൽ ചെയ്യും എഫിഷ്യൻ്റ് ആയിട്ട്. പിന്നെ അതുപോലെ പ്രൊവൈഡ് ട്രെയിനിങ് ടു സബോർഡിനേറ്റ്സ് അല്ലേ, ഓൺ ദ ജോബ് ട്രെയിനിങ് ഒക്കെ കൊടുക്കാൻ വേണ്ടി പറ്റും. ഓൺ ദ ജോബ് ഒക്കെ പെട്ടെന്ന് കൊടുക്കാൻ വേണ്ടി പറ്റും. ക്ലിയർ. ഇനി അടുത്തത് എന്താണ്? Nowadays, various modern control techniques are used by management. What are they? Explain at least 4 among them. അല്ലേ, അതായത് ഇന്നത്തെ കാലത്ത് ഒരുപാട് മോഡേൺ കൺട്രോളിങ് ടെക്നിക്സ് ഉണ്ട്. ടെക്നിക്സ് 2 എണ്ണം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. മോഡേൺ ഉണ്ട്, ട്രഡീഷണലി ഉണ്ട് അല്ലേ. ട്രഡീഷണലി ഉണ്ട്, മോഡേൺ ഉണ്ട്. ടെക്നിക്സ്, മോഡേൺ ടെക്നിക്സ് ഉണ്ട്. മോഡേൺ ടെക്നിക്സും ഉണ്ട്. അതിൽ മോഡേൺ ആണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ, ഇതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഏതൊക്കെയാണ് മോഡേൺ ടെക്നിക്സ്? റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ ROI, പിന്നെ റേഷ്യോ അനാലിസിസ്. ഇതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യണമെന്നില്ല, ജസ്റ്റ് എന്താണെന്ന് പറഞ്ഞാൽ മതി നിങ്ങൾ. പിന്നെ എന്താണ്? റെസ്പോൺസിബിലിറ്റി അക്കൗണ്ട് അല്ലേ, റെസ്പോൺസിബിലിറ്റി സെന്റേഴ്സ് ആയിട്ട് വെക്കുന്നത്. ഓക്കെ, പിന്നെ മാനേജ്മെന്റ് ഓഡിറ്റിങ്, അതുപോലെ പെർട്ട് ആൻഡ് CPM, മാനേജ്മെന്റ് ഇൻഫോർമേഷൻ സിസ്റ്റം. ഇതിൽ ഏതെങ്കിലും ഒരു 4 എണ്ണം എഴുതിയാൽ മതി എന്നാണ് പറഞ്ഞത്. ക്ലിയർ അല്ലേ? സെറ്റ്. അടുത്തത് എക്സ്പ്ലെയിൻ ദ മീനിങ് ഓഫ് ക്യാപിറ്റൽ സ്ട്രക്ചർ, ഡിസ്ക്രൈബ് അറ്റ്ലീസ്റ്റ് 3 ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ക്യാപിറ്റൽ സ്ട്രക്ചർ. അപ്പൊ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്താണെന്ന് ആദ്യം അറിഞ്ഞിരിക്കണം അല്ലെ. സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ക്യാപിറ്റൽ സ്ട്രക്ചർ ദ മിക്സ് ഓർ കോമ്പോസിഷൻ ഓഫ് ലോങ് ടേം സോഴ്സസ് ഓഫ് ഫണ്ട്സ്, അല്ലെങ്കിൽ മിക്സ് ഓർ കോമ്പോസിഷൻ ഓഫ് ഡെറ്റ് ഇക്വിറ്റി ഓവർ ക്യാപിറ്റൽ അല്ലെ. ക്യാപിറ്റലിനകത്തുള്ള ഡെറ്റ് ഇക്വിറ്റി
ഇക്വിറ്റിയുടെ കോമ്പോസിഷനോ മിക്സ്ചറിനെയാണ് നമ്മൾ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയാം. അപ്പോൾ അതിൻ്റെ എഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി, ക്യാഷ് ഫ്ലോ അവൈലബിലിറ്റി, പിന്നെ അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ, റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ്, കോസ്റ്റ് ഓഫ് ഡെപ്റ്റ്, ടാക്സ് റേറ്റ്, ഫ്ലോട്ടേഷൻ കോസ്റ്റ്, കൺട്രോൾ ക്യാപിറ്റൽ മാർക്കറ്റ് കണ്ടീഷൻ ഒക്കെ ഉണ്ട്. ഓക്കെ, അതായത് അടുത്ത പോയിന്റ് ആണ് ഇത് അടുത്ത പോയിന്റ് ആണ്. അതായത് ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി ചെയ്യുക, ക്യാഷ് ഫ്ലോ അവൈലബിലിറ്റി എത്രത്തോളം ഉണ്ടെന്ന് നോക്കുക, പിന്നെ ഇൻട്രസ്റ്റ് എത്രമാത്രം ഇൻട്രസ്റ്റ് നമുക്ക് പേ ചെയ്യാൻ വേണ്ടി പറ്റും, റിട്ടേൺ എത്രമാത്രം കിട്ടുന്നുണ്ട് ആ ഒരു ക്യാപിറ്റലിൽ നിന്ന് അല്ലെങ്കിൽ ആ ഒരു പ്രൊജക്റ്റിൽ നിന്ന്, എത്ര കോസ്റ്റിന്റെ ഡെപ്റ്റ് എങ്ങനെയാണ്, ടാക്സ് റേറ്റ് എങ്ങനെയാണ് വരുന്നത്, ഫ്ലോട്ടേഷൻ കോസ്റ്റ് എങ്ങനെയാണ്, ഇതൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് അല്ലേ ക്യാപിറ്റൽ സ്ട്രക്ചർ ഡിസൈഡ് ചെയ്യുക. ക്ലിയർ? ഇനി അടുത്തതാണ് മാനേജ്മെന്റ് ഇൻവോൾവ് സർട്ടൻ ഇമ്പോർട്ടൻറ്റ് ബേസിക് ഫങ്ഷൻസ്, എക്സ്പ്ലെയിൻ ദം. ഫങ്ഷൻസ് ഓഫ് മാനേജ്മെന്റ് ആണ് ചോദിച്ചത്. സിമ്പിൾ സാധനമാണ് അല്ലേ. ഫങ്ഷൻസ് ഓഫ് മാനേജ്മെന്റ് എന്തൊക്കെയാണ്? പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിംഗ്, ഡയറക്ടിങ്, കൺട്രോളിങ് അല്ലേ. ഇത്രയും കാര്യങ്ങൾ ഫങ്ഷൻസ് ഓഫ് മാനേജ്മെന്റ്. ഇതൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എന്തൊരു സിമ്പിൾ ആയിട്ട് എഴുതാൻ വേണ്ടി പറ്റും നിങ്ങൾക്ക്. ക്ലിയർ? അടുത്ത് നോക്കിക്കുക, ക്യാൻ ആൻ ഓവർ ബർഡൻ മാനേജർ ടേക്ക് ഹെൽപ്സ് ഫ്രം ഹിസ് സബോർഡിനേറ്റ് ഹൗ? അല്ലെ, നേരത്തെ പറഞ്ഞ അതേ സാധനമാണ്. ഒരു ഓവർ ബർഡൻ ആയിട്ടുള്ള ഇത് ഇതിൽ ചോദിച്ചത് 2018 ചോദിച്ചാൽ, മറ്റേത് 2017 ചോദിച്ച ക്വസ്റ്റ്യൻ ആയിരുന്നു. അതായത് എന്താണ്, അതായത് ഓവർ ബർഡൻ ആയിട്ടുള്ള ഒരു മാനേജർ എന്ത് ചെയ്യുന്നു, അയാൾക്ക് എങ്ങനെ അയാളുടെ സബോർഡിനേറ്റ്സിൽ നിന്ന് ഹെൽപ്പ് എടുക്കാം എന്നാണ് ചോദിക്കുന്നത്. അതുപോലെ തന്നെ എക്സ്പ്ലെയിൻ 3 ഇമ്പോർട്ടൻറ്റ് തിങ്സ് വിച്ച് ഹി ഷുഡ് കീപ് ഇൻ മൈൻഡ് വൈൽ ടേക്കിംഗ് സച്ച് ഹെൽപ്പ് അല്ലെ. ഡെലിഗേഷൻ ആണ്, ഡെലിഗേഷൻ, പിന്നെ എലമെന്റ്സ് അല്ലേ, എലമെന്റ്സ് ആണ് ചോദിച്ചിട്ടുള്ളത്. ക്ലിയർ? നേരത്തെ പറഞ്ഞതാ സെയിം സാധനം തന്നെ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതാ ഈ ക്വസ്റ്റ്യൻ നോക്കിയോ. യൂഷ്വലി എംപ്ലോയീസ് വർക്കിംഗ് അറ്റ് ഹയർ പൊസിഷൻ ഷാൽ നോട്ട് ബി സാറ്റിസ്ഫൈഡ് മണി അലോൺ അല്ലേ. ഹയർ പൊസിഷനിൽ ഇരിക്കുന്ന ആൾക്കാർക്ക് എപ്പോഴും എന്തായിരിക്കും, നല്ല ഫൈനാൻഷ്യലി അവർ നല്ല സ്റ്റേബിൾ ആയിരിക്കും, ഇൻകം ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു പൊസിഷനും സാലറിയും വെച്ച് അവരെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി പറ്റില്ല. ദേ നീഡ് സം അതർ ടു ബി മോട്ടിവേറ്റഡ്. വാട്ട് ആർ ദേ അല്ലെ, മറ്റു ചില സംഭവങ്ങൾ അവർക്ക് വേണ്ടി വരും. ക്ലിയർ? അല്ലെങ്കിൽ എന്ത് ചെയ്യാം, അതായത് അല്ലെങ്കിൽ എന്ത് ചെയ്യാം, വേറെ രീതി ചോദിച്ചതാണ്, ഒരേ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഇതിന്റെ ആൻസർ എന്താണ് വരിക? നോൺ ഫൈനാൻഷ്യൽ ഇൻസെന്റീവ്സ് ആണ്. നോൺ ഫൈനാൻഷ്യൽ ഇൻസെന്റീവ്സ് അല്ലേ. അതായത് ഫൈനാൻഷ്യലി നമുക്ക് മണി ടേംസിൽ അല്ലാതെ കൊടുക്കാൻ പറ്റുന്ന ഇൻസെന്റീവ്സ് ആണ്. ഇതേ ക്വസ്റ്റ്യൻ വേറെ രീതി ചോദിച്ചിട്ടുണ്ട്. എന്താണ്? മിസ്സസ് കാവ്യ, ദ സീനിയർ അക്കൗണ്ടന്റ് പെട്രോൾ ലിമിറ്റഡിലെ, ഹാസ് ബീൻ സെലക്ടഡ് ആസ് ദ ബെസ്റ്റ് എംപ്ലോയി ഓഫ് ദ കമ്പനി ഇൻ ദ ലാസ്റ്റ് മന്ത് ആൻഡ് ദ സർട്ടിഫിക്കറ്റ് ഫോർ ദ ബെസ്റ്റ് പെർഫോമൻസ് ഹാസ് ബി ഇഷ്യൂഡ് ടു ഹെർ അല്ലേ. അതായത് സീനിയർ അക്കൗണ്ടന്റ് ആണ്. അപ്പൊ അക്കൗണ്ടന്റിലെ ഏറ്റവും വലിയ പൊസിഷനിലാണ് ആൾ ഇരിക്കുന്നത്. ആൾ എന്താക്കി, ബെസ്റ്റ് എംപ്ലോയി ആയിട്ട് തെരഞ്ഞെടുത്തു, എന്താണ് റെക്കഗ്നിഷൻ കൊടുത്തു, എന്ത് ചെയ്തു, സർട്ടിഫിക്കറ്റ് ഒക്കെ ഇഷ്യൂ ചെയ്തു. ഐഡന്റിഫൈ ദ ഫോം ഓഫ് ഇൻസെന്റീവ് ഗിവൺ ടു ഹെർ. അപ്പൊ ആൾക്ക് കൊടുത്ത ഇൻസെന്റീവ് ഏതാന്നാ ചോദിച്ചത്. അതെന്താണ്? നോൺ ഫിനാൻഷ്യൽ ആണല്ലേ. നോൺ ഫൈനാൻഷ്യൽ ആണ്. റൈറ്റ് ഷോർട്ട് നോട്ട് എനി 3 ഫൈനാൻഷ്യൽ ഇൻസെന്റീവ്സ് ആണ്. അതിൽ ഏതെങ്കിലും നോൺ ഫൈനാൻഷ്യൽ ഇൻസെന്റീവ്സിനെ കുറിച്ച് എഴുതാനാണ് പറഞ്ഞത്. സ്റ്റേറ്റസ്, ഓർഗനൈസേഷൻ ക്ലൈമറ്റ്, കരിയർ അഡ്വാൻസ്മെന്റ് പ്രോഗ്രാം, ജോബ് എൻറിച്ച്മെന്റ്, എംപ്ലോയി റെക്കഗ്നിഷൻ പ്രോഗ്രാം. ഇപ്പൊ ഇവൾക്ക് കൊടുത്തുന്ന കാവ്യക്ക് കൊടുത്തത് എംപ്ലോയി റെക്കഗ്നിഷൻ ആയിരുന്നു അല്ലെ. ജോബ് സെക്യൂരിറ്റീസ്, എംപ്ലോയി പാർട്ടിസിപ്പേഷൻ, എംപ്ലോയി എംപവർമെന്റ്, ഇങ്ങനത്തെ ഏതെങ്കിലും 3 അല്ലെങ്കിൽ ഇതൊക്കെ ജസ്റ്റ് ഓർത്ത് വെക്കുക, നോൺ ഫൈനാൻഷ്യൽ ഇൻസെന്റീവ്സ്. എന്നിട്ട് നിങ്ങളോട് എക്സാമിന് ചോദിക്കും. ക്ലിയർ? ഇനി അടുത്തത്, ഡിവിഡൻഡ് ഡിസിഷൻ ടേക്കൺ ബൈ ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് ഇസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ സർട്ടൻ ഫാക്ടേഴ്സ്. അതെന്തൊക്കെയാണെന്നാണ് ചോദിച്ചത്. ഡിവിഡൻഡ് ഡിസിഷൻസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് അല്ലേ. ഡിവിഡൻഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഡിവിഡൻഡ് ഡിസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോർഷൻ ഓഫ് പ്രോഫിറ്റ് എത്ര കൊടുക്കണം, പ്രോഫിറ്റിൽ എത്രമാത്രം അലോട്ട് ചെയ്യണം, എത്രമാത്രം കീപ്പ് ചെയ്യണം ബിസിനസിൻ്റെ അകത്ത് എന്ന് തീരുമാനിക്കുന്നതാണ് അല്ലേ. അപ്പോൾ അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒത്തിരി ഫാക്ടേഴ്സ് ഉണ്ട്. അതിലെ കുറച്ച് ഫാക്ടേഴ്സ് ആണ് എത്രമാത്രം ഏർണിങ്സ് ഉണ്ട്, ഏർണിങ്സിൽ സ്റ്റെബിലിറ്റി ഉണ്ടോ, സ്റ്റേബിൾ ആയിട്ട് നമുക്ക് ഡിവിഡൻഡ് കൊടുക്കാൻ പറ്റുമോ, ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെങ്കിൽ, അതായത് ഞാൻ ബിസിനസ് പിന്നെയും പുതിയ
പുതിയ പ്രൊജക്റ്റ് ഒക്കെ നോക്കുന്നുണ്ട്, അല്ലെങ്കിൽ എൻ്റെ കമ്പനിയിൽ പുതിയ പ്രൊഡക്റ്റ് ഡൈവേഴ്സിഫിക്കേഷൻ അല്ലെങ്കിൽ മോഡേണൈസേഷൻ, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഒക്കെ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യുക, ഡിവിഡൻസിലേക്ക് പോകാണ്ട് റീറ്റെയിൻഡ് ഏർണിങ്സ് കൂട്ടാൻ വേണ്ടി നോക്കണം. പിന്നെ ക്യാഷ് ഫ്ലോ പൊസിഷൻ എങ്ങനെയാണ്, ഷെയർ ഹോൾഡേഴ്സിന് പ്രിഫറൻസ്, ഇങ്ങനെ കുറച്ച് ഫാക്ടേഴ്സ് നോക്കിയിട്ടാണ് ഡിവിഡൻഡിന്റെ ഡിസിഷൻ നമ്മൾ ഫൈനലൈസ് ചെയ്യുക. ക്ലിയർ അല്ലേ? ഇനി നോക്കിക്കോ, in many organizations communication cannot be made effectively due to certain barriers in the process of communication. Explain them. അല്ലേ? കമ്മ്യൂണിക്കേഷൻസിലെ ബാരിയേഴ്സ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഏതൊക്കെയാണ് ബാരിയേഴ്സ്? ആദ്യം എന്താണ് ബാരിയേഴ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ? എനി ടൈപ്പ് ഓഫ് ഹഡൽസ് ഓർ ബ്ലോക്ക് ഇൻ ദ പാത്ത് ഓഫ് കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷന്റെ പാത്തിലെ ബ്ലോക്കിനെ, തടസ്സങ്ങളെയാണ് നമ്മൾ ബാരിയേഴ്സ് എന്ന് പറയുന്നത്. അത് സെമാൻറ്റിക് ആകാം, അത് ഡീകോഡിങ് ആൻഡ് എൻകോഡിങ് സമയത്താകാം, സൈക്കോളജിക്കൽ ആകാം, ഓർഗനൈസേഷൻ്റെ സ്ട്രക്ചർ ഭയങ്കര റിജിഡ് ആവുമ്പോഴാകാം, പേഴ്സണൽ ബാരിയേഴ്സ് ആകാം, ഇമോഷണൽ ബാരിയേഴ്സ് ഒക്കെ ആകാം. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി അതുപോലെ നമ്മൾ നേരത്തെ നോക്കിയ അതേ ക്വസ്റ്റ്യൻ ആണ്, ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ ഫോർമൽ ഇൻഫോർമൽ ഓർഗനൈസേഷൻ. എന്താണ് ഫോർമൽ ഓർഗനൈസേഷനും ഇൻഫോർമൽ ഓർഗനൈസേഷനും തമ്മിലുള്ള ഡിഫറൻസ് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, ഓർക്കുന്നുണ്ടല്ലോ? അതാണ് ക്വസ്റ്റ്യൻ വരിക. ഓക്കെ, ക്ലിയർ? ഇനി ഇതിന്റെ ആൻസർ ഒന്ന് പറഞ്ഞേ. ദി ഗ്രേപ്പ് വൈൻ നെറ്റ്വർക്ക് ഇൻ വിച്ച് ഇൻഡിവിജ്വൽ കമ്മ്യൂണിക്കേറ്റ് വിത്ത് ഓൺലി ദോസ് പീപ്പിൾ ഹും ഹി ട്രസ്റ്റ്സ് ഡാഷ്. അതായത് നമ്മളെ ഇൻഫോർമൽ ഗ്രേപ്പ് വൈൻ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻഫോർമൽ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ. ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷനിൽ പല നെറ്റ്വർക്ക്സ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. അതിൽ ട്രസ്റ്റ് ഉള്ള ആൾക്കാരോട് മാത്രം സംസാരിക്കുന്ന ഏതാണ്? വെരി ഗുഡ്, ഓപ്ഷൻ സി ആണല്ലേ, ക്ലസ്റ്റർ നെറ്റ്വർക്ക് ആണ്. ക്ലിയർ അല്ലേ? അല്ലാതെ പ്രോബബിലിറ്റി അല്ല, ക്ലസ്റ്റർ നെറ്റ്വർക്ക് ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് ആൻ എലമെന്റ് ഓഫ് ഡയറക്ടിങ്? ഡയറക്ടിങ്ങിന്റെ എലമെന്റ് അല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചത്. ഡയറക്ടിങ്ങിന്റെ എലമെന്റ്സിൽ വരാത്തത് ഏതാണ്? ഞാൻ പറഞ്ഞോ? ഡി, സെലക്ഷൻ ആണല്ലേ. ബാക്കിയെല്ലാം എന്താണ്? എലമെന്റ് തന്നെയാണ്. ക്ലിയർ അല്ലേ? മാനേജ്മെന്റ് ഒരു പ്രൊഫഷൻ ആണെന്നാണ് പറയുന്നത്. സോ ബ്രീഫ്ലി എക്സ്പ്ലെയിൻ എനി ടു ഫീച്ചേഴ്സ്. മാനേജ്മെന്റ് ഒരു പ്രൊഫഷൻ ആണോ, അല്ലെങ്കിൽ അതിന്റെ ഫീച്ചേഴ്സ് എഴുതാനാണ് പറഞ്ഞത്. ഒരു പ്രൊഫഷൻ ആകുമ്പോൾ അവിടെ എന്തൊക്കെ വേണം? വേണമെങ്കിൽ ഇത് എന്ത് ചോദിക്കാം? ആസ് മാനേജ്മെന്റ് ആസ് ആൻ ആർട്ട് എന്ന് ചോദിക്കാം, ആർട്ട്, അല്ലെങ്കിൽ ആസ് എ സയൻസ് അല്ലേ? ഇവിടെ ആർട്ട് ആണെങ്കിൽ അവിടെ എന്തുണ്ടാവും? പേഴ്സണലൈസ്ഡ് ആപ്ലിക്കേഷൻ ആയിരിക്കും, അതുപോലെ ക്രിയേറ്റിവിറ്റി ഉണ്ടാവും. പിന്നെ അതേപോലെ തന്നെ എന്താണ്? തിയറിറ്റിക്കൽ നോളജ്, ഇങ്ങനത്തെ പരിപാടികളൊക്കെയാണ്. നോളജ് ഒക്കെയാണ് കേട്ടോ. സയൻസ് ആണെങ്കിൽ അവിടെ എന്തൊക്കെ ഉണ്ടാവും? സയൻസ് ആണെങ്കിൽ അവിടെ സെപ്പറേറ്റ്, സയൻസ് ആണെങ്കിൽ എക്സ്പെരിമെന്റേഷൻസ് ഉണ്ടാവും അല്ലേ? എക്സ്പെരിമെന്റേഷൻ ഉണ്ടാവും ബേസ്ഡ് ഓൺ എക്സ്പെരിമെന്റേഷൻ ഉണ്ടായിരിക്കും. പിന്നെ അതുപോലെ തന്നെ എന്തുണ്ടായിരിക്കും? യൂണിവേഴ്സൽ വാലിഡിറ്റി, ഉണ്ടായിരിക്കും. പിന്നെന്താണ്? സിസ്റ്റമൈസ്ഡ് ബോഡി ഓഫ് നോളജ് ഉണ്ടായിരിക്കും. സിസ്റ്റമൈസ്ഡ് ബോഡി ഓഫ് നോളജ്. ഇനി പ്രൊഫഷൻ ആണെങ്കിൽ അവിടെ എന്തുണ്ടായിരിക്കും? വെൽ ഡിഫൈൻഡ് ബോഡി ഓഫ് നോളജ് ആയിരിക്കും, റെസ്ട്രിക്റ്റഡ് എൻട്രി ആയിരിക്കും, പ്രൊഫഷണൽ അസോസിയേഷൻ ഉണ്ടായിരിക്കും, കോഡ് ഓഫ് കണ്ടക്ട് ഉണ്ടാവും, സർവീസ് മോട്ടീവ് ആയിരിക്കും. ഓക്കെ, മാനേജ്മെന്റ് ഒരു പ്രൊഫഷൻ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എഴുതേണ്ട ഫീച്ചേഴ്സ് ആണ്. ഓക്കെ, പക്ഷെ എന്താണ്? ഒരു പ്രൊഫഷൻ അല്ല അല്ലേ? പിന്നെ ആർട്ട് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർട്ടാണ്. സയൻസ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
പ്രോപ്പർ സയൻസ് അല്ല, എക്സാക്ട് സയൻസ് അല്ല, ഇൻഎക്സാക്ട് സയൻസ് ആണ് എന്ന് എഴുതണം കേട്ടോ. ഇൻഎക്സാക്ട് സയൻസ് ആയിരിക്കും, അല്ലെങ്കിൽ അതുപോലെ സോഫ്റ്റ് സയൻസ്, പിന്നെ വേണമെങ്കിൽ ബിഹേവിയറൽ സയൻസ്, സോഷ്യൽ സയൻസ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ക്ലിയർ അല്ലേ? ഒബ്ജക്റ്റീവ്സ് ഓഫ് ഫൈനാൻഷ്യൽ പ്ലാനിങ്, ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് ഒബ്ജക്റ്റീവ് നമ്മൾ പറഞ്ഞു വെൽത്ത് മാക്സിമൈസേഷനും അതുപോലെ തന്നെ എന്തായിരുന്നു പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ആണ്. പക്ഷെ ഫൈനാൻഷ്യൽ പ്ലാനിങ്ങിന്റെ ഒബ്ജക്റ്റീവ്സ് എന്താ? ഫൈനാൻഷ്യൽ പ്ലാനിങ് കൊണ്ട് ഒരു ഉദ്ദേശിക്കുന്നത് അവൈലബിലിറ്റി ഓഫ് ഫണ്ട് വെൻ എവർ റിക്വയർഡ് അല്ലേ. ഫണ്ട് നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് എപ്പോഴൊക്കെ ആയിരിക്കും വരിക. ഫൈനാൻഷ്യൽ പ്ലാനിങ്ങിൽ നമ്മൾ ഇവന്റ്സ്, ഫണ്ട് ഇതിനൊക്കെ നമ്മൾ ഫോർകാസ്റ്റ് ചെയ്യാണ് ചെയ്യുന്നത്. എപ്പോൾ നമുക്ക് ആവശ്യം വരും, ഒരു ബഡ്ജറ്റ് പോലെ ചെയ്യുന്നതാണ് സംഭവം. അപ്പോൾ നമുക്ക് എത്രമാത്രം ഫണ്ട് ആവശ്യം വരും, ആവശ്യം വന്നാൽ അത് അവൈലബിൾ ആയിരിക്കണം. ആ സമയത്ത് നമ്മൾ കിടന്ന് തപ്പാൻ വേണ്ടി പാടില്ല. ഓക്കെ, അപ്പൊ അത് എൻഷുർ ചെയ്യുക, എപ്പോഴൊക്കെ ആവശ്യം വന്നാലും ഫണ്ട് അവൈലബിൾ ആക്കുക. അതുപോലെ തന്നെ റിസോഴ്സസ് ആവശ്യമില്ലാതെ അൺനെസസറി ആയിട്ട് ഫേം റിസോഴ്സസ് റേസ് ചെയ്യുന്നില്ല അല്ലെ, സർപ്ലസ് റിസോഴ്സസ് ഉണ്ടാവുന്നില്ല എന്നുള്ളതും എൻഷുർ ചെയ്യുന്നത് എവിടെയാണ്? ഫൈനാൻഷ്യൽ പ്ലാനിങ്ങിലാണ്. ക്ലിയർ അല്ലേ? നോക്കി, അടുത്ത ക്വസ്റ്റ്യൻ ആണ് ബ്രേക്ക് ഈവൻ അനാലിസിസിനെ കുറിച്ച് നിങ്ങളോട് ഒന്ന് എഴുതാൻ വേണ്ടിയിട്ടാണ്, ഷോർട്ട് നോട്ട് എഴുതാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. ഇതെന്താണ്? കൺട്രോൾ ആണ്, മോഡേൺ കൺട്രോൾ ടെക്നിക് ആണ് കേട്ടോ. കൺട്രോളിംഗ് ടെക്നിക്കാണ്, മോഡേൺ കൺട്രോളിംഗ് ടെക്നിക്കാണ്. എന്താണ് ബ്രേക്ക് ഈവൻ അനാലിസിസ്? ബ്രേക്ക് ഈവൻ അനാലിസിസ് എന്ന് സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? റിലേഷൻഷിപ്പ്, സ്റ്റഡി ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ, എന്താണ് മാനേജേഴ്സ് എന്ത് ചെയ്യുക? സ്റ്റഡി ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ, വോളിയം ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് പ്രോഫിറ്റ്. എത്രമാത്രം പ്രൊഡക്ഷനിൽ കോസ്റ്റ് വരുന്നുണ്ട്, എത്രമാത്രം ഔട്ട്പുട്ട് ഉണ്ടാവുന്നുണ്ട്, എത്രമാത്രം പ്രോഫിറ്റ് കിട്ടുന്നുണ്ട് എന്നതിൻ്റെ റിലേഷൻഷിപ്പ് സ്റ്റഡി ചെയ്യുക. ആര്? മാനേജേഴ്സ്. അതിനെയാണ് ബ്രേക്ക് ഈവൻ അനാലിസിസ് എന്ന് പറയുക. പിന്നെ ദ സെയിൽസ് വോളിയം അറ്റ് വിച്ച് ദർ ഇസ് നോ പ്രോഫിറ്റ് ആൻഡ് നോ ലോസ് ഇസ് നോൺ ആസ് ബ്രേക്ക് ഈവൻ അനാലിസിസ് അല്ലേ. അപ്പം നമ്മളിങ്ങനെ റിലേഷൻഷിപ്പ് നോക്കി വരുന്ന സമയത്ത്, സ്റ്റഡി ചെയ്ത് വരുന്ന സമയത്ത് ഒരു പോയിന്റ് എത്തുമ്പോൾ നമുക്ക് എന്താണ്, ഒരു പോയിന്റ് എത്തുമ്പോൾ നമുക്ക് അവിടെ പ്രോഫിറ്റും ഉണ്ടാവില്ല, നഷ്ടവും ഉണ്ടാവില്ല. അതായത് സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ 10 രൂപേൻ്റെ പ്രൊഡക്ഷൻ കോസ്റ്റ് ഒക്കെ നടത്തി നമ്മൾ പ്രൊഡക്ഷൻ ചെയ്യും, എന്നിട്ട് വിറ്റ് കഴിഞ്ഞാൽ 10 രൂപ തന്നെ കിട്ടും. ഓക്കെ, അപ്പോൾ എക്സ്പെൻസും ഇൻകവും തമ്മിൽ മീറ്റ് ആയിപ്പോയി. അപ്പോൾ നമുക്ക് എന്തായിരിക്കും? 0 ആയിരിക്കും പ്രോഫിറ്റ് വരിക. ഓക്കെ, ക്ലിയർ? അതാണ് എന്തെന്ന് പറയുന്നത് ബ്രേക്ക് ഈവൻ അനാലിസിസ് എന്ന് പറയുന്നത്. ക്ലിയർ? അത് കൺട്രോളിങ്ങിലുള്ളതാണ് കേട്ടോ. ഇനി നെക്സ്റ്റ് നോക്കേണ്ടത് മാനേജ്മെന്റ് എന്താണ്? മൾട്ടി ഡയമെൻഷണൽ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് എന്താണ് മൾട്ടി ഡയമെൻഷണൽ എന്ന് ഉദ്ദേശിച്ചത് എന്നാണ് പറയേണ്ടത്. മൾട്ടി ഡയമെൻഷണൽ ആണ്, എന്തുകൊണ്ടാണെന്ന് അറിയോ? മാനേജ്മെന്റ് ഇസ് എ മൾട്ടി ഡയമെൻഷണൽ. മാനേജ്മെന്റിന്റെ ക്യാരക്ടറിസ്റ്റിക്സിൽ, ഫീച്ചേഴ്സിൽ നിങ്ങൾ പഠിക്കുന്നതാണ്. എന്താണ് മൾട്ടി ഡയമെൻഷണൽ? എന്തുകൊണ്ടാണ് മൾട്ടി ഡയമെൻഷണൽ ആവുന്നത് അറിയാമോ? പീപ്പിൾ വർക്ക് ആൻഡ് ഓപ്പറേഷൻസ്, വെരി ഗുഡ് അല്ലേ. എങ്ങനെയാണ്? മാനേജ്മെന്റ് ഓഫ് വർക്ക് നടക്കുന്നുണ്ട് മാനേജ്മെന്റിന്റെ അകത്ത്. ആ ചെയ്യുന്ന ആൾക്കാരുടെ പീപ്പിളിനെ മാനേജ് ചെയ്യുന്നുണ്ട്, അവരുടെ ഈ വർക്ക് റിലേറ്റ് ചെയ്ത് ചെയ്യുന്ന അവരുടെ ഔട്ട്പുട്ട്, ഓപ്പറേഷൻസിനെ മാനേജ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് മാനേജ്മെന്റ് എന്താണ്? മൾട്ടി ഡയമെൻഷണൽ ആണ്. ക്ലിയർ അല്ലേ? അടുത്ത നോക്കിക്കോ. One of the important features of demonetization is to create less cashless economy. State any other 3 features of demonetization. Demonetization കൊണ്ട് ഉദ്ദേശിച്ചത് എന്താണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് demonetization കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്? എന്താണ്? കറപ്ഷൻസ് ഒഴിവാക്കുക, കൗണ്ടർഫിറ്റ് കറൻസി എലിമിനേറ്റ് ചെയ്ത് കളയുക, അതേപോലെ തന്നെ ഇല്ലീഗൽ ആക്ടിവിറ്റീസിനെ ഫണ്ട് ചെയ്യുന്നത് എന്ത് ചെയ്യുക? ഡിമോണിറ്റൈസേഷൻ ചെയ്ത് കളഞ്ഞു. പിന്നെ അതുപോലെ തന്നെ ബ്ലാക്ക് മണി, അൺഡിസ്ക്ലോസ്ഡ് ഇൻകം നോട്ട് റിപ്പോർട്ടഡ് ടു ടാക്സ് അതോറിറ്റീസ് അല്ലേ, ബ്ലാക്ക് മണീനെ ടാർഗറ്റ് ചെയ്യുക. ഇതൊക്കെയായിരുന്നു ഡിമോണിറ്റൈസേഷൻ. ഇതൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ചാൽ മതി. കള്ളപ്പണം തടയുക, അതുപോലെ കള്ളനോട്ട് അച്ചടിക്കുന്നത് തടയുക, അതേപോലെ തന്നെ നമ്മൾ ടാക്സ് അടയ്ക്കാത്തവരെ ടാക്സ് അടപ്പിക്കുക, അങ്ങനെയുള്ളതൊക്കെയായിരുന്നു അതിൻ്റെ ഉദ്ദേശം. അതുപോലെ തന്നെ എന്താണ്? ഡിജിറ്റൽ കറൻസി കൊണ്ടുവരിക, അല്ലെങ്കിൽ ഡിജിറ്റൽ ട്രാൻസാക്ഷൻസ് ഇംപ്രൂവ് ചെയ്യുക, അതായത് പേപ്പർലെസ് കറൻസി അല്ലേ, പേപ്പർലെസ് സൊസൈറ്റീനെ ക്രിയേറ്റ് ചെയ്യുക. ക്ലിയർ അല്ലേ? ഇനി നോക്കിക്കോ, ഇനി ചോദിച്ചിട്ടുള്ളത് എംപ്ലോയീസ് ഓഫ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എറണാകുളം ഡിവിഷൻ ഫോംഡ് എ വോളണ്ടിയർ ഗ്രൂപ്പ് ടു ഹെൽപ്പ് ദ
ഫ്ലഡ് എഫക്റ്റഡ് പീപ്പിൾ ഓഫ് വയനാട് അല്ലേ. വയനാടിലെ ഫ്ലഡ് വന്നപ്പോൾ എഫക്ട് ചെയ്ത പീപ്പിളെ സഹായിക്കാൻ വേണ്ടിയിട്ട് SBIയിലെ എംപ്ലോയീസ് ചേർന്ന് ഒരു ഓർഗനൈസേഷൻ തുടങ്ങി. ഇതിന് എന്താണ് പറയുക? ഐഡന്റിഫൈ ദ ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻ ദേ ഫോംഡ് ആൻഡ് സ്റ്റേറ്റ് എനി 2 ഫീച്ചേഴ്സ് ഓഫ് ഇറ്റ്. ഏതാണത്? വേഗം പറഞ്ഞോ. ഏതാണ്? ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്തതാണ്, എംപ്ലോയീസ് എല്ലാവരും കൂടെ ചേർന്നിട്ട്. ഏതാണത്? വോളണ്ടിയർ ഗ്രൂപ്പ് ടു ഹെൽപ്പ് ഫോംഡ് അല്ലേ? എന്താണ്? ഇൻഫോർമൽ ആണ് കേട്ടോ, അത് ഇൻഫോർമൽ ആണ്, ഫോർമൽ അല്ലേ, ഇൻഫോർമൽ ഓർഗനൈസേഷൻ ആണ്. അതായത് പേഴ്സണൽ ഇന്ററാക്ഷന്റെ ബേസിൽ അവിടുത്തെ എംപ്ലോയീസ് റിലേറ്റ് ചെയ്ത് തുടങ്ങിയതായിരിക്കും. ഓക്കെ, ഫോർമൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് ബിസിനസിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്യുന്നതാണ്. ഇതെന്താണ്? ഗ്രൂപ്പ് നോംസ് ഉണ്ടായിരിക്കും, ഇൻഡിപെൻഡന്റ് ചാനൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ ആയിരിക്കും, സ്പോണ്ടേനിയസ് ആയിരിക്കും, നോ ഡിഫൈൻഡ് സ്ട്രക്ചർ ആയിരിക്കും അല്ലെ, നോ ഡെഫിനിറ്റ് സ്ട്രക്ചർ ആയിരിക്കും. ക്ലിയർ? ഇനി അടുത്തത് സൂപ്പർവിഷൻ പെർഫോംസ് മൾട്ടിപ്പിൾ റോൾസ് ഇൻ ദ ഫംഗ്ഷനിങ് ഓഫ് ആൻ ഓർഗനൈസേഷൻ. Substantiate the statement by quoting the importance of supervision അല്ലേ. അതെ, സബ്സ്റ്റാൻഷിയേറ്റ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതായത് അതിന്റെ ഇമ്പോർട്ടൻസിനെ പറയാൻ വേണ്ടിയിട്ട്, സൂപ്പർവിഷന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ട്. സൂപ്പർവിഷന്റെ ഇമ്പോർട്ടൻസ് നമ്മൾ നേരത്തെ പറഞ്ഞതല്ലേ. എന്ത് ചെയ്യുന്നുണ്ട്? ആക്ടിവിറ്റി ലിങ്ക് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, ഓൺ ദ ജോബ് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്, പെർഫോമൻസ് നോക്കുന്നുണ്ട്, ഫീഡ്ബാക്ക് കൊടുക്കുന്നുണ്ട്. ഓക്കെ, കൺട്രോളിംഗ് സ്റ്റാർട്ട്സ് വിത്ത് ദ സെറ്റിംഗ് അപ്പ് ഓഫ് performance of standard and end with taking corrective action. അപ്പോൾ explain the other steps in the controlling process. കൺട്രോളിംഗ് പ്രോസസ്സിലെ മറ്റ് സ്റ്റെപ്പുകൾ എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ സ്റ്റെപ്സ് എന്തൊക്കെയാണ്? ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ്സ് സെറ്റ് ചെയ്യുക, പിന്നെ മെഷർമെന്റ് ഓഫ് ആക്ച്വൽ പെർഫോമൻസ്. അത് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? കമ്പയറിംഗ് ദ ആക്ച്വൽ പെർഫോമൻസ് വിത്ത് സ്റ്റാൻഡേർഡ് അല്ലെ. ആദ്യം എന്ത് ചെയ്യുക? മാനദണ്ഡം ഉണ്ടാക്കുക, യാർഡ് സ്റ്റിക്ക് ക്രിയേറ്റ് ചെയ്യുക. പിന്നെ നമ്മൾ എംപ്ലോയീസിന്റെ പെർഫോമൻസ് എടുക്കുക. അതിനെന്ത് ചെയ്യുക? നമ്മുടെ സ്റ്റാൻഡേർഡും ആക്ച്വൽ പെർഫോമൻസും തമ്മിൽ കമ്പയർ ചെയ്യുക. അതിനുശേഷം എന്തെങ്കിലും ഡീവിയേഷൻസ് ഉണ്ടോ നോക്കുക. ഈ ഡീവിയേഷൻ സമയത്താണ് നമ്മൾ മാനേജ്മെന്റ് ബൈ എക്സെപ്ഷൻ എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ് കൊണ്ടുവരിക. അതായത് ഡീവിയേഷൻസിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഡിസിഷൻ എടുക്കേണ്ടതാണെങ്കിൽ അപ്പം തന്നെ മാനേജ്മെന്റിനോട് അറിയിക്കുക, അല്ലെങ്കിൽ ജസ്റ്റ് വിട്ട് കളയാം. ഓക്കെ, പിന്നെ അതിനുശേഷം എന്ത് ചെയ്യുക? ടേക്കിംഗ് കറക്റ്റീവ് ആക്ഷൻ. ക്ലിയർ അല്ലേ? ഇനി അടുത്ത നോക്കിക്കോ, ഫാക്ടേഴ്സ് വിച്ച് അഫക്ട് ഫിക്സഡ് ക്യാപിറ്റൽ റിക്വയർമെന്റ് ഓഫ് ബിസിനസ് അല്ലേ. ഒരു ബിസിനസിന്റെ ഫിക്സഡ് ക്യാപിറ്റൽ തീരുമാനിക്കണമെങ്കിൽ എന്തൊക്കെ ഫാക്ടേഴ്സ് നമ്മൾ നോക്കണം എന്നാണ് നിങ്ങളോട് ക്വസ്റ്റ്യൻ ചോദിച്ചത്. അപ്പൊ എന്തെഴുതണം? ആ ബിസിനസിന്റെ നേച്ചർ നോക്കണം. അതായത് ക്യാപിറ്റൽ ഇന്റൻസീവ് ആണോ അല്ലെങ്കിൽ ലേബർ ഇന്റൻസീവ് ആണോ? ക്യാപിറ്റൽ ഇന്റൻസീവ് ആണെങ്കിൽ കൂടുതൽ ക്യാപിറ്റൽ വേണ്ടി വരും. സ്കെയിൽ ഓഫ് ഓപ്പറേഷൻ, ലാർജ് സ്കെയിലിൽ പ്രൊഡക്ഷൻ നടത്തുന്നുണ്ടോ ഇല്ലെങ്കിൽ സ്മോൾ സ്കെയിലാണോ പ്രൊഡക്ഷൻ നടത്തുന്നത്? അതുപോലെ ടെക്നിക്സ് ഓഫ് ഓപ്പറേഷൻ നോക്കണം. എങ്ങനെയാണ് ടെക്നിക്സ് നടത്തുന്നത്? ഓപ്പറേഷൻസിലെ മെഷീനറീസ് കൂടുതൽ വേണോ അല്ലെങ്കിൽ എംപ്ലോയീസ് ആണോ കൂടുതൽ പണിയെടുക്കേണ്ടത് നോക്കണം. അതുപോലെ തന്നെ ഗ്രോത്ത് പ്രോസ്പെക്ട്സ് നോക്കണം. ഓക്കെ, നമ്മൾ വീണ്ടും എന്തെങ്കിലും മെഷീനറീസ് കാര്യങ്ങൾ അല്ലെങ്കിൽ പുതിയ കാര്യങ്ങൾ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? അതാണ് ഗ്രോത്ത് പ്രോസ്പെക്ട്സ്. അപ്പം എന്തായിരിക്കണം? കൂടുതൽ ഫിക്സഡ് ക്യാപിറ്റൽ വേണം. ഡൈവേഴ്സിഫിക്കേഷൻ, അതുപോലെ തന്നെ പ്രൊഡക്ട്സിൽ ഡൈവേഴ്സിഫിക്കേഷൻ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നുണ്ടോ എന്നുള്ളത് നോക്കണം. അതുപോലെ ടെക്നോളജി എങ്ങനെയാണ് അപ് ടു ഡേറ്റ് ആയിട്ടുള്ള ടെക്നോളജിക്ക് അനുസരിച്ച് മാറ്റാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? അങ്ങനെയാകുമ്പോൾ അതിനനുസരിച്ച് ക്യാപിറ്റലും വേണ്ടി വരും. അതല്ല ഏത് രീതിയിലാണ് ഫൈനാൻസിങ് ഓൾട്ടർനേറ്റീവ്സ് എടുക്കുന്നത്? നമുക്ക് ഫിക്സഡ് ക്യാപിറ്റൽ എപ്പോഴും നമുക്ക് ലോങ് ടേം ഫണ്ട് വഴിയേ നമുക്ക് എടുക്കാൻ പാടുള്ളൂ. ഓക്കെ, അപ്പം നിങ്ങൾ ഏത് സോഴ്സ് ഓഫ് അല്ലെങ്കിൽ ഏത് ഓൾട്ടർനേറ്റീവ്സ് ആണ് ചൂസ് ചെയ്യുന്നത്? ഷോർട്ട് ടേം ആണോ ലോങ് ടേം ആണോ എന്ന് നോക്കിയിട്ട് വേണം ഫിക്സഡ് ക്യാപിറ്റൽ റിക്വയർമെന്റ് നോക്കാൻ വേണ്ടിയിട്ട്. കൊളാബറേഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ, മറ്റ് കമ്പനീസ് ആയിട്ട് കൊളാബറേഷൻ ചെയ്യുകയാണെങ്കിൽ അസറ്റ് കാര്യങ്ങൾ മെഷീനറീസ് കാര്യങ്ങളൊക്കെ എന്തായിരിക്കും കുറച്ചുകൂടെ അതിൻ്റെ മുകളിൽ വരുന്ന പേയ്മെന്റും എക്സ്പെൻസും കുറച്ച് കിട്ടും. ഓക്കെ, അതും കൂടെ നോക്കണം. ക്ലിയർ? ഇപ്പം മറ്റ് കമ്പനീസ് ആയിട്ട് കൊളാബറേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഫിക്സഡ് ക്യാപിറ്റൽ നിങ്ങളുടെ സൈഡിൽ നിന്ന് കുറവ് മതി. ക്ലിയർ അല്ലേ? ക്ലിയർ. ഇനി അടുത്തതാണ് ചെയ്യേണ്ടത്, explain the various principles that guide the manager in the process of directing അല്ലെ. ഡയറക്ഷൻ നടത്തുന്ന സമയത്ത് നിങ്ങളൊരു സുപ്പീരിയർ ഓഫീസർ ആണ്, നിങ്ങൾ ഡയറക്ഷൻ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ എന്തൊക്കെ പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്യണം അതാണ് പറയാൻ വേണ്ടി പോകുന്നത്. നിങ്ങൾ ഡയറക്ഷൻ ചെയ്യുന്ന സമയത്ത് ഓരോ എംപ്ലോയീസിൻ്റെയും ഓരോ ഇൻഡിവിജ്വൽസിൻ്റെയും മാക്സിമം കോൺട്രിബ്യൂഷൻ കൊണ്ടുവരാൻ പറ്റുന്ന രീതിയിലായിരിക്കണം നിങ്ങൾ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഹാർമണി ഓഫ് ഒബ്ജക്റ്റീവ്, പേഴ്സണൽ ഒബ്ജക്റ്റീവും ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവും വേണം കേട്ടോ. ഒബ്ജക്റ്റും അതുപോലെ തന്നെ ഓർഗനൈസേഷണലും
ചില ഒബ്ജക്റ്റീവും തമ്മിൽ എന്തുണ്ടായിരിക്കണം, ബന്ധം ഉണ്ടായിരിക്കണം. അത് കമ്പനിക്ക് മാത്രം നേട്ടമുള്ള രീതിയിലാവരുത് ചെയ്യേണ്ടത്. അങ്ങനെയാവുമ്പോൾ എംപ്ലോയീസിന് മടുക്കും, അവരെന്ത് ചെയ്യില്ല, മാക്സിമം ഇൻഡിവിജ്വൽ കോൺട്രിബ്യൂഷൻ തരില്ല. ഓക്കെ. പിന്നെ കമാൻഡ് കൊടുക്കുമ്പോൾ യൂണിറ്റി ഓഫ് കമാൻഡ് ഉണ്ടായിരിക്കണം അല്ലെ. നിങ്ങൾ കൊടുക്കുന്ന ഇൻഫോർമേഷനിലും അവിടുന്ന് കിട്ടുന്ന റിസീവ് ചെയ്യുന്ന ഇൻഫോർമേഷനിൽ എന്തിരിക്കണം, ക്ലാരിറ്റി, ഒരു യൂണിറ്റ് ഉണ്ടായിരിക്കണം. അപ്രോപ്രിയേറ്റ് ഡയറക്ഷൻ ടെക്നിക്സ് യൂസ് ചെയ്യണം. വേണ്ടി വന്നാൽ എല്ലാവർക്കും ഫൈനാൻഷ്യൽ ഇൻസെന്റീവ്സ് കൊടുത്തിട്ട് കാര്യമില്ല. ചില ആൾക്കാർക്ക് എന്തായിരിക്കണം, നോൺ ഫൈനാൻഷ്യൽ ഇൻസെന്റീവ്സ് ആയിരിക്കണം കൊടുക്കുന്നത്. അപ്പോൾ ആൾക്കാർക്ക് അനുസരിച്ച് എംപ്ലോയീസിന് അനുസരിച്ചിട്ടുള്ള ഡയറക്ഷൻ ടെക്നിക്സ് യൂസ് ചെയ്യണം. ചിലർക്ക് മോട്ടിവേഷൻ ആയിരിക്കും വേണ്ടത്, ചിലർക്ക് സൂപ്പർവിഷൻ ആയിരിക്കും വേണ്ടത്. അപ്പോൾ അതിനനുസരിച്ച് ചെയ്യണം. അതുപോലെ തന്നെ മാനേജീരിയൽ ലെവലിലുള്ള കമ്മ്യൂണിക്കേഷൻ നടത്തണം കറക്റ്റായിട്ട്. ഇൻഫോർമൽ ഓർഗനൈസേഷൻ ഉണ്ടായിരിക്കണം. അതായത് നിങ്ങളും നിങ്ങളുടെ സബോർഡിനേറ്റ്സും തമ്മിൽ എന്തുണ്ടായിരിക്കണം, ഒരു ഇൻഫോർമൽ അല്ലെ, ഒരു സോഷ്യൽ ഒരു റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യണം, ഒരു ഫ്രണ്ട്ഷിപ്പ് കീപ്പ് ചെയ്യണം. പിന്നെ നിങ്ങൾ ലീഡർഷിപ്പ് ഉണ്ടായിരിക്കണം. ഡയറക്റ്റിംഗ് ചെയ്യുന്ന സമയത്ത് ലീഡർഷിപ്പ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മറ്റുള്ള ആൾക്കാരുടെ സ്വഭാവത്തെ, ബിഹേവിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ വേണ്ടി പറ്റണം. പിന്നെ ഫോളോ അപ്പ് ചെയ്യണം, കറക്റ്റ് ആയിട്ടാണോ നടക്കുന്നതെന്നുള്ളത്. ക്ലിയർ? പിന്നെ അടുത്തത് എന്താണ്, ദ ഗവൺമെന്റ് പോളിസി വിച്ച് ഇൻക്രീസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് പ്രൈവറ്റ് സെക്ടർ ഇൻ ഇന്ത്യൻ എക്കണോമി. ഇതിന് എന്താണ് പറയുക, ഈസ് ഡാഷ് ആണ് അല്ലേ. ഈ ഒരു കാര്യത്തെ നമ്മൾ എന്താ പറയുക, ഗവൺമെന്റ് അല്ലെ, ഇന്ത്യൻ ഗവൺമെന്റ് എന്ത് ചെയ്തു, നമ്മൾ പ്രൈവറ്റ് എംപ്ലോയീസിനെ, പ്രൈവറ്റ് സെക്ടറിന് കൂടുതൽ റോള് കൊടുത്തു. എന്താണത്, അതിനെന്താ പറയുക, പ്രൈവറ്റ് സെക്ടറിന് റോള് കൊടുത്തതിന് എന്താ പറയുക? എടാ ഒരു 10 മണിക്കാകുമ്പോൾ ഞാൻ പറഞ്ഞില്ലായിരുന്നോ, പ്രൈവറ്റൈസേഷൻ ആണ് കേട്ടോ. പ്രൈവറ്റൈസേഷൻ. ഇനി എന്താണ്, ഫോർമാൻ ബിലോങ്സ് ടു ലോവർ ലെവൽ മാനേജ്മെന്റ്. ഞാൻ നേരത്തെ പറഞ്ഞു ടെക്നിക്സ് നിങ്ങൾ പഠിച്ച്, അതായത് ലെവൽസ് ഓഫ് മാനേജ്മെന്റിന്റെ അകത്ത് നിങ്ങൾ എന്തുകൂടെ ചെയ്യണം, ഡിഫറൻസ് കൂടെ അല്ല, പല ടൈപ്പ് എക്സാമ്പിൾസ് കൂടെ പഠിച്ചു വെക്കണം എന്ന്. കാരണം ഇതുപോലത്തെ ക്വസ്റ്റ്യൻ വന്നാലേ നിങ്ങൾക്ക് എഴുതാൻ വേണ്ടി പറ്റുള്ളൂ. ഫോർമാൻ ഏതിലാണ് വരുന്നത്, ടോപ്പിലാണോ, മിഡിലാണോ, ലോവറിലാണോ, ഓൾ ഓഫ് ദീസ് ആണോ? ഒന്ന് പറഞ്ഞേടാ. ലോവർ വന്നു, ലോവർ ആണ് അല്ലേ. സി ആണ് റൈറ്റ് ആൻസർ. ചേഞ്ച് ഇൻ ലൈഫ് സ്റ്റൈൽ ഓഫ് പീപ്പിൾ റിലേറ്റഡ് ടു ഡയമെൻഷൻസ് ഓഫ് എൻവയോൺമെന്റ്. അതായത് ലൈഫ് സ്റ്റൈലിൽ ചേഞ്ച് വരുന്നത് ഏത് ഡയമെൻഷൻ ആണ്, ഏതാണ്, വേഗം പറഞ്ഞോ. സോഷ്യൽ, കറക്റ്റ് ആൻസർ ആണ്. അടുത്തത് റൈറ്റ് എനി വൺ ഫീച്ചർ ഓഫ് കൺട്രോളിംഗ്. കൺട്രോളിങ്ങിന്റെ ഏതെങ്കിലും ഒരു ഫീച്ചർ എഴുതാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. കൺട്രോളിങ്ങിന്റെ ഏതെങ്കിലും ഒരു ഫീച്ചർ എന്തെഴുതാം, പലതും എഴുതാം നിങ്ങൾ. കൺട്രോളിങ് എന്താണ്, ഗോൾ ഓറിയന്റഡ് ആണ്. ഗോൾ ഓറിയന്റഡ്. അതുപോലെ തന്നെ കണ്ടിന്യൂസ് ആണ്, ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ് ലുക്കിംഗ് ആണ്. ബാക്ക്വേർഡ് ലുക്കിംഗ്. അല്ല, ഇതിൽ ഏതെങ്കിലും ഒന്ന് എഴുതാനാ പറഞ്ഞത് അല്ലേ, ഞാൻ അവിടെ എഴുതിയിട്ടുണ്ട്. ഓക്കെ, ക്ലിയർ, സെറ്റ്. വാട്ട് ഡു യു മീൻ ബൈ ഫങ്ഷണൽ സ്ട്രക്ചർ ഓഫ് ആൻ ഓർഗനൈസേഷൻ? ഒരു കമ്പനിയിലെ ഫങ്ഷണൽ സ്ട്രക്ചർ എന്താണെന്നാണ് നിങ്ങളോട് ചോദിച്ചിട്ടുള്ളത്. എന്താണ് ഫങ്ഷണൽ സ്ട്രക്ചർ? ആൻ ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഇസ് ഫോംഡ് ഓൺ ദ ബേസിസ് ഓഫ് different function, formed on the basis of different function or work to be done, അല്ലെ, functions or work to be done in the enterprise, അല്ലെ. ഒരു ബിസിനസിന്റെ അകത്ത് നടക്കേണ്ട വർക്കിനെ ഫോം ചെയ്തിരിക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഡിഫറെന്റ് ഫോംസിലേക്ക് അറേഞ്ച് ചെയ്തിരിക്കുന്നതാണ് നമ്മൾ ഫങ്ഷണൽ സ്ട്രക്ചർ എന്ന് പറയുക. ക്ലിയർ അല്ലേ? അടുത്തത് എന്താണ്, ലിസ്റ്റ് ഔട്ട് ദി വേരിയസ് എലമെന്റ്സ് ഓഫ് ഡയറക്ടിങ്. ഡയറക്ടിങ്ങിന്റെ വേരിയസ് എലമെന്റ്സ് ആണ് പറഞ്ഞിട്ടുള്ളത്. 4 എലമെന്റ്സ് ആണ് ഉള്ളത്. അത് എക്സാമിന് ചോദിച്ച, 1 മാർക്കിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. എന്തൊക്കെയാണ്? സൂപ്പർവിഷൻ, മോട്ടിവേഷൻ, ലീഡർഷിപ്പ്, കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, ക്ലിയർ, സെറ്റ്. വരുന്നുണ്ട്. ഞാൻ നിങ്ങളെ വെയിറ്റ് ചെയ്യാത്ത എന്താ അറിയോ, നിങ്ങളെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അവിടെ ഇരിക്കും, വേറെ ഒന്നും നടക്കാൻ പോകുന്നില്ല. വാട്ട് ഡു യു മീൻ ബൈ ഫൈനാൻഷ്യൽ പ്ലാനിങ്?
എന്താണ് ഫൈനാൻഷ്യൽ പ്ലാനിങ്? ഫൈനാൻഷ്യൽ പ്ലാനിങ്ങിന്റെ ഇമ്പോർട്ടൻസ് നമ്മൾ പഠിച്ചു. അപ്പോൾ എന്താണ് ഫൈനാൻഷ്യൽ പ്ലാനിങ് എന്ന് ചോദിച്ചാൽ എന്ത് പറയും? ഇറ്റ് ഇൻവോൾവ്സ് ദ എസ്റ്റിമേഷൻ ഓർ പ്രൊക്യൂർമെന്റ്, യൂട്ടിലൈസേഷൻ, അഡ്മിനിസ്ട്രേഷൻ ഓഫ് ഫണ്ട്. അല്ലേ? ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ചീപ്പസ്റ്റ് ആയിട്ടുള്ള സോഴ്സിൽ നിന്ന് ഫണ്ട് റേസ് ചെയ്യുക, അതിൻ്റെ റിസ്ക് കുറയ്ക്കുക, ഫണ്ട് ജനറേറ്റ് ചെയ്യുമ്പോഴുള്ള റിസ്ക് കുറയ്ക്കുക, അതിൻ്റെ എഫക്റ്റീവ് യൂട്ടിലൈസേഷൻ ചെയ്യുക. ഇതാണ് ഫൈനാൻഷ്യൽ മാനേജ്മെന്റ്. FM-ൽ വരുന്നത് ചീപ്പസ്റ്റ് സോഴ്സ്, റിസ്ക് റെഡ്യൂസ് ചെയ്യുക, അതുപോലെ തന്നെ പിന്നെ ചെയ്യേണ്ടതാണ് അതിൻ്റെ യൂട്ടിലൈസേഷൻ. ഓക്കെ, അതാണ് ഫൈനാൻഷ്യൽ മാനേജ്മെന്റിൻ്റെത്. പക്ഷെ FP എന്ന് പറയുന്നത് ഫൈനാൻഷ്യൽ പ്ലാനിങ് എന്താണ്? എസ്റ്റിമേഷൻ ആൻഡ് പ്രൊക്യൂർമെന്റ്, യൂട്ടിലൈസേഷൻ ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് ഫണ്ട് ആണ്. ക്ലിയർ അല്ലേ? നോക്കിക്കോ, ഡിസ്ക്രൈബ് ദ ഫോളോയിങ്: ഗ്ലോബലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ലിബറലൈസേഷൻ. കയ്യിന്നിട്ട് സിമ്പിൾ ആയിട്ട് എഴുതാവുന്നതേ ഉള്ളൂ. ഓക്കെ, ക്ലിയർ അല്ലേ? ഗ്ലോബലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? മീൻസ് ഫ്രീ മൂവ്മെന്റ് ഓഫ് ഗുഡ്സ്, ക്യാപിറ്റൽ ആൻഡ് ലേബർ അക്രോസ് ഗ്ലോബൽ ആണ്. ഇൻവോൾവ്സ് റിഡക്ഷൻ ഓഫ് ഇമ്പോർട്ട് ഡ്യൂട്ടി ആൻഡ് എൻകറേജ്മെന്റ് ഓഫ് ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ്. അല്ലെങ്കിൽ എന്താണ്? നാഷണൽ എക്കണോമി ഇന്റഗ്രേറ്റ്സ് വിത്ത് ദ ഗ്ലോബൽ എക്കണോമി. അതും ഗ്ലോബലൈസേഷൻ ആണ്. പ്രൈവറ്റൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓപ്പോസിറ്റ് നാഷണലൈസേഷൻ ആണ്. The trend all over the world. India, priority given to the public sector is gradually being reduced. അല്ലേ? The priority given to public sector gradually reduce and role of private sector being encouraged ചെയ്യുന്നതാണ് പ്രൈവറ്റൈസേഷൻ. ലിബറലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ലിബറലൈറ്റിംഗ് ദ എക്കണോമി ഫ്രം ദ റെഗുലേഷൻസ് ആൻഡ് റെസ്ട്രിക്ഷൻസ് ഓൺ എക്കണോമിക് ഗ്രോത്ത്. എക്കണോമിക് ഗ്രോത്തിന്റെ ഭാഗമായിട്ട് തടസ്സം നിൽക്കുന്ന എല്ലാ കാര്യങ്ങളെയും റെസ്ട്രിക്ഷൻസിനെ എടുത്ത് കളയുക. ക്ലിയർ അല്ല? ഫ്രീ ആക്കുക. ലിസ്റ്റ് ഔട്ട് എനി 3 ഇമ്പോർട്ടൻസ് ഓഫ് കൺട്രോളിങ്. കൺട്രോളിങ്ങിന്റെ ഇമ്പോർട്ടൻസ് നോക്കണം. നാളെ നോട്ട് രാവിലെ എടുത്ത് വായിച്ചോളണം. ഇത് എല്ലാവരും നോട്ട് രാവിലെ എടുത്ത് വായിക്കണം. എക്സാം ഹോളിൽ കയറുന്നതിന് മുൻപ് വായിച്ചാലും കുഴപ്പമില്ല. ക്വസ്റ്റ്യൻസ് ആയിട്ട് നിങ്ങളൊന്ന് പരിചയപ്പെടണം. ഓക്കെ, ക്ലിയർ? കൺട്രോളിങ്ങിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്? ഓർഗനൈസേഷൻ ഗോൾ അക്കംപ്ലിഷ് ചെയ്യുക. ജഡ്ജിങ് ആക്യുറസി ഓഫ് സ്റ്റാൻഡേർഡ്സ്. അല്ലെ? അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു, ഞാനിപ്പോൾ ഏകദേശം സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യാണ്. 50,000 പ്രൊഡക്റ്റ് ഉണ്ടാക്കണം ഒരു വർഷത്തേക്ക്. അതാണ് എൻ്റെ ഗോൾ എന്ന് പറയുന്നത്. അപ്പം ഞാൻ അതിന് വേണ്ടി ഒരു സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യും. സ്റ്റാൻഡേർഡ് എന്ന് പറയുമ്പോൾ മിനിമം, അതായത് മിനിമം എന്തായിരിക്കണം? 1 മന്ത് ഞാൻ എന്ത് ചെയ്യണം? മിനിമം ഒരു 10 പ്രൊഡക്റ്റെങ്കിലും ഉണ്ടാക്കും. 10 അല്ല, ഒരു 60 പ്രൊഡക്റ്റ്, 100 എന്ന് വിചാരിച്ചു, 100 പ്രൊഡക്റ്റ് ഉണ്ടാക്കണം. ഇതാണ് എൻ്റെ സ്റ്റാൻഡേർഡ്. ഞാൻ സെറ്റ് ചെയ്ത സ്റ്റാൻഡേർഡ് ഇതാന്ന് വിചാരിക്കും. ഓക്കെ, ക്ലിയർ? അപ്പൊ കൺട്രോളിങ് ചെയ്യുമ്പോൾ നമ്മൾ വർക്കേഴ്സിന് കൊടുക്കുന്ന എന്താണ്? നിങ്ങൾ ഒരു മന്ത് 100 പ്രൊഡക്റ്റെങ്കിലും ഉണ്ടാക്കണം. അതാണ് നിങ്ങളുടെ സ്റ്റാൻഡേർഡ്. അപ്പൊ അതനുസരിച്ച് വേണം ചെയ്യാൻ, അല്ലേ? പക്ഷെ ഞാൻ വർക്കേഴ്സിന്റെ പെർഫോമൻസ് എടുത്ത് നോക്കുന്ന സമയത്ത് മനസ്സിലാവുകയാണ്, എല്ലാ മാസവും 100 പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്, എല്ലാവർക്കും ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല. അല്ലെങ്കിൽ 100 പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ ഈസിയാണ്. വേണമെങ്കിൽ ഒരു മാസം ഒരു 200 പ്രൊഡക്റ്റ് എങ്കിലും ഉണ്ടാക്കാൻ വേണ്ടി പറ്റും, അല്ലേ? അപ്പൊ അതിനർത്ഥം നമ്മുടെ വെച്ച സ്റ്റാൻഡേർഡ് അത്ര എഫിഷ്യൻ്റ് അല്ല, കുറച്ചുകൂടെ നല്ലതാക്കണം. അപ്പൊ കൺട്രോളിങ്ങിലൂടെ നമുക്ക് മനസ്സിലാവും നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച മിനിമം അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് റെഡിയാണോ. അതുപോലെ തന്നെ ബിസിനസിന്റെ എൻവയോൺമെന്റ് ഡൈനാമിക് ആണ്. അതിനനുസരിച്ച് ബിസിനസിൻ്റെ അകത്ത് എന്തുണ്ടാവും? ചേഞ്ചസ് സംഭവിക്കും. ആ ചേഞ്ചസിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം? മാറ്റങ്ങൾ വരുത്തണം. അതായത് നമ്മൾ ഇപ്പോൾ പോകുന്ന രീതിയിൽ ബിസിനസ്സിൽ പെട്ടെന്ന് എൻവയോൺമെന്റിൽ ഒരു മാറ്റം വന്നു എന്ന് വിചാരിക്കും. ഇപ്പൊ പെട്ടെന്ന് നമ്മുടെ സീസൺ ടൈം ആയിരുന്നു, പക്ഷെ അത് ഭയങ്കരമായിട്ട് ഡിപ്രസ്ഡ് ആയി പോയി എന്ന് വിചാരിക്കും. അപ്പൊ ആ സമയത്ത് നമ്മുടെ ബിസിനസ്സിൻ്റെ അകത്ത് നടക്കുന്ന പ്രവർത്തനങ്ങൾ സ്റ്റാൻഡേർഡ് ഒക്കെ മതിയാണോ അല്ലെങ്കിൽ റെഡി ആണോ എന്ന് നോക്കണം. ക്ലിയർ? അത് കൺട്രോളിങ്ങിലാണ് നടക്കുക. പിന്നെന്താണ്? റിസോഴ്സസിനെ എഫിഷ്യൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. കാരണം എന്താണ്? ഇൻ കേസ് എവിടെയെങ്കിലും വേസ്റ്റേജ് വന്നാൽ അത് അപ്പം തന്നെ കൺട്രോളിങ്ങിൽ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും, കറക്റ്റീവ് ആക്ഷൻ എടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ റിസോഴ്സസിനെ നമുക്ക് കൂടുതൽ നഷ്ടപ്പെടുത്താതെ ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ പറ്റും, അത് കൺട്രോളിങ്ങിലൂടെ. പിന്നെ എംപ്ലോയീസിന് മോട്ടിവേഷൻ ഉണ്ടാവും, അതുപോലെ ഓർഡർ ആൻഡ് ഡിസിപ്ലിൻ ഉണ്ടാവും, കോർഡിനേഷൻ ഉണ്ടായിരിക്കും. ക്ലിയർ അല്ലേ? ഏതെങ്കിലും ഒരു 3 പോയിന്റ്സ് എഴുതിയാൽ മതി നിങ്ങൾ. ക്ലിയർ? ഇനി അടുത്തതാണ് എന്തെന്ന് പറയുന്നത്, നെയിം ദ 3 ഫൈനാൻഷ്യൽ ഡിസിഷൻ ഓഫ് മാനേജർ. മാനേജേഴ്സ് എടുക്കുന്ന ഫൈനാൻഷ്യൽ ഡിസിഷൻസ് ഏതാണെന്നാണ് ചോദിച്ചത്. പറഞ്ഞോ, ഏതാണ് ആ ഡിസിഷൻസ്?
3 ഫൈനാൻഷ്യൽ ഡിസിഷൻസ് ഉണ്ട്. അതിനെ നമ്മൾ സ്കോപ്പ് ഓഫ് ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് കൂടെ പറയും. ഏതാണ്? മിമിക്രി വരുന്നുണ്ട്. ഇൻവെസ്റ്റ്മെന്റ് അല്ല, എന്താണ് ഇൻവെസ്റ്റ്മെന്റ്, അതുപോലെ തന്നെ ഫൈനാൻസിങ് ഡെസിഷന്, പിന്നെ എന്താണ് ഡിവിഡൻഡ് ഡിസിഷൻ അല്ലെ. ഇത്രയാണ്. ഇതിനെ നമ്മൾ എന്തെന്ന് പറയും? സ്കോപ്പ് ഓഫ് മാനേജ്മെന്റ് എന്ന് പറയും കേട്ടോ. സ്കോപ്പ് ഓഫ് FM ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് എന്നും പറയും. ക്ലിയർ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ബ്രീഫ്ലി ഡിസ്ക്രൈബ് ദ ടേം ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി. ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി അല്ലെങ്കിൽ നമ്മളുടെ ക്യാപിറ്റൽ ലിവറേജ് കേട്ടോ. ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി അല്ലെങ്കിൽ ക്യാപിറ്റൽ ലിവറേജ് എന്താണെന്ന് ചോദിക്കും. അപ്പൊ എന്താണ് ക്യാപിറ്റൽ ലിവറേജ് അല്ലെങ്കിൽ ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി എന്ന് പറയുന്നത്? റെഫേഴ്സ് ടു ദ യൂസ് ഓഫ് ഫിക്സഡ് ഇൻകം സെക്യൂരിറ്റീസ് സച്ച് ആസ് ഡിബഞ്ചേഴ്സ്, പ്രിഫറൻസ് capital in the capital structure so as to increase the return on equity capital. It is also known as financial leverage or എന്താണ് capital gearing. സിമ്പിൾ ആയിട്ട് പറഞ്ഞത് വായിച്ചപ്പോൾ എന്താണെന്ന് മനസ്സിലാവാത്ത പലരും ഉണ്ടാവും. സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. അതായത് എനിക്കിപ്പോൾ 500 കോടിയുടെ ഒരു പ്രൊജക്റ്റ് ഉണ്ടെന്ന് വിചാരിക്കും. അപ്പോൾ ഈ 500 കോടി എന്ന് പറയുമ്പോൾ ഞാൻ ഇക്വിറ്റി ഷെയർസ് എന്ന് പറയുന്നത് എന്താ? ഓണർഷിപ്പാണ് അല്ലേ. അപ്പോൾ ഞാൻ ഇക്വിറ്റി ഷെയർസ് കൊടുക്കാതെ ഇക്വിറ്റി ഷെയർസ് കൊടുക്കാതെ ഞാൻ എന്ത് ചെയ്യുന്നു? മറ്റ് ലോങ് ടേം ഫണ്ട്സ് ആയിട്ടുള്ള ലോങ് ടേം ഫിക്സഡ് ഇൻകം സെക്യൂരിറ്റീസ് ആയിട്ടുള്ള ഡിബഞ്ചേഴ്സും പ്രിഫറൻസ് ഷെയർസും കൊടുത്തിട്ട് ഇഷ്യൂ ചെയ്തിട്ട് 500 കോടിയിൽ വേണ്ട ഫണ്ട് റേസ് ചെയ്യുന്നു. ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താണ്? നമ്മുടെ ഓണർഷിപ്പ് കൺട്രോൾ നഷ്ടപ്പെടില്ല. ഇക്വിറ്റി ഷെയർ ആണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? നമ്മുടെ കൺട്രോൾ കുറയും അല്ലേ. ഇക്വിറ്റി ഷെയർ കൊടുക്കുന്ന സമയത്ത് അവർക്ക് ഇക്വിറ്റി ഷെയർസ് വിൽക്കുന്ന സമയത്ത് വാങ്ങിക്കുന്ന ആൾക്കാർ എന്തായിരിക്കും? ബിസിനസിന്റെ ഓണേഴ്സ് ആയി മാറും. അപ്പോൾ അവർക്ക് കൺട്രോൾ ഉണ്ടായിരിക്കും. നമുക്കൊരു 50,000 പ്രോഫിറ്റ് കിട്ടുന്നുണ്ടെന്ന് വിചാരിക്കും. 50,000 കിട്ടുന്നുണ്ട്, 10 ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് വിചാരിക്കും. അതുകൊണ്ട് തന്നെ 50,000 നമുക്ക് എന്ത് ചെയ്താൽ മതി? 10 ആൾക്കാർക്ക് ഡിവൈഡ് ചെയ്താൽ മതിയായിരുന്നു. പ്രോഫിറ്റ് എന്ത് ചെയ്താൽ മതി? 10 ആയിട്ട് ഡിവൈഡ് ചെയ്താൽ മതിയായിരുന്നു. പക്ഷേ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് കൂടുകയാണെങ്കിൽ എന്താവും? അപ്പം ഈ 50,000 നമ്മൾ ചിലപ്പോൾ 20 ഭാഗമായിട്ട് ഡിവൈഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ എന്താണ്? നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റിൽ കുറവ് സംഭവിക്കും അല്ലേ. അപ്പോൾ നമ്മളുടെ ഈ ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഇക്വിറ്റി ഷെയർസ് വിൽക്കാതെ മറ്റ് ഫിക്സഡ് ഇൻകം സെക്യൂരിറ്റീസ് ആയിട്ടുള്ള ഡിബഞ്ചേഴ്സും പ്രിഫറൻസ് ഷെയർസും വഴി എന്ത് ചെയ്യുക? ക്യാപിറ്റൽ റേസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാം? ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി എന്ന് പറയാം. ഈ 2 സെക്യൂരിറ്റീസ് ആകുമ്പോൾ എന്താണ്? അതിന് നമുക്ക് ഇൻട്രസ്റ്റ് കൊടുത്താൽ മതി, ഡിവിഡൻഡ് കൊടുത്താൽ മതി. അവർക്കാണെങ്കിൽ മാനേജ്മെന്റിൽ ഇടപെടുകയില്ല. ഓക്കെ, അതിനാണ് നമ്മൾ ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി എന്ന് പറയാം. അപ്പൊ ഇങ്ങനെ ചെയ്യുന്നതിനെ കൊണ്ട് എന്തായിരിക്കും? നമ്മുടെ ഇക്വിറ്റി ക്യാപിറ്റൽ അല്ലേ, നമുക്ക് പ്രോഫിറ്റ് കിട്ടുന്നതിൽ കൂടുതൽ ഉണ്ടായിരിക്കും, കുറഞ്ഞു പോവില്ല. ക്ലിയർ ആണോ? അതാണ് ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി. നോക്കി വെക്കണം. ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ what do you mean by business environment? Briefly explain 3 importance of in business അല്ലേ. ബിസിനസ് എൻവയോൺമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? aggregate of all condition, events and influences that surrounded and affected it അല്ലേ. ബിസിനസ്സിനെ എഫക്ട് ചെയ്യുന്ന അതിന്റെ എക്സ്റ്റേണൽ ഫാക്ടേഴ്സിന്റെ അഗ്രഗേറ്റ് ആണ്, സം ടോട്ടലിനെയാണ് നമ്മൾ ബിസിനസ് എൻവയോൺമെന്റ് എന്ന് പറയാ. അതിന്റെ ഇമ്പോർട്ടൻസ്, ബിസിനസ്സിലെ എൻവയോൺമെന്റിന്റെ ഇമ്പോർട്ടൻസ്, അതിനെ പഠിക്കുന്നതിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്, അത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താ ചെയ്യാൻ പറ്റും? ഓപ്പർച്യൂണിറ്റീസും അതുപോലെ തന്നെ ഫസ്റ്റ് മൂവർ അഡ്വാൻറ്റേജും കിട്ടും. ഓപ്പർച്യൂണിറ്റീസിനെ ഐഡന്റിഫൈ ചെയ്തിട്ട് ആദ്യം പ്രൊഡക്റ്റ് ഇറക്കുന്ന ആൾ നമ്മളെന്നുള്ള ക്രെഡിറ്റ് ഉണ്ടാവും അല്ലേ. പിന്നെ അതുപോലെ ത്രെഡ്സും ഏർലി വാർണിംഗ് സിഗ്നൽസും ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും. യൂസ്ഫുൾ റിസോഴ്സസിനെ ടാപ്പ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, പുതിയ അപ്ഗ്രേഡേഷൻസ് എന്തെങ്കിലും വന്നാൽ ടെക്നോളജിക്കലായിട്ടും പോലത്തെ ഫൈനാൻഷ്യൽ രീതിയിലുള്ള എന്തെങ്കിലും റിസോഴ്സസ് ഉണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് ടാപ്പ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ട്രെൻഡിനനുസരിച്ച് അല്ലെങ്കിൽ ചേഞ്ചസിനനുസരിച്ച് മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റും. അതുപോലെ പ്ലാനിങ്ങിനെയും പോളിസി ഫോർമുലേഷനെയും ഹെൽപ്പ് ചെയ്യും, അസിസ്റ്റ് ചെയ്യും, പെർഫോമൻസ് കൂട്ടുകയും ചെയ്യും. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി അടുത്ത് നോക്കിക്കോ, വാട്ട് ഇസ് കോർഡിനേഷൻ? എന്താണ് കോർഡിനേഷൻ? അതിന്റെ ഫീച്ചേഴ്സ് ലിസ്റ്റ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കോർഡിനേഷൻ എന്താണ്? എസൻസ് ഓഫ് മാനേജ്മെന്റ് ആണ്. എന്താണ്? പ്രോസസ് ഓഫ് അച്ചീവിങ് യൂണിറ്റി ഓഫ് ആക്ഷൻ എമംഗ് ഇന്റർഡിപ്പെൻഡന്റ് ആക്ടിവിറ്റി ആൻഡ് ഡിപ്പാർട്ട്മെന്റ്സ് ഓഫ് ആൻ ഓർഗനൈസേഷൻ അല്ലേ. അതായത് പല ഡിപ്പാർട്ട്മെന്റ്സ് തമ്മിൽ പല ഫങ്ഷൻസ് ആയിരിക്കും നടക്കുക. ഇതെല്ലാം ഒന്നിച്ച്
എന്താണ് ഒന്നിച്ച് ഇൻ്റഗ്രേറ്റ് ചെയ്ത് കൊണ്ടുപോകുന്നതിനാണ് നമ്മൾ കോർഡിനേഷൻ എന്ന് പറയുന്നത്. കോർഡിനേഷൻ എന്ത് ചെയ്യും? ഇൻ്റഗ്രേറ്റ് ഗ്രൂപ്പ് എഫേർട്സ് അല്ലേ, പല ഡിപ്പാർട്ട്മെന്റ്സ് പല ഗ്രൂപ്പുകളായിട്ട് വർക്ക് ചെയ്യുന്നത്, അതെല്ലാം കൂടെ എന്താണ് ഓർഗനൈസേഷൻ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലെവലിലേക്ക് എത്തിക്കുക. അതുപോലെ തന്നെ എൻഷ്യൂർ യൂണിറ്റി ഓഫ് ആക്ഷൻ, എല്ലാവരും ഒരേ കാര്യത്തിന് വേണ്ടിയിട്ടാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ള യൂണിറ്റി കൊണ്ടുവരിക. അതുപോലെ തന്നെ കണ്ടിന്യൂസ് പ്രോസസ് ആണ്, ഓൾ പർവസീവ് ഫംഗ്ഷൻ ആണ്, എല്ലാ ലെവൽസിലും എല്ലാ ഡിപ്പാർട്ട്മെന്റ്സിലും എന്തുണ്ട്? കോർഡിനേഷൻ നടക്കണം. എല്ലാ മാനേജേഴ്സിൻ്റെയും റെസ്പോൺസിബിലിറ്റി ആണ്, അതുപോലെ ഡെലിബറേറ്റ്ലി ചെയ്യുകയും ചെയ്യണം. ക്ലിയർ? ഇനി മാസ്ലോസ് നീഡ് ഹൈറാർക്കി തിയറി ഓഫ് മോട്ടിവേഷൻ എന്താണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ ചിലപ്പോൾ ചോദിക്കും. അപ്പോൾ എന്താണ് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്? ബേസിക് സൈക്കോളജിക്കൽ നീഡ്, നേരത്തെ കണ്ട സെയിം സാധനം തന്നെ അല്ലേ. ബേസിക് ആയിട്ടുള്ളത് എന്താണ്? ഫസ്റ്റത്തെ ഹൈറാർക്കിയിൽ വരുന്നതാണ്. അത് കഴിഞ്ഞ സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി നീഡ് ഉണ്ട്. നിങ്ങൾക്ക് വായിക്കാൻ വേണ്ടി ഞാൻ ജസ്റ്റ് എഴുതിയെന്നുള്ളൂ കേട്ടോ. ക്ലിയർ? പിന്നെ അഫിലിയേഷൻ ആൻഡ് ബിലോങ്ങിങ്സ് നീഡ് വരും. അത് കഴിഞ്ഞാൽ എസ്റ്റീം നീഡാണ്, അതുപോലെ തന്നെ സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്. ഇതാണ് നമ്മുടെ മാസ്ലോന്റെ നീഡ് ഹൈറാർക്കി തിയറി എന്ന് പറയുന്നത്. ഇനി നോക്കുകയാണെങ്കിൽ എന്താണ് അടുത്തത്? എക്സ്പ്ലെയിൻ ദ 2 ലിമിറ്റേഷൻസ് ഓഫ് കൺട്രോളിങ്. കൺട്രോളിങ്ങിന്റെ 2 ലിമിറ്റേഷൻസ് പറയാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. എന്താണ് കൺട്രോളിങ്ങിന്റെ അല്ലേ? ഓക്കെ, ഡിഫിക്കൽട്ടി ഇൻ സെറ്റിംഗ് സ്റ്റാൻഡേർഡ്സ് ആണ്. സ്റ്റാൻഡേർഡ്സ് സെറ്റ് ചെയ്യാൻ നമുക്ക് എന്തായിരിക്കും? ഡിഫിക്കൽട്ട് ആയിരിക്കും. അതായത് ക്വാണ്ടിറ്റേറ്റീവ് സ്റ്റാൻഡേർഡ്സ് അല്ലേ. അതായത് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല? എംപ്ലോയീസിന്റെ മൊറയിൽ, അവരുടെ ബിഹേവിയർ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി, മോട്ടിവേഷൻ നമുക്ക് ക്വാണ്ടിറ്റേറ്റീവ് ടേംസിൽ സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ എല്ലാം നമുക്ക് ക്വാണ്ടിറ്റേറ്റീവ് സ്റ്റാൻഡേർഡ്സിൽ സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. കൺട്രോളിംഗ് ഉണ്ടെങ്കിൽ നമുക്ക് കൺട്രോളിംഗ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ഒരു സ്റ്റാൻഡേർഡ് വേണം അല്ലേ. ഒരു സ്റ്റാൻഡേർഡ് ഉണ്ടെങ്കിൽ നമുക്ക് ഡീവിയേഷൻസ് അല്ലെങ്കിൽ പെർഫോമൻസിന് എന്ത് ചെയ്യാൻ വേണ്ടി കമ്പയർ ചെയ്യാൻ പറ്റും. പക്ഷെ ആൾക്കാരുടെ സ്വഭാവം, അവരുടെ ബിഹേവിയർ, അവരുടെ ഒരു എന്താ പറയുക ആറ്റിറ്റ്യൂഡ് ഒന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇങ്ങനെ സ്റ്റാൻഡേർഡ് വെച്ച് ചെയ്യാൻ പറ്റില്ല. പിന്നെ എന്താണ്? എക്സ്റ്റേണൽ ഫാക്ടേഴ്സിൽ ലിറ്റിൽ കൺട്രോളേ ഉള്ളൂ. അതുപോലെ തന്നെ എംപ്ലോയീസിന്റെ ഭാഗത്ത് നിന്ന് റെസിസ്റ്റൻസ് ഉണ്ടാവും അല്ലേ. ഇപ്പോൾ പേഴ്സണൽ ഒബ്സർവേഷൻ ഒക്കെ വരുമ്പോൾ ഭയങ്കര ഒരു പ്രഷർ ക്രിയേറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ക്ലിയർ അല്ലേ? അതുപോലെ തന്നെ എന്താണ്? അവരുടെ ഫ്രീഡം കുറയ്ക്കുന്നത് പോലെ റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള കൺട്രോളിംഗ് സിസ്റ്റം വെച്ചാലും പ്രശ്നമാണ്. അതുപോലെ തന്നെ കോസ്റ്റ്ലി അഫെയർ ആണ്, എക്സ്പെൻസീവ് ആണ്. ക്ലിയർ? ഇനി 5 ഫീച്ചേഴ്സ് ഓഫ് മാനേജ്മെന്റ്. മാനേജ്മെന്റിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ചോദിച്ചിട്ടുള്ളത്. മാനേജ്മെന്റ് എന്താണ് മക്കളെ? ഒരു ഗോൾ ഓറിയന്റഡും പെർവസീവും മൾട്ടി ഡയമെൻഷണൽ അല്ലേ. വർക്ക് ഓപ്പറേഷൻസ് എംപ്ലോയീസ്, ഇവിടെ എഴുതുന്നില്ല, എംപ്ലോയീസ് അല്ലെങ്കിൽ പീപ്പിൾ ആണ് അല്ലേ. പിന്നെന്താണ്? കണ്ടിന്യൂസ് പ്രോസസ് ആണ്, ഗ്രൂപ്പ് ആക്ടിവിറ്റി ആണ്, ഡൈനാമിക് ഫംഗ്ഷൻ ആണ്, ഇൻടാഞ്ചിബിൾ ഫോഴ്സ് ആണ്. നമുക്ക് എങ്ങനെയാണ് മാനേജ്മെന്റ് പ്രസൻസ് അറിയാൻ വേണ്ടി പറ്റുക? ഓൺലി ത്രൂ ഔട്ട്കം അല്ലേ. ഓൺലി ത്രൂ അച്ചീവ്മെന്റ് ഓഫ് അല്ലെങ്കിൽ ഓൺലി ത്രൂ ഗോൾസ് അച്ചീവ്മെന്റ് ആട്ടോ. ഗോൾസ് അച്ചീവ് ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് അറിയാൻ വേണ്ടി പറ്റൂ. ഇനിയാണ് കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സിന് നിങ്ങളൊരു ഡയഗ്രം ആയിട്ട്, അവസാനത്തെ ക്വസ്റ്റ്യൻ ആണ്, അവസാനത്തിന് തൊട്ട് മുൻപത്തെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അതായത് കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സിന് നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു ഡയഗ്രം വെച്ച് ഹെൽപ്പ് ചെയ്യാനാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ആദ്യം എന്ത് വേണം? ഇതാണ് ആ ഡയഗ്രം. അത് നിങ്ങൾക്ക് അറിയാലോ, കമ്മ്യൂണിക്കേഷന്റെ ഡയഗ്രം അറിയാലോ. അവിടെ എന്തുണ്ടായിരിക്കും? സെന്റർ ഉണ്ടായിരിക്കും, മെസ്സേജ് ഉണ്ടായിരിക്കും, മീഡിയ ഉണ്ടായിരിക്കും, എൻകോഡിങ് ആൻഡ് ഡീകോഡിങ് എന്ന് പറഞ്ഞ പരിപാടി ഉണ്ടായിരിക്കും, റിസീവർ ആയിരിക്കും ഡീകോഡ് ചെയ്യുക, മെസ്സേജ് പാസ് ചെയ്യുന്ന സെൻഡർ ആയിരിക്കും എൻകോഡ് ചെയ്യുക, നേരെ തിരിച്ചു ആകാം. ഓക്കെ, ഇപ്പോൾ അതുപോലെ ഫീഡ്ബാക്ക് ഉണ്ടായിരിക്കും. ഈ പ്രോസസ്സിൻ്റെ ഇടയിൽ നടക്കുന്ന തടസ്സങ്ങളെയാണ് നമ്മൾ നോയ്സ് എന്ന് പറയുക. അപ്പോൾ ഓരോന്നിനെയും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സെൻഡർ എന്ന് പറഞ്ഞാൽ എന്താണ്? ദ പേഴ്സൺ ഹു സെൻഡ് എ മെസ്സേജ് ഹി ഇനീഷ്യേറ്റ് ദ പ്രോസസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. അയാളായിരിക്കും കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സ് ഇനീഷ്യേറ്റീവ് ചെയ്യുന്നത്. മെസ്സേജ് എന്ന് പറഞ്ഞാൽ സബ്ജക്ട് മാറ്റർ ഓഫ് കമ്മ്യൂണിക്കേഷൻ, കൺസിസ്റ്റ് ഓഫ് വേർഡ്സ്, ഫാക്ട്, ഐഡിയാസ് എക്സെട്ര. ഓക്കെ, എൻകോഡിംഗ് എന്ന് പറഞ്ഞാൽ ട്രാൻസ്മിറ്റ് ആൻ ഐഡിയ, ദ സെൻഡർ ട്രാൻസ്ലേറ്റ് ദ ഐഡിയ ഇൻ ടു മീനിങ് ഫുൾ ലാംഗ്വേജ് ലൈക്ക് വേർഡ്സ്, ആക്ഷൻസ്, പിക്ചേഴ്സ്, ഡയഗ്രാംസ്, ഗസ്റ്റേഴ്സ് എക്സെട്രാസ്. ഓക്കെ, ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞ പോലെ നിങ്ങൾ ബഡ്ജറ്റ് അവതരിപ്പിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ എന്തെന്ന് പറയുന്നത്, നിങ്ങൾക്ക് പറയാനുള്ള മെസ്സേജ് നിങ്ങളുടെ സബോർഡിനേറ്റ്സിനോട്. സോ നിങ്ങൾ സുപ്പീരിയർ ആണ്, നിങ്ങളാണ് സെൻറ്റർ, നിങ്ങളാണ് ഇനീഷ്യേറ്റീവ് എടുക്കുന്നത്. ഓക്കെ, നിങ്ങളുടെ കയ്യിലുള്ള മെസ്സേജ് എന്ന് പറയുന്നത് നിങ്ങളുടെ ബഡ്ജറ്റാണ്.
ഓക്കെ, ബജറ്റ് അവതരണമാണ്. അതിന് നിങ്ങൾ എന്ത് ചെയ്യുന്നു, ബജറ്റിനെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്രാഫായിട്ട് കാണിക്കാം. നിങ്ങൾക്ക് പറയാനുള്ള ബജറ്റിൻ്റെ സിസ്റ്റത്തെ നിങ്ങൾക്ക് ഒന്ന് ഗ്രാഫായിട്ട് കാണിക്കാം, അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പോലെ കാണിക്കാം, അല്ലെങ്കിൽ ചിത്രം വരച്ചിട്ട് പൈ ചാർട്ടായിട്ടോ ചാർട്ട് മോഡൽ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിനെ എൻകോഡ് ചെയ്യാം. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നു, ഒരു ചാനൽ വഴി കടത്തി വിടുന്നു അല്ലേ, മീഡിയ ത്രൂ വിച്ച് ദ മെസ്സേജ് പാസ്റ്റ്. എക്സാമ്പിൾ ഫേസ് ടു ഫേസ് സംസാരിച്ചിട്ടാകാം, ഒരു മീറ്റിംഗ് വിളിച്ച് നേരിട്ടാകാം, അല്ലെങ്കിൽ ടെലിഫോൺ വഴി ചെയ്യുന്നതാകാം, ലെറ്റർ അയക്കുന്നതാകാം, ലെറ്റർ എന്ന് പറയുമ്പോൾ ഫയൽ വഴി അയച്ചു കൊടുക്കുന്നതാകാം, റേഡിയോ അല്ലെങ്കിൽ ടെലിവിഷൻ എങ്ങനെ വേണമെങ്കിലും ആകാം, ഗൂഗിൾ മീറ്റ് എങ്ങനെ വേണമെങ്കിലും ചെയ്യുന്നതാകാം. ഓക്കെ, പിന്നെ ഉള്ളത് ഡീകോഡിംഗ് ആണ്. ഡീകോഡിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, റിസീവേഴ്സ് കൺവേർട്ട് ദ സിമ്പിൾസ് റിസീവ്ഡ് ഫ്രം ദ സെൻഡർ ടു ഗിവ് ഹിം ദ മീനിങ് ഓഫ് ദ മെസ്സേജ് അല്ലേ. ഡീകോഡ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെന്ത് ചെയ്യുക, യൂസ്ഫുൾ ആയിട്ടുള്ള രീതിയിലേക്ക്, മീനിങ് ആയിട്ടുള്ള രീതിയിലേക്ക് അയാളെ ഡീകോഡ് ചെയ്തെടുക്കുക. അതായത് റിസീവർ ഡീകോഡ് ചെയ്തെടുക്കുന്ന പരിപാടിയാണ്. ഇനി റിസീവർ എന്ന് പറഞ്ഞാൽ ആരാ, ദ പേഴ്സൺ ഓർ എ ഗ്രൂപ്പ് ഹൂ ഈസ് സപ്പോസ് ടു ബി റിസീവ്ഡ് മെസ്സേജ് അല്ലേ. അതായത് റിസീവർ എന്ന് പറയുമ്പോൾ ഒന്നെങ്കിൽ ഒരാളാകാം, അല്ലെങ്കിൽ എൻ്റയർ ആ ഡിപ്പാർട്ട്മെന്റിലെ എംപ്ലോയീസും ആകാം. ക്ലിയർ. ഇനി ഫീഡ്ബാക്ക് അല്ലേ, ഇറ്റ് മീൻസ് ദ റിയാക്ഷൻ, റീപ്ലേ, റെസ്പോൺസ് വിച്ച് ദ റിസീവർ സെൻഡ് ടു ദ അക്നോളജ് ഹിസ് അണ്ടർസ്റ്റാൻഡിങ് അല്ലേ. ഓക്കെ, മനസ്സിലായി എന്ന് പറയുന്ന രീതി ഒന്നെങ്കിൽ തലയാട്ടാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഗൂഗിൾ മീറ്റിംഗ് ആണെങ്കിൽ അതിൻ്റെതായ രീതി ടെക്സ്റ്റ് അയച്ച് അയക്കാം, അല്ലെങ്കിൽ എന്നൊക്കെ പറയുന്നതൊക്കെ ആകാം. ക്ലിയർ, സെറ്റ്. ഇനി അവസാനത്തെ ക്വസ്റ്റ്യൻ ആണ്, റൈറ്റ് ഷോർട്ട് നോട്ട് ഓൺ ലീഡർഷിപ്പ് സ്റ്റൈൽ. ലീഡർഷിപ്പ് സ്റ്റൈലിനെ കുറിച്ച് ഷോർട്ട് നോട്ട് എഴുതാൻ വേണ്ടിയിട്ടാണ് 3 എണ്ണമാണല്ലേ, 3 സ്റ്റൈലാണ് ഉള്ളത്. ഏതൊക്കെയാണത്? ഓട്ടോക്രാറ്റിക് ആൻഡ് അതോറിറ്റേറ്റീവ് ലീഡർഷിപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്, എക്സസൈസ് കംപ്ലീറ്റ് കൺട്രോൾ ഓവർ സബോർഡിനേറ്റ്സ് ആൻഡ് സെൻട്രലൈസ്ഡ് കൺട്രോൾ ആയിരിക്കും. ഡെമോക്രാറ്റിക് ഓർ പാർട്ടിസിപ്പേറ്റീവ് ലീഡർഷിപ്പ് ഉണ്ട്. അതെന്താണ്, ടേക്ക് ഡിസിഷൻസ് ഇൻ കൺസൾട്ടേഷൻ ആൻഡ് പാർട്ടിസിപ്പേഷൻ വിത്ത് ദ എംപ്ലോയീസ് അല്ലെ, എംപ്ലോയീസ് ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ട് ഡിസിഷൻ എടുക്കുക. ഇനി ലേസി സ്ഫിയർ ഓർ ഫ്രീ റെയിൻ ലീഡർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഗിവ് ഹിസ് സബോർഡിനേറ്റ് ദ കംപ്ലീറ്റ് ഫ്രീഡം ടു ടേക്ക് ഡിസിഷൻസ് അല്ലേ. Give his subordinate the complete freedom to take the decisions. ഇത്രയാണ് നമ്മുടെ ക്വസ്റ്റ്യൻസ്. ഇത്രയും ക്വസ്റ്റ്യൻസേ ഉള്ളൂ. താങ്ക് യു ഫോർ ലിസണിങ് മീ ഗൈസ്. All the best. Okay. സെറ്റ്, ഓൾ ദ ബെസ്റ്റ്. കഴിഞ്ഞു. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണല്ലോ. ഇതൊക്കെ നാളെ രാവിലെ എന്ത് ചെയ്യണം, ഒന്ന് വായിച്ചേക്കണേടാ. എല്ലാവരും ഒന്ന് വായിക്കണേ, വായിക്കാതെ പോകരുത്. ഓക്കെ, ക്ലിയർ. വായിക്കണം കേട്ടോ, വായിക്കാതെ പോകരുതേ. സെറ്റ്. നന്നായിട്ട് പോയി എക്സാം എഴുതുക. ഇതിലെ ക്വസ്റ്റ്യൻസ് എല്ലാം നോക്കി വെക്കണം. ഇതൊക്കെ പ്രീവിയസ് ഇയറിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. പ്രീവിയസ് ഇയർ അറിയാലോ, പ്രീവിയസ് ഇയറിൻ്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് ഇരുന്ന് പഠിച്ച് എഴുതുക. ഓക്കെ, ക്ലിയർ. എന്നെ ആദ്യമായിട്ട് കണ്ട ആരെങ്കിലും ഉണ്ടോ എന്നൊന്നും എനിക്ക് അറിയില്ല. ഉണ്ടെങ്കിൽ എൻ്റെ പേര് രേണുക എന്നാണ് കേട്ടോ. എടാ, പിന്നെ നിങ്ങൾ എക്സാം കഴിഞ്ഞാലേ മെസ്സേജ് അയക്കണേ, എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളുടെ എക്സാം എന്നറിയാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുകയാണെങ്കിൽ അതൊന്ന് അയച്ചു തരണം കേട്ടോ. വേറെ ഒന്നിനു വേണ്ടിയിട്ടല്ല, എങ്ങനെയുണ്ട് നിങ്ങളെ ക്വസ്റ്റ്യൻസ് എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ വഴിയല്ലേ ഞങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടും, അല്ലാതെ ഞങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടാനുള്ള ഒരു പോസിബിലിറ്റി ഇല്ലല്ലോ. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ എനിക്കൊന്ന് മെസ്സേജ് ചെയ്യണേ. എൻ്റെ ID വരുന്നത് രേണുക കെ ശിവദാസൻ. ഓക്കെ, രേണുക കെ ശിവദാസൻ എന്നാണ് എൻ്റെ ID വരുന്നത്. അതിലേക്കൊന്ന് മെസ്സേജ് അയക്കണേ. ക്ലിയർ. ഓക്കെ, സെറ്റ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ മക്കളെ നന്നായിട്ട് പഠിക്കുക. നിങ്ങളെ കൊണ്ട് പറ്റാവുന്ന കാര്യമുള്ളൂ. ഇനിയിപ്പോൾ ഇൻ കേസ് നിങ്ങൾക്ക് ആർക്കെങ്കിലും വിചാരിച്ച പോലെ പെർഫോം ചെയ്യാൻ പറ്റില്ലെന്ന് വിചാരിക്കേ, ഇനി ഈ ഒരു നോട്ട്സ് എങ്കിലും വായിച്ചിട്ട് അത്യാവശ്യം ഐഡിയ ഉണ്ടാക്കാൻ വേണ്ടി നോക്കുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പബ്ലിക് എക്സാം ഉണ്ട്. അതാണ് നിങ്ങളുടെ ഫൈനൽ സ്റ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് മാർക്ക് വാങ്ങിക്കാൻ വേണ്ടി പറ്റിയൊരു അവസരമാണ്. ഇപ്പോൾ ഒന്ന് വീണ് പോയിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല, അടുത്തേക്ക് പിടിച്ചാൽ മതി. ഓക്കെ, പക്ഷെ പിടിക്കണം. വീണോടത്ത് അവിടെ കിടക്കരുത്. ഇനി ആരെങ്കിലും ഒന്ന് എഴുന്നേൽപ്പിക്കോ എന്ന് പറഞ്ഞിരിക്കരുത്. നിങ്ങൾ തന്നെ സ്വയം എണീക്കണം. ആരും വന്ന് എണീപ്പിക്കില്ല ജീവിതത്തിൽ. ഓക്കെ, ക്ലിയർ അല്ലേ? സെറ്റ്, ക്ലിയർ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നാളത്തെ എക്സാം നന്നായിട്ട് വരട്ടെ. മംഗളം ഭവന്തു. നന്നായിട്ട് എഴുതുക. പിന്നെ വേറെ കാര്യം എന്തായിരുന്നു, ഇത്
നോട്ട്സ് നമ്മുടെ ഡിസ്ക്രിപ്ഷനിലാണ് ലിങ്ക് ആയിട്ട് പിൻ ചെയ്ത് വെക്കുകയാണ് ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പോൾ സെറ്റ്. അങ്ങനെയാണെങ്കിൽ നാളെ സന്ധിക്കും വരെ, നാളെ കാണുമെന്ന് തോന്നുന്നില്ല അല്ലേ നമ്മൾ. എന്താണെങ്കിലും ഗുഡ് നൈറ്റ്, ഓൾ ദ ബെസ്റ്റ്. പോയി തകർക്കുക, കിടുക്കുക, തിമിർക്കുക. നിങ്ങൾക്ക് എഴുതാൻ പറ്റാവുന്നതേ ഉള്ളൂ. ഓക്കെ, പാട്ട് എന്തായാലും നിങ്ങൾ പറഞ്ഞല്ലേ. ഓക്കെ, പാട്ട് പെയ്ത പടാ. ആകാശമായവളേ, അകലെ പറന്നവളേ, ചിറകായിരുന്നല്ലോ നീ, അറിയാതെ പോയിന്നു ഞാൻ. നിഴലോ മാഞ്ഞുപോയി വഴിയിൽ, ഇന്നു പോയി തോരാത്ത രാമഴയിൽ, ചൂട്ടുമണഞ്ഞു പോയി താനന്നനന്നന താനാനനാനനാന. ഇത്രേ അറിയുള്ളടാ, ഇത്രയൊക്കെ അറിയൂ. പാട്ട് എനിക്ക് വലിയ പിടുത്തമില്ല. പാട്ട് കേൾക്കുമെങ്കിലും പാടാൻ വലിയ കഴിവില്ല. എന്ത് ചെയ്യാൻ, എല്ലാം കൂടെ ദൈവം തരില്ലല്ലോ. എന്തായാലും എന്തൊക്കെയോ തന്നു. ഓക്കെ, ക്ലിയർ അല്ലേ? സെറ്റ്. അപ്പോൾ ബൈ ബൈ, ഗുഡ് നൈറ്റ്, ടാറ്റ, ബൈ.